ഞങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വരുന്നത്. നിങ്ങളുടെ ഭർത്താവ് മിസ്റ്റർ ഋഷിക്ക് 2000 കോടി രൂപയുടെ അനധികൃത സമ്പത്തുണ്ടെന്ന വിവരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. 2000 കോടി? എന്ത് വിട്ടിത്താണ് നിങ്ങൾ പറയുന്നത്? എന്റെ ഭർത്താവ് സ്വന്തമായ ഒരു സമൂസ പോലും വാങ്ങാൻ കഴിവില്ലാത്തൊരു സാധാരണക്കാരനാണ്. ഓഫീസർ, നിങ്ങൾ എന്തോ തെറ്റിദ്ധരിച്ചതാണ്. അവൻ ഇത്രയും പണമൊക്കെ എവിടുന്ന് കിട്ടാനാ? നീ ഇവിടെ പണം ഒളിപ്പിച്ചിട്ടുണ്ടോ? എന്തു പണം? ഇതാരാണ്? ഇതെന്റെ ഭർത്താവാണ്. ഇവർക്കെതിരെയാണ് നിങ്ങൾക്ക് വാറണ്ട് ഉള്ളത്. ജൂൺ 12 രാത്രി നീ എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ സാർ, ആ രാത്രി ഞാൻ എൻ്റെ ഗുരുവിൻ്റെ ഓഫീസിൽ അദ്ദേഹത്തോടൊപ്പമായിരുന്നു. നീയാണ് ഇപ്പോഴത്തെ രാജ്യത്തിലെ ഏറ്റവും വലിയ കമ്പനിയായ 2000 കോടി രൂപയുടെ ടേൺ ഓവറുള്ള ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിൻ്റെ ഉടമ. നീ പറയുന്നത് നീ ആയത് എല്ലാം ഗുരുജി മാധവന്റെ ഉപദേശങ്ങൾ കൊണ്ടാണ്. ആ രാത്രിയിൽ ഗുരു ശിഷ്യനെ കണ്ട് ആദ്യമായി ദക്ഷിണ ചോദിച്ചു. അപ്പോൾ ശിഷ്യൻ എങ്ങനെ പറ്റില്ലെന്ന് പറയാൻ പറ്റും? ഞാൻ കൈകൂപ്പി നിന്നോട് അപേക്ഷിക്കുന്നു, ദയവായി ശ്രീലക്ഷ്മിയെ വിവാഹം ചെയ്യൂ. വിവാഹത്തിന് ശേഷം 3 വർഷം നീ എന്റെ വീട്ടിൽ വീട്ടുവേലക്കാരനെ പോലെ താമസിക്കണം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നത് ഈ കത്തിലുണ്ട്. അതുകൊണ്ട് നീ ഇത് 3 വർഷം കഴിഞ്ഞേ വായിക്കാവൂ. എനിക്ക് ഒന്നും അറിയില്ല. ഋഷിയുമായുള്ള നിന്റെ ബന്ധം എന്താണ്? നിനക്കെന്താണ് ഋഷിയെ ഭർത്താവായി അംഗീകരിക്കാൻ ഇത്ര മടി? നീ എന്തിനാണ് അവൻ ഇങ്ങനെ നിന്ദിക്കുന്നത്? അതുകൊണ്ട് നിനക്കെന്താണ് ലഭിക്കുന്നത്? ശ്രീലക്ഷ്മി, നീ എപ്പോ എത്തി? ദേ ഇപ്പൊ വന്നേയുള്ളൂ. ഞാൻ നിന്നെ കുറെ നേരെ വെയിറ്റ് ചെയ്യായിരുന്നു. നീ അടിപൊളിയായിട്ടുണ്ടല്ലോ. താങ്ക് യു. എന്താണത്? വൈൻ, ആസ് ഓൾവേസ്. ചിയേഴ്സ്. എന്നാൽ അന്ന് ഹോട്ടലിൽ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പോയ ശ്രീലക്ഷ്മി ഋഷിയെ അവിടെ കണ്ട് ഞെട്ടി. എന്തുപറ്റി ശ്രീലക്ഷ്മി? ഞങ്ങളുടെ എന്റർടൈൻമെന്റും വരുന്നുണ്ടല്ലോ. നിന്റെ ഈ ജോലിയും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഭർത്താവ് ഇനിയിപ്പോ ഫുൾ കോമഡിയാവും. ഋഷി, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ തരുന്നത് മതിയാക്കിക്കൂടെ നിനക്ക്? ഇപ്പൊ ഇതാ ഇവിടെയും. സത്യം പറ, ഈ റിച്ച് പാർട്ടിയിൽ നീ എങ്ങനെ വന്നു? കാം ഡൗൺ ശ്രീലക്ഷ്മി. നീ എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം എന്താ? അതോ നീ തന്നെ സംസാരിക്കുകയാണോ? ഈ പാർട്ടിക്കുള്ള ഇൻവിറ്റേഷൻ എനിക്കും കിട്ടിയിട്ടുണ്ട്. ഓഹോ, നിന്നെപ്പോലെ വീട്ടുജോലി ചെയ്യുന്ന ഒരാൾക്ക് ഈ പാർട്ടിക്ക് ക്ഷണമോ? നിനക്കറിയാമോ, ഇവിടെ ഒരുപാട് കോടീശ്വരന്മാർ വരുന്ന സ്ഥലമാണ്. ശ്രീലക്ഷ്മി, എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട്. നീ വെറുതെ എൻ്റെ സമയം കളയല്ലേ. എനിക്ക് നിന്നോട് ഇവിടുന്ന് തർക്കിക്കാനും താല്പര്യമില്ല. ഋഷി ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഈ ബ്രാൻഡഡ് ഡ്രസ്സിൽ വന്നത്? വീട്ടുജോലി ചെയ്യുന്ന ഇവനെവിടുന്ന ഇത്രയും വില കൂടിയ സൂട്ട്? ഋഷി എവിടെ നിന്നാണ് വരുന്നത്? അവന്റെ യഥാർത്ഥം എന്താണ്? അവൻ വെറും ഒരു മരുമകനാണോ? അതോ വിലപിടിപ്പുള്ള കോട്ടിട്ട് ബോഡി ഗാർഡുകളോടൊപ്പം നടക്കുന്ന ബഹുമാനപ്പെട്ട മിസ്റ്റർ ഋഷിൻ വർമ്മയോ? എന്തിനാണ് വലിയ വലിയ ബിസിനസ്മാൻ ഇവന്റെ പിറകെ നടക്കുന്നത്? എല്ലാവരും എന്തിനാണ് ഇവനെ മിസ്റ്റർ ഋഷിൻ വർമ്മ എന്ന് വിളിക്കുന്നത്? ഋഷി സത്യത്തിൽ അത്ര സമ്പന്നനാണോ? ആണെങ്കിൽ ഇപ്പോഴും അവൻ പാവപ്പെട്ട ജീവിതം തുടരുന്നത് എന്തിനാണ്? നഗരത്തിലെ അണ്ടർവേൾഡിന്റെ അറിയപ്പെടുന്ന ഡോൺ പോലും ഭീതിയോടെ നോക്കുന്ന വ്യക്തിയാണ് ഋഷി.
ഇത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയില്ലെങ്കിലും നാട്ടിലെ ഏത് വലിയ കൊമ്പനും അവൻ്റെ പേര് കേൾക്കുമ്പോഴേക്കും ഭയക്കുന്നതെന്തിന്? നീ എങ്ങോട്ടാ? ഇന്ന് അച്ഛന്റെ ചരമവാർഷികമാണ്. അതുകൊണ്ടൊന്ന് ക്ഷേത്രത്തിൽ പോണം. ഞാൻ പോയിക്കോട്ടെ? നിനക്കറിയാമോ, എന്റെ മകളുടെ ദുർഭാഗ്യമാണ് അവൾ നിന്നെ വിവാഹം ചെയ്തത്. പക്ഷേ ഒരു പക്ഷേയുമില്ല. എനിക്ക് നിന്നോട് സംസാരിക്കാൻ വയ്യ. വേഗം അടുക്കളയിലേക്ക് ചെല്ല്. അവനെ ഒരു മകന്റെ സ്ഥാനത്ത് കാണാതെ ഒരു വേലക്കാരനോടെന്ന പോലെയല്ലേ നിങ്ങൾ പെരുമാറിയത്? ഋഷിയുടെ അമ്മയും അച്ഛനും അവന്റെ ബാല്യത്തിൽ തന്നെ മരിച്ചിരുന്നു. അവൻ നിങ്ങളുടെ വർമ്മ ഫാമിലിയിലാണ് വളർന്നത്. കാറുകൾ കഴുകുന്ന ജോലിക്കാരനെ പോലെ അവൻ ജോലി ചെയ്തിരുന്നു. എന്നാൽ ശ്രീലക്ഷ്മിയുടെ അച്ഛൻ അവളെ വീട്ടിലെ കാറ് കഴുകുന്ന ജോലിക്കാരനായ ഋഷിയുമായി വിവാഹം ഉറപ്പിച്ചു. നീയും വീട്ടിലെ മറ്റെല്ലാവരും ഈ വിവാഹത്തെ എതിർത്തു. എഴുന്നേൽക്ക് വേഗം. എനിക്ക് വലിയൊരു പൂജയ്ക്കായി പോകാനുണ്ട്. ഞാൻ ഇപ്പോഴേ ലേറ്റാണ്. ഇനി അവിടെ എത്തിയിട്ട് എൻ്റെ അടുത്ത് ഭർത്താവ് കളിക്കാൻ വന്നാൽ അതിലും വലിയ മാനക്കേട് എനിക്കില്ല. വേഗം ഇറങ്ങി ഇങ്ങോട്ട്. ഹലോ ഋഷി സാർ, നിങ്ങൾ വന്നോ? നിങ്ങൾ എനിക്ക് മാപ്പ് തരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നിങ്ങളുടെ അച്ഛൻ്റെ ചരമവാർഷിക പൂജയ്ക്കു വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ ചെയ്തു. നഗരത്തിലെ പ്രമുഖ പണ്ഡിതരും ബിസിനസ് കുടുംബങ്ങളും എല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞു. നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ എനിക്ക് വേണ്ടി ചെയ്യുന്നത്? ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് മാപ്പ് തരേണ്ടത്? ഋഷി, നീ ഇപ്പോഴും തമാശ കളിക്കാണോ? അല്ല, എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും മനസ്സിലായില്ല. എന്റെ കൂടെ വരൂ. എല്ലാം ഞാൻ വിശദമായി പറഞ്ഞു തരാം. വരൂ. ഇത്രയും പാവപ്പെട്ട ഋഷി എങ്ങനെയാണ് ഒരു പ്രൈവറ്റ് ജെറ്റിന്റെ ഉടമയായത്? തന്റെ ഭാര്യയുടെ റെസ്പെക്ട് പോലും കിട്ടാത്ത ഇവനെങ്ങനെ അവൾക്ക് വേണ്ടി മിനിസ്റ്ററുടെ അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തു? ഡ്രൈവർ, വണ്ടി പെട്ടെന്ന് പുറത്തെടുക്കൂ. ഈ ബാഗും എടുത്തു വെക്കൂ. എന്റെ ഫ്ലൈറ്റിന്റെ ടൈമായി. ഐ എം ഓൾറെഡി ലേറ്റ്. ഈ ഡ്രൈവർ ഇത് എവിടെയാണ്? രാവിലെ മുതൽ ഋഷിയും കാണുന്നില്ല. ജോലി ചെയ്യേണ്ട സമയത്ത് എല്ലാവരും എവിടെ പോയിരിക്കണാവോ? ഡൽഹിയിലേക്ക് പോകേണ്ട ഫ്ലൈറ്റ് മിസ്സായാൽ മന്ത്രിയുമായുള്ള മീറ്റിംഗ് നടക്കില്ല. അതിനൊപ്പം സർക്കാരിന്റെ ഏറ്റവും വലിയ പദ്ധതിയും കൈവിട്ടു പോകും. ഡ്രൈവറിന്റെ അമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവൻ ഇന്ന് ലീവാണ്. എയർപോർട്ടിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എല്ലാത്തിനും ജോലി ചെയ്യാൻ മടിയാണ്. ഓരോ എക്സ്ക്യൂസ്. ഹാ, നടക്ക്. ശ്രീലക്ഷ്മി, മോളെ എങ്ങോട്ടാ പോകുന്നത്? അമ്മേ, ഞാനൊന്ന് ഡൽഹി വരെ പോവുകയാണ്. മീറ്റിംഗ് ഭംഗിയായി നടക്കാൻ പ്രാർത്ഥിക്കൂ. എന്റെ പ്രാർത്ഥന എന്നും നിന്റെ കൂടെയുണ്ട്. പക്ഷെ ഇവൻ എങ്ങോട്ടാ? ഇവൻ ഇവിടെ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട്. ഇവൻ എന്റെ കൂടെ വരികയാണ്. ഇന്ന് ഡ്രൈവർ ലീവാണ്. പാത്രങ്ങൾ അവിടെ മാറ്റിവെച്ചേക്ക്. ഇവൻ തിരിച്ചു വന്നിട്ട് കഴുകിക്കോളും. ബൈ. നീ എന്താണ് ഈ ചെയ്തോണ്ടിരിക്കുന്നത്? ശരത് അവിടെ എന്നെയും കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ ഓൾറെഡി ലേറ്റ് ആണ്. ശരത് എന്ന പേര് കേട്ടതും ഋഷിയുടെ മുഖം വാടി. വാ, പോവാം.
ശ്രീലക്ഷ്മി, എവിടെയാണ് നീ? ടൈം നോക്ക്, നമുക്ക് ഫ്ലൈറ്റ് മിസ്സാവും. ഞാൻ എയർപോർട്ട് ലൗഞ്ചിൽ നിന്നെയും കാത്തിരിക്കുകയാണ്. എനിക്കറിയാം ശരത്, പക്ഷെ ഇവിടെ ഭയങ്കര ട്രാഫിക്. എന്താ ചെയ്യാന്ന് എനിക്ക് അറിയില്ല. ശരി, നീ പെട്ടെന്ന് എത്താൻ നോക്ക് പ്ലീസ്. നീ അവിടെ എന്ത് നോക്കിക്കൊണ്ടിരിക്കുക? റൈറ്റിലേക്ക് തിരിക്ക്. നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു ഇത്. ഇത് തന്നെ നമ്മുടെ കമ്പനി കൂപ്പുകുത്തുന്നതിൽ നിന്നും രക്ഷിക്കാനുള്ള അവസാന മാർഗമായിരുന്നു. നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? വേറെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ശ്രീലക്ഷ്മി, ഞാൻ പറഞ്ഞില്ലേ, ഒന്നും നടക്കില്ല. നമ്മൾ ഫ്ലൈറ്റ് മിസ് ചെയ്തു. അടുത്ത ഡൽഹി ഫ്ലൈറ്റ് 2 മണിക്കൂർ കഴിഞ്ഞാണ്. നമുക്ക് എന്തായാലും അവിടെ ടൈമിലെത്താൻ കഴിയില്ല. തീർന്നില്ലേ? ശ്രീലക്ഷ്മിയും ശരത്തും ഇരുവരും തലകുണിച്ച് അവിടെ ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു പൈലറ്റ് അവരുടെ അടുത്ത് വന്നത്. എക്സ്ക്യൂസ് മീ മാഡം, അറിയൂ ശ്രീലക്ഷ്മി? അതെ, ഞാനാണ്. വാരൂ മാഡം, നിങ്ങളുടെ പ്രൈവറ്റ് ജെറ്റ് തയ്യാറാണ്. നമുക്ക് 10 മിനിറ്റിൽ ഡൽഹിയിലേക്കുള്ള ടേക്ക് ഓഫ് ഉണ്ട്. പ്രൈവറ്റ് ജെറ്റോ? പക്ഷേ ഞങ്ങൾ അങ്ങനെയൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കും. പ്ലീസ് ചെക്ക് ഇറ്റ്. ഇല്ല സർ, ശരിയാണ്. നിങ്ങളല്ല ഇത് ബുക്ക് ചെയ്തത്. ഈ ജെറ്റ് ഋഷിൻ വർമ്മ സാറിൻ്റേതാണ്. അവർ ശ്രീലക്ഷ്മി മാഡത്തിനു വേണ്ടി അയച്ചതാണ്. ദരിദ്രനായി നടന്നിരുന്ന ഋഷി ഇപ്പോൾ ലക്ഷറി ബ്രാൻഡ് കോസ്റ്റ്യൂമുകൾ ധരിച്ച് ബോഡി ഗാർഡ്സിനോടൊപ്പം വരുന്നു. ഗുഡ് മോർണിംഗ് സർ. റെഡിയാണോ ശ്രീലക്ഷ്മി? ഈ പ്രൈവറ്റ് ജെറ്റ്? അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പൊ നീ ലേറ്റ് ആവും, ചെല്ല്. താങ്ക് യു. നീ എന്നെയും എന്റെ കമ്പനിയെയും രക്ഷപ്പെടുത്തി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ബാക്കി ഫ്ലൈറ്റ് കയറിയിട്ട് നോക്കാം. നിന്റെ ഭർത്താവ് നിനക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ? ലെറ്റ്സ് ഗോ. ഈ ദരിദ്രനായ ഋഷിയെ ആളുകൾ എന്തിനാണ് ഋഷിൻ വർമ്മ സാറെന്ന് വിളിക്കുന്നത്? ഈ മനുഷ്യന്റെ ജീവിതം എങ്ങനെ ഇങ്ങനെ മാറി? നീ എപ്പോഴും ദാരിദ്രനായി തള്ളിപ്പറഞ്ഞ ഭർത്താവിന്റെ അക്കൗണ്ട് ബാലൻസ് കണ്ടപ്പോൾ നീ അമ്പരന്നത് എന്തിനാണ്? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. ആര് വന്ന് നീ ആരാണെന്ന് ചോദിച്ചാലും ശ്രീലക്ഷ്മി മാഡത്തിന്റെ ഡ്രൈവറാണെന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ ഭർത്താവാണെന്നൊന്നും പറഞ്ഞേക്കരുത്. യെസ് മാഡം അല്ലെങ്കിൽ നോ മാഡം എന്ന് മാത്രം ഉത്തരം പറയണം. മനസ്സിലായോ? മാഡം, നീ പറയുന്നത് പോലെ ചെയ്യാം. നല്ലോണം ശ്രദ്ധിച്ചോ. അറിയാതെ പോലും നമ്മൾ ഭർത്താവും ഭാര്യയുമാണെന്ന് പറയരുത്. ലക്ഷ്മൺ നിന്നെ കണ്ടാൽ എന്ത് വിചാരിക്കും? നിന്നെക്കൊണ്ട് ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പുമായുള്ള ഡീൽ തന്നെ കൈവിട്ടു പോകുമോ എന്നെനിക്ക് പേടിയുണ്ട്. എന്തു പറ്റി ശ്രീലക്ഷ്മി? നീ ഓക്കെ അല്ലേ? ഏയ്, ഡോണ്ട് ടച്ച് മീ ഇഡിയറ്റ്. സോറി, നിനക്കെന്തോ സങ്കടമുള്ള പോലെ തോന്നി. വറീഡ്? മൈ ഫുഡ്. നിന്റെ നിഴൽ ഈ എഗ്രിമെന്റിൽ പതിഞ്ഞതുകൊണ്ടാണോ അറിയില്ല. ഇത് നടക്കില്ല എന്ന് എന്റെ മനസ്സ് പറയുന്നു. ശ്രീലക്ഷ്മി, എങ്കിൽ ഞാനൊന്ന് ലക്ഷ്മണുമായി സംസാരിക്കട്ടെ? നിനക്കെന്താ? നീ എന്ത് സംസാരിക്കാനാ? വലിയ ബിസിനസ്സും എഗ്രിമെന്റുകളും കുറിച്ച് നിനക്കെന്തറിയുന്നേ? പറയുന്നത് കേട്ടാൽ നിനക്കെല്ലാം അറിയുന്നത് പോലെ. ശ്രീലക്ഷ്മി, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. പെട്ടെന്ന് പോയിട്ട് വാ. താങ്ക് യു.
ഇത്ര വലിയ ഹോട്ടലിലെ ഗാർഡുകൾ ഇവനെ സല്യൂട്ട് ചെയ്യുന്നത് എന്തിനാണ്? അവരിവനെ എന്തിനാണ് ഭയക്കുന്നത്? ഋഷി ഉടനെ തിരിച്ചു വന്നു. കാർ ഓടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ശ്രീലക്ഷ്മിക്ക് ഫോണിൽ ഒരു മെസ്സേജ് വന്നു. അത് വായിച്ചപ്പോൾ അവൾ ഞെട്ടി. എന്റെ ദൈവമേ, ലക്ഷ്മൺ എഗ്രിമെന്റ് അംഗീകരിച്ചു. കോൺഗ്രാറ്റുലേഷൻ ശ്രീലക്ഷ്മി. നിന്റെ ബിസിനസ് അറിവും ബാക്കി കാര്യങ്ങളിലെ അറിവും കണ്ട ലക്ഷ്മൺ നിന്നെ റിജക്റ്റ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. മതി മതി, ഇത്ര നാടകം കളിക്കണ്ട. പിന്നെ ലക്ഷ്മൺ സാറ്, ലക്ഷ്മൺ അല്ല. കൂടുതൽ പ്രശംസ വേണ്ട. എന്നാലും എങ്ങനെയാണ് ഇയാൾ അഗ്രിമെന്റ് അംഗീകരിച്ചത്? ആൻ ഓഫീസിൽ നിന്നും എന്നെ പുറത്താക്കിയതല്ലേ, ഇപ്പോ എങ്ങനെ എളുപ്പത്തിൽ സമ്മതിച്ചു? Hi madam, how are you? Good. How about you? All good. ഹേയ് ശ്രീലക്ഷ്മി മാഡം, നിങ്ങൾക്ക് ഇത്രയും വലിയ ആളുകളുമായി പിടിപാടുണ്ടെന്ന് മുന്നേ പറഞ്ഞില്ലല്ലോ. അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഡീൽ ഞാൻ പണ്ടേ തന്നേനെ. വലിയ ആളുകളോ? അതൊക്കെ പോട്ടെ. എന്തായാലും നിങ്ങൾക്ക് 5 മിനിറ്റിനകം സിഇഒമായിട്ട് മീറ്റിംഗ് ഉണ്ടല്ലോ. വേഗം വരൂ പ്ലീസ്. വെയിറ്റ് 1 മിനിറ്റ്. ആ വീഡിയോ കോളിൽ നീ ആരെയാണ് കണ്ടത്? ഇന്ദ്രപ്രസ്ഥം ഇൻഡസ്ട്രീസിന്റെ സിഇഒ ആരാണ്? നിന്റെ കൈവിട്ടുപോയ ആ ഡീൽ നിനക്ക് എങ്ങനെയാണ് തിരിച്ചു കിട്ടിയത്? നീ പറഞ്ഞത് ലക്ഷ്മൺ എന്ന പേരല്ലേ? അവൻ നിന്നോട് ഏത് വലിയ ആളുകളുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞത്? നീ പറയുന്നുണ്ടോ? ഇന്ദ്രപ്രസ്ഥം കമ്പനിയുടെ സിഇഒ ഈ വീഡിയോ കോൾ ജോയിൻ ചെയ്യുകയാണ്. ഇതെന്റെ ഭർത്താവ് ഋഷിയല്ലേ? മാഡം, നിങ്ങൾക്ക് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ലക്ഷ്മൺ സർ, എന്റെ ഭർത്താവിനെ തിരിച്ചറിയാതിരിക്കാൻ ഞാൻ പൊട്ടിയല്ല. ഞാൻ പറയുന്നത് സത്യമാണ്. ഇതെന്റെ ഭർത്താവ് ഋഷിയാണ്. അവൻ ഞങ്ങളുടെ വീട്ടിൽ ജോലിക്കാരനാണ്. മാഡം, ഒന്ന് ചിന്തിച്ചിട്ട് സംസാരിക്കൂ. മനസ്സിൽ വരുന്നതെല്ലാം വിളിച്ചു പറയരുത്. നിങ്ങൾക്കറിയാമോ ഇതാരാണെന്ന്? ഇത് നമ്മുടെ കമ്പനിയുടെ സിഇഒ ആണ്. നമ്മളെല്ലാം അദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു. എങ്ങനെയാണ് ഇദ്ദേഹം നിന്റെ ഭർത്താവുക? ലക്ഷ്മൺ സർ, ഞാൻ പറയുന്നത് സത്യമാണ്. ഇതെന്റെ ഭർത്താവാണ്. ഷട്ടപ്പ് ശ്രീലക്ഷ്മി. സർ, ഐ എം റിയലി സോറി. ഇറ്റ്സ് ഓക്കെ ലക്ഷ്മൺ, നമുക്ക് പിന്നീട് ഈ മീറ്റിംഗ് നടത്താം. ശ്രീലക്ഷ്മിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് സിഇഒ ഋഷിയെ പോലെ ഇരിക്കുന്നത്. ആയിരക്കണക്കിന് ചോദ്യങ്ങളാണ് അവളുടെ മനസ്സിൽ വന്നത്. ഇനി ഋഷിയാണോ? ഋഷിൻ വർമ്മ. ഇത്രയും നാളായി അവൻ അത് എന്തിനെന്റെ മുമ്പിൽ മറച്ചുവെച്ചു? എന്നാലും ഇതെങ്ങനെ? അതേ മുഖം, അതേ കണ്ണുകൾ. മാഡം, എന്താണ് ചിന്തിക്കുന്നത്? എല്ലാം ഓക്കെ അല്ലേ? ഡോക്ടറെ വിളിക്കണോ? ഇന്ന് നിങ്ങൾ എന്നെയും കൂടെ സാറിന്റെ മുന്നിൽ നാറ്റിച്ചു. ഇനി അദ്ദേഹം ഈ കോൺട്രാക്റ്റിൽ ഒപ്പിടുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതെങ്ങനെ? ഇങ്ങനെയുള്ള 1000 പെൺകുട്ടികൾ സാറിനെ കണ്ട് ക്രേസി ആകുന്നവരാണ്. എക്സ്ക്യൂസ് മീ? യു നോ വാട്ട്? എന്റെ തെറ്റാണ്. നിന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇങ്ങനെയുള്ള പെൺകുട്ടികളെ കുറിച്ച് വില കൊടുത്താൽ തലയിൽ കയറി നിരങ്ങും. ഇങ്ങനെയുള്ള പെൺകുട്ടികൾ കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതാണ്, വലിയ കമ്പനിയുടെ സിഇഒയെ കണ്ടാൽ ഇവർ പറഞ്ഞു തുടങ്ങും ഇതെന്റെ ഭർത്താവാണെന്ന്. പിന്നെ അവകാശം വേണം, സ്വത്ത് വേണം, അങ്ങനെ. യു നോ വാട്ട്? യു ആർ ഡിസ്കസ്റ്റിംഗ്. പോടാ നീയും, നിന്റെ സിഇഒയും നിന്റെ കോൺട്രാക്റ്റും. അമ്മേ, ഋഷി എവിടെ? ശ്രീലക്ഷ്മി, നീ എന്താ നേരത്തെ വന്നത്? ഇന്നലെ നിനക്കൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉള്ളത്. അമ്മേ, ഋഷി എവിടെയാന്ന് പറ. അടുക്കളയിൽ എവിടെയെങ്കിലും പാത്രം കഴുകിയിരിക്കുന്നുണ്ടാവും. എന്താ, അവൻ എന്തെങ്കിലും ചെയ്തോ? അവൻ വലിയൊരു തെറ്റ് ചെയ്തു. നീ അങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തി? ഓ ശ്രീലക്ഷ്മി, നീ നേരത്തെ എത്തിയല്ലേ? ഞാൻ നിനക്ക് നിന്റെ ഫേവറേറ്റ് ഫുഡ് ഉണ്ടാക്കുകയായിരുന്നു. എന്റെ ചോദ്യത്തിന്റെ ഉത്തരം പറ. നീ ഋഷിൻ വർമ്മയല്ലേ? നിന്നെയല്ലേ ഞാൻ എന്നാ വീഡിയോ കോൾ മീറ്റിംഗിൽ കണ്ടത്? ഋഷിൻ വർമ്മയോ? എനിക്ക് എന്താണ് നീ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല ശ്രീലക്ഷ്മി.
എന്റെ മുന്നിൽ നാടകം കളിക്കേണ്ട. സത്യം പറ, നീയല്ലേ അത്? ശ്രീലക്ഷ്മി, എനിക്ക് ഇത്ര വലിയ മീറ്റിങ്ങുകളെക്കുറിച്ച് എന്തറിയാം? പിന്നെ എങ്ങനെയാണ് നിന്റെ മുഖം ആ മനുഷ്യന്റെ മുഖത്തോട് ഇത്ര സാമ്യമുള്ളത്? ആരുടെ മുഖം? മിസ്റ്റർ ഋഷിൻ വർമ്മ. നോക്ക് ശ്രീലക്ഷ്മി, എന്നെ ഇതിൽ ഒന്നിലും ഉൾപ്പെടുത്തണ്ട. ഞാനിപ്പോഴും വീട്ടിലല്ലേ. പുറത്തു പോകുന്നത് തന്നെ പച്ചക്കറി വാങ്ങാനാണ്. എന്താണ് നീ എന്നെക്കുറിച്ച് ആരോപിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ കാണുന്ന ആർക്കും ഇവനെ ഋഷിൻ വർമ്മയാണെന്ന് തോന്നില്ല. അതുകൊണ്ട് തന്നെ ശ്രീലക്ഷ്മിക്കും സംശയമായി കാണുന്നതെല്ലാം സത്യമാണോ എന്നുള്ളത്. അവനെ ഒന്ന് നോക്ക് ശ്രീലക്ഷ്മി. എങ്ങനെയാണ് ഇവൻ മിസ്റ്റർ ഋഷിൻ വർമ്മയാവുക? അവർ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഇവൻ ഇത്രയും പണക്കാരനാണെങ്കിൽ പിന്നെ എങ്ങനെ എളുപ്പത്തിൽ എന്റെ കൂടെ ജീവിക്കും? ഞാൻ വെറുതെ ചിന്തിച്ചു കൂട്ടുകയാണ്. ശ്രീലക്ഷ്മി ഒരു ഡിറ്റക്റ്റീവിനെ സമീപിച്ചു. അവിടെ സംഭവിച്ചത് അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു. നീ എൻ്റെ ജീവിതത്തിലെ സ്വന്തം ഭർത്താവിനെ പറ്റി ചാരമൂലം അറിയാൻ വരുന്ന 420ാമത്തെ സ്ത്രീയാണ്. നിനക്കെന്താണ് നിന്റെ ഭർത്താവിനെ കുറിച്ച് അറിയേണ്ടത്? ഞാൻ നിന്റെ ഈ സംസാരം കേൾക്കാനല്ല വന്നത്. നീ ചോദിക്കുന്ന പണം ഞാൻ തരും. നീ ഞാൻ പറയുന്നത് ചെയ്താൽ മതി. ബാക്കി ഒന്നും അന്വേഷിക്കണ്ട. അതും ശരിയാണ്. ശരി, നിന്റെ ഭർത്താവിന്റെ ഫോട്ടോ നോക്കട്ടെ. തീർച്ചയായും. ഡിക്റ്റേറ്റീവ് ഋഷിയുടെ ഫോട്ടോ കണ്ടപ്പോൾ ഒരു പ്രേതത്തെ കണ്ട പോലെ അവൻ ഞെട്ടിപ്പോയി. ഈ മനുഷ്യനെ കുറിച്ചാണോ നീ എന്നോട് അന്വേഷിക്കാൻ പറയുന്നത്? അതെ. നിനക്കെന്താ മോളെ വയ്യേ? സൂക്ഷിച്ച് സംസാരിക്കണം. ഇവനെ തന്നെയാണ് നീ സ്പൈ ചെയ്യേണ്ടത്. നിനക്കറിയാമോ നീ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന്? ഇദ്ദേഹം നിന്റെ ഭർത്താവാണെന്ന് നീ കള്ളം പറയുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തു ബോധമില്ലാത്ത വാക്കുകളാണ് പറയുന്നത്. ഈ ആൾ എന്റെ ഭർത്താവാണ്. എല്ലാവരും എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഒരു കാര്യം ചെയ്യ്, നീ എഴുന്നേറ്റ് എൻ്റെ ഓഫീസിൽ നിന്ന് പോ. എനിക്ക് ചാരവണി ചെയ്യണ്ട. എനിക്കെന്റെ ജീവനാണ് വലുത്. എങ്കിൽ ഈ ആളാരാണ്? എല്ലാവരും ഇവനെ കണ്ടാൽ ഇത്ര ഭയക്കുന്നത് എന്തുകൊണ്ട്? നീ എവിടെയാണ് ജീവിച്ചത്? നിനക്ക് ഇയാളെ അറിയില്ലേ? ഇവൻ സാധാരണ ആളല്ല. നഗരത്തിലെ ഏറ്റവും വലിയ ആളാണിവൻ. ഡിറ്റക്റ്റീവ് ഋഷിയെക്കുറിച്ച് ശ്രീലക്ഷ്മിയോട് പറഞ്ഞതോടെ അവൾ അമ്പരന്നു. എന്താണ് ഡിറ്റക്റ്റീവ് ഋഷിയെക്കുറിച്ച് പറഞ്ഞത്? ഋഷിയുടെ അക്കൗണ്ടിൽ 2000 കോടി രൂപയുണ്ടോ? ശ്രീലു, ഇന്ന് അല്പം മുമ്പ് നിന്റെ മുത്തശ്ശി എന്നെ വിളിച്ചായിരുന്നു. മറ്റേ ത്രൈമീഡിയയുടെ മീറ്റിങ്ങിനെ പറ്റി നിന്നോട് സംസാരിക്കാൻ നാളെ മിക്കവാറും വിളിക്കും. ഋഷി പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി ഒന്ന് നിശ്വസിച്ചു. ഹേ, അതവർ ആ സിദ്ധാർത്ഥിനെ ഏൽപ്പിച്ചോട്ടെ. താല്പര്യമില്ലാത്ത മട്ടിൽ അവൾ പറഞ്ഞു, നീ നെഗറ്റീവ് അടിക്കാതെ, ഇത് നിനക്കുള്ളതാ. എന്തായാലും നിന്നെ അവര് വിളിക്കും. അപ്പോ ചാടിക്കേറി ഒക്കെ പറയാതെ ശകലം ചാട ഇട്ടോണം, കേട്ടല്ലോ? ഋഷി പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി ചിരിച്ചുകൊണ്ട് തലയാട്ടി. പിറ്റേന്ന് ശ്രീലക്ഷ്മി ഓഫീസിൽ പോയില്ല. എങ്കിലും ഋഷി അവന്റെ കമ്പനിയിലേക്ക് പോയി. ഇപ്പോഴത്തെ തന്റെ ജീവിതം അല്പം കൂടെ എളുപ്പമായ പോലെ തോന്നിയിരുന്നു ഋഷിക്ക്. ഓഫീസിലെ ചെയർമാൻ ആയിരുന്നെങ്കിലും അധികം സ്ട്രെസ്ഡ് ഉണ്ടാക്കാതെ നല്ലപോലെ അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു നിഹാരിക. സർ, വർമാസിൽ നിന്നും താങ്കളെ കാണാൻ ഒരു ഓൾഡ് ലേഡി വന്നിട്ടുണ്ട്. ഓഫീസിൽ എത്തിയ പാടെ നിഹാരികയിൽ നിന്നും ഋഷി ആ ന്യൂസ് കേട്ട് പെട്ടെന്ന് CCTV ചെക്ക് ചെയ്തു. എന്താ സർ അവരോട് പറയേണ്ടത്? നിഹാരിക സംശയത്തോടെ ചോദിച്ചു. സേ ഹർ ഗെറ്റ് ലോസ്റ്റ്, ഋഷി പറഞ്ഞു. ചെയർമാനെ കണ്ട് സംസാരിക്കാൻ ത്രൈമീഡിയയിലെത്തിയ ആ സ്ത്രീ വേറെ വഴിയില്ലാതെ തിരികെ പോയി. അതോടെ ശ്രീലക്ഷ്മിയെ കൂടാതെ ത്രൈമീഡിയയുമായുള്ള ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവാൻ പ്ലാൻ ചെയ്ത മഹാദേവിക്ക് ശ്രീലക്ഷ്മിയുടെ സഹായമില്ലാതെ പറ്റാത്ത അവസ്ഥയായി. ശ്രീലക്ഷ്മി അന്ന് ഓഫീസിൽ പോയിട്ടില്ലായിരുന്നു. അവളും ദേവയാനിയും സൂപ്പർ മാർക്കറ്റിൽ പോയി വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് മഹാദേവി വർമ്മയുടെ കോൾ വരുന്നത്. ഇന്നലെ ഇങ്ങനൊരു കാര്യം ഋഷൻ സൂചിപ്പിച്ചായിരുന്നെങ്കിലും ശരിക്കും അവൾ അത് ശ്രദ്ധിച്ചിട്ടേ ഇല്ലായിരുന്നു. ഇതിപ്പോ തന്റെ ഭർത്താവ് പറഞ്ഞ പോലെ ഉണ്ടല്ലോ. ഫോൺ സ്ക്രീനിൽ നോക്കി അവൾ അന്താളിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ദേവയാനി അവളുടെ കയ്യിലെ ഫോണിലേക്ക് നോക്കി. നോക്ക്, ഫോൺ സ്പീക്കർ മോഡ് ഓണാക്ക്. അവരും ആകെ ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. ആ ഓക്കെ. ശ്രീലക്ഷ്മി കോൾ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിട്ടു. ആ പറയൂ മുത്തശ്ശി, ശ്രീലക്ഷ്മി പറഞ്ഞു. ശ്രീലുമോളെ, മോളിപ്പോ എവിടെയാ? മുത്തശ്ശിക്ക് മോളോടൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. മോളിപ്പോ ഫ്രീ ആണോ? മഹാദേവി വർമ്മയുടെ സ്വരം വളരെ മൃദുലമായിരുന്നു. അത് കേട്ട് ഒരു സെക്കൻഡ് ശ്രീലക്ഷ്മി ഒന്ന് ഞെട്ടി. ഞാൻ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലാ. സാരല്ല, മുത്തശ്ശി പറഞ്ഞോളൂ, ശ്രീലക്ഷ്മി സംശയത്തോടെ തിരക്കി.
ശ്രീലു, എനിക്ക് നിന്റെ ഒരു ചെറിയ സഹായം ആവശ്യമുണ്ട്. നിനക്ക് പറ്റില്ലേ? വളരെ സോഫ്റ്റ് ആയിട്ടായിരുന്നു അവരത് പറഞ്ഞത്. മുത്തശ്ശി എന്ത് സഹായമാണ് വേണ്ടതെന്ന് പറയാതെ ഞാൻ എന്തുത്തരം നൽകാനാ? ശ്രീലക്ഷ്മി ശാന്തമായ സ്വരത്തിൽ മഹാദേവിയോട് പറഞ്ഞു. അത് മോളെ, ട്രൈ മീഡിയയുമായുള്ള നാളത്തെ ബിസിനസ് മീറ്റിന് വർമാസിന്റെ റെപ്രസെന്റേറ്റീവായി മോള് വേണം പോവാൻ. അത് മാത്രമല്ല, അവരുമായുള്ള കോൺട്രാക്ടിന്റെ എല്ലാ ചുമതലകളും മോള് തന്നെ കൈകാര്യം ചെയ്യുന്നതാവും നന്നാവുക. നാളത്തെ മീറ്റിംഗിൽ മോള് മസ്റ്റായിട്ടും പോണം. ആ ബിസിനസ് കോൺട്രാക്ട് നേടിയെടുത്ത മോള് തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യാനും എല്ലാം കൊണ്ടും നല്ലത്. സിദ്ധാർത്ഥിന്റെ പേര് അതിൽ കടന്നു വരാതെ വളരെ ശ്രദ്ധാപൂർവമായിരുന്നു അവർ സംസാരിച്ചത്. കഴിഞ്ഞ രാത്രി ഋഷിൻ തന്നോട് സൂചിപ്പിച്ചിരുന്നത് അവൾക്ക് ഓർമ്മ വന്നു. ഇറ്റ്സ് ഓക്കെ മുത്തശ്ശി, ഇതിന്റെയൊക്കെ ചുമതല നിങ്ങൾ സിദ്ധാർത്ഥിനെ ഏൽപ്പിച്ചതല്ലേ? ഈയൊരു കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചത് വെറും ഫോർമാലിറ്റിക്കാണെന്ന് എനിക്കറിയാം. എനിക്കിതിൽ ഇൻവോൾവ് ആവാൻ താല്പര്യമില്ല. വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലെങ്കിൽ ഞാൻ വെക്കട്ടെ, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. അതും പറഞ്ഞ് അവൾ കോള് ഡിസ്കണക്റ്റ് ആക്കി. എന്റെ പൊന്ന് ശ്രീലു, നീ എന്താ ഈ ചെയ്തേ? നിനക്ക് കൂടെ കൂടെ ഒട്ടും വിവരമില്ലാണ്ടാവാണോ? എന്ത് മണ്ടത്തിനാണ് നീ ഇപ്പൊ ചെയ്തത്? അമ്മ ഇങ്ങോട്ട് വന്ന് നിനക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നിട്ട് നീ അത് തട്ടിക്കളഞ്ഞില്ലേ? ശോ ശ്രീലു, ഇന്നലെയല്ലേ ഇതേ അവസരം കൈവിട്ട് പോയെന്നും പറഞ്ഞ് നീ ടെൻഷൻ അടിച്ച് നടന്നത്. ഇന്നിപ്പോ ഇങ്ങോട്ട് ചോദിച്ചപ്പോ നിനക്ക് പറ്റില്ല. നിനക്ക് തലയ്ക്ക് ഓളം വല്ലതുണ്ടോ? ദേവയാനിക്ക് ശ്രീലക്ഷ്മി എടുത്തടിച്ച് പറഞ്ഞപ്പോൾ ദേഷ്യമാണ് തോന്നിയത്. അമ്മേ, ഇതൊരു സൂപ്പർ മാർക്കറ്റാണ്, എന്തിനാ ഇങ്ങനെ തൊണ്ടകീറി ഉച്ചത്തിൽ സംസാരിക്കുന്നേ? ഋഷിൻ പറഞ്ഞതുപോലെ സംഭവിച്ചതിൽ അവൾക്ക് അത്ഭുതം തോന്നി. അവൾ ഋഷിന് മെസ്സേജ് അയച്ചു. ഇതേ സമയം ട്രൈ മീഡിയയിൽ തന്റെ ക്യാബിനിലിരുന്ന് ലക്ഷ്മണനോട് സംസാരിക്കുകയായിരുന്നു ഋഷിൻ. സർ, ഇന്ന് ലഞ്ചിന് വരുമോ? ഞാനൊരു സ്പെഷ്യൽ ലഞ്ച് സാറിന് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും വരണം. ഞാൻ വരാം. പക്ഷേ താൻ എന്നെ സാർ എന്ന് വിളിക്കണ്ട, ഋഷിന്ന് വിളിച്ചാൽ മതി. ഈ സർ വിളിയിൽ വല്ലാത്തൊരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഋഷി കെറുവോടെ പറഞ്ഞു. ഓക്കെ ഋഷി. മടിച്ച് അയാൾ ഋഷി അങ്ങനെ വിളിച്ചു. ഇപ്പൊ ഓക്കെ. ഞാൻ നിന്റെ ബോസ് അല്ല, ഫ്രണ്ടാണ്. അതാ എനിക്ക് കംഫർട്ട്. ഇതും പറഞ്ഞ് അവൻ ഫോൺ എടുത്തപ്പോഴാണ് ശ്രീലക്ഷ്മിയുടെ മെസ്സേജ് കണ്ടത്. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മുത്തശ്ശി എന്നെ വിളിച്ചായിരുന്നു. ട്രൈ മീഡിയയുമായുള്ള ബിസിനസ് ചുമതല ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടാണ് വിളിച്ചത്. ഞാൻ താല്പര്യമില്ലെന്ന് തറപ്പിച്ച് പറഞ്ഞു. അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ വിഡ്ഢിത്തമാണ് കാണിച്ചതെന്ന് പറഞ്ഞ് അമ്മ എൻ്റെ അടുത്ത് ചൂടായി. പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഐ ട്രസ്റ്റ് യു. ഒന്നുമില്ലാതെ ഋഷി അങ്ങനെ പറയില്ലെന്ന് എനിക്കറിയാം. ലവ് യു. ഇതായിരുന്നു അവളുടെ മെസ്സേജ്. അതും വായിച്ച് അവൻ ഒരു കള്ള ചിരിച്ച് അവൾക്കുള്ള റിപ്ലൈ ടൈപ്പ് ചെയ്തു. നീ ടെൻഷൻ ആവണ്ട, നമ്മൾ പറഞ്ഞ പോലെ മുത്തശ്ശി നിന്നെ വിളിച്ചല്ലോ. ഡെഫിനറ്റായും അവർ ഇതിലും നല്ല ഓഫർ നിനക്ക് നൽകും. അതുവരേക്കും നീ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. ഋഷി സമയം നോക്കി. 1 മണി കഴിഞ്ഞിരുന്നു. അവൻ കമ്പനിയിൽ നിന്നും പുറത്തേക്കിറങ്ങി സ്കൂട്ടർ എടുത്തു. ലക്ഷ്മണിന്റെ സ്പെഷ്യൽ ക്ഷണം അനുസരിച്ച് ഹോട്ടലിലേക്ക് ലഞ്ച് കഴിക്കാൻ ഇറങ്ങിയതായിരുന്നു ഋഷിൻ. ഹോട്ടലിൽ എത്തിയപ്പോൾ തന്നെയും കാത്ത് ലക്ഷ്മൺ നിൽക്കുന്നത് കണ്ടു. അവൻ ഋഷിനെ ഒന്ന് കെട്ടിപ്പിടിച്ച് അകത്തേക്ക് വെൽക്കം ചെയ്ത ശേഷം അവർ ലഞ്ച് കഴിക്കാനിരുന്നു. വെയിറ്റേഴ്സ് അവർക്കുള്ള ലഞ്ച് സെർവ് ചെയ്തു. കഴിക്കാൻ തുടങ്ങും മുന്നേ ഒരു വെയിറ്റർ ഒരു അടച്ച സ്റ്റീൽ ബൗളുമായി വന്നു. അത് ടേബിളിൽ വെച്ച ശേഷം അയാൾ അല്പം മാറി നിന്നു. ലക്ഷ്മൺ ആ ബൗളിന്റെ അടപ്പ് തുറന്നു. ഒരു വെൽവെറ്റ് ബോക്സ് പുറത്തെടുത്ത് ഋഷിന് നേരെ നീട്ടി. ഋഷി, ഇതെന്റെ വക അഡ്വാൻസ് ബർത്ത്ഡേ ഗിഫ്റ്റാണ്. ഓ, എന്താണത്? ഇതൊരു മെഡിസിനാണ്. വളരെ റെയറായിട്ടുള്ള ഇത് എനിക്ക് കിട്ടിയിട്ട് 2 വർഷത്തോളായി. അതിന് ലക്ഷ്മൺ, എനിക്കിപ്പോ അസുഖമൊന്നുമില്ലല്ലോ. ഇതെന്തിനുള്ള മെഡിസിൻ ആണെന്നും നീ പറഞ്ഞില്ലല്ലോ. ഇത് ഹെൽത്ത് നന്നാവാനുള്ള മരുന്നാ. എന്നിട്ട് നീ എന്താ കഴിക്കാഞ്ഞേ? എനിക്ക് ആരോഗ്യക്കുറവൊന്നുമില്ല. പക്ഷേ ഋഷി, താനിപ്പോ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. അതാ ഞാൻ നിനക്കിത് ഗിഫ്റ്റായിട്ട് തന്നത്. എന്തായാലും താങ്ക് യു. വാ ഇരിക്ക്, നമുക്ക് ലഞ്ച് കഴിക്കാം, ഋഷി സൗമ്യമായി പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മൺ അവനടുത്തിരുന്നു. കഴിക്കാനിരുന്നപ്പോൾ തന്നെ ലക്ഷ്മണിന് ഒരു അർജന്റ് കോൾ വന്നു. സോറി ഋഷി, എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. കുഴപ്പമില്ലല്ലോ, ഞാൻ ഇറങ്ങിക്കോട്ടെ? ആ ലഞ്ചിൽ ഋഷിനെ തനിച്ചാക്കി പോകേണ്ടി വന്നതിൽ ക്ഷമാപണം നടത്തിക്കൊണ്ട് ചോദിച്ചു. ഏയ്, നോ പ്രോബ്ലം, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ. നീ വിട്ടോ, ഞാൻ കഴിച്ചോളാം, ഋഷി പറഞ്ഞു. ഇങ്ങനെ നിന്നെ തനിച്ചാക്കി പോകേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. നമുക്ക് മറ്റൊരു ഡേ കാണാം, ബൈ. ഋഷിയോട് കൈ കാണിച്ച് പോകും മുൻപേ ലക്ഷ്മൺ പറഞ്ഞു. ഇതേ സമയം
ശ്രീലക്ഷ്മി ഫോൺ എടുത്ത് നോക്കിയപ്പോൾ തന്റെ മെസ്സേജിന് ഋഷിൻ റിപ്ലൈ അയച്ചത് കണ്ടു. അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. ലഞ്ച് കഴിച്ച് അവൻ ലക്ഷ്മൺ തനിക്ക് സമ്മാനിച്ച പ്രീ ബർത്ത്ഡേ ഗിഫ്റ്റ് എടുത്ത് പോക്കറ്റിൽ വെച്ചു. ശേഷം ഋഷിൻ നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പോഴും ശ്രീലക്ഷ്മിയും ദേവയാനിയും ഷോപ്പിംഗ് കഴിഞ്ഞ് മടങ്ങിയെത്തിയിട്ടില്ലായിരുന്നു. ഫ്രഷായി ഋഷി റൂമിൽ ചുമ്മാ ഇരുന്നപ്പോൾ ലക്ഷ്മൺ തന്ന ഗിഫ്റ്റിന്റെ കാര്യം അവൻ ഓർത്തു. തന്റെ ആ വെൽവെറ്റ് ബോക്സ് എടുത്ത് തുറന്നു നോക്കി. നല്ല ഭംഗിയുള്ളൊരു കോട്സ് ബോട്ടിൽ. അതിന്റെ മൂടി അവൻ തുറന്നു നോക്കി. അതിന് വല്ലാത്തൊരു സുഗന്ധമുണ്ടായിരുന്നു. ആ ഗന്ധം മുറിയിലാകെ പടർന്നു. അവൻ ആ കുപ്പിയിൽ നിന്നും ആ ടാബ്ലറ്റ്സ് എടുത്ത് കഴിച്ചു. വെള്ളമെടുത്ത് കുടിക്കും മുൻപേ ഗുളിക ഉരുകി തൊണ്ടയിൽ കയറിയതായി അവന് തോന്നി. എന്താ ഇത്? ഇനിയിപ്പോ എന്ത് സംഭവിക്കും? അവൻ കുറച്ചു നേരം നോക്കിയിരുന്നു. 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടും അവന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അയ്യേ, ഇതെന്താ? വൈറ്റമിൻ ടാബ്ലറ്റ് ആണെന്ന് തോന്നുന്നു. അവൻ എന്തൊരു തള്ളായിരുന്നു. ഋഷിൻ കണ്ണാടിയിൽ നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അവന് വല്ലാതെ വയറ് വേദനിക്കാൻ തുടങ്ങി. മേലാകെ തണുപ്പ് പടരാൻ തുടങ്ങി. ശരീരം മൊത്തം വിറയ്ക്കാൻ തുടങ്ങി. അവൻ ബാലൻസ് കിട്ടാതെ തറയിലേക്ക് വീണു. അവന്റെ ശരീരം അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. പതിയെ അവന്റെ ചലനം നിലച്ചു. അവന്റെ ബോധം മറഞ്ഞു. അയ്യേ, എന്താ ഇത്? ഈ സാധനത്തിൽ നിന്നാണോ ഈ വൃത്തികെട്ട സ്മെല്ല്? ഛേ, ആകെ വൃത്തികേടായല്ലോ. ദൈവമേ, സമയം ഇത്രയൊക്കെ ആയോ? ഞാൻ ഇത്രയും നേരം ഇവിടെ കിടക്കുകയായിരുന്നോ? അയ്യോ, ശ്രീലു അമ്മായും വരാറായല്ലോ. അവര് വന്ന് ഇത് എന്തെങ്കിലും കണ്ട പ്രശ്നമാവുമല്ലോ. തറയിൽ നിന്നും അതും പറഞ്ഞ് തട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു അവൻ. പിന്നെ ഒട്ടും സമയം കളയാതെ മുഷിഞ്ഞു നാറിയ തന്റെ വസ്ത്രങ്ങൾ ഊരി വാഷിംഗ് മെഷീനിലിട്ടു. എന്നിട്ട് ഒരു ബക്കറ്റ് വെള്ളവും മോപ്പുമായി വന്ന് വേഗം അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനും തുടങ്ങി. 2-3 വട്ടം തുടച്ചപ്പോഴാണ് ആ മഞ്ഞ ദ്രാവകം തറയിൽ നിന്നും ശരിക്കും പോയത്. വൃത്തിയായി തുടച്ച ശേഷവും ആ ഗന്ധം ഇനിയും ആ മുറിയിൽ നിന്നും പോയിട്ടില്ലായിരുന്നു. അത് ശ്രദ്ധിച്ച ഋഷി എയർ ഫ്രഷ്നർ എടുത്ത് അവിടെ ആകെ അടിച്ചു. ശേഷം സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഋഷി പോയി കുളിച്ചു. കുളി കഴിഞ്ഞ് ഋഷി റൂമിന് വെളിയിൽ ഇറങ്ങിയപ്പോഴേക്കും പുറത്തുനിന്നും കോളിംഗ് ബെല്ലിന്റെ ശബ്ദം മുഴങ്ങി. അത് കേട്ട ഋഷി പെട്ടെന്ന് ചെറുതായി ഒന്ന് പരിങ്ങി. ശ്രീലുവും അമ്മയും ആവും. അവർക്ക് സംശയമൊന്നും തോന്നല്ലേ ദൈവമേ. അറിയാവുന്ന ദൈവങ്ങളെയെല്ലാം മനസ്സിലോർത്തുകൊണ്ട് ഋഷി മുൻപിലെ ഡോറ് തുറന്നു കൊടുത്തു. പ്രതീക്ഷിച്ച പോലെ തന്നെ അത് ശ്രീലക്ഷ്മിയും ദേവയാനിയും ആയിരുന്നു. ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ട് എന്തേ ആ ഗേറ്റ് ഒന്ന് തുറക്കാൻ വരാഞ്ഞേ? എത്ര തവണ ഹോൺ അടിച്ചോന്നറിയോ? അവസാനം ശ്രീലു ഇറങ്ങേണ്ടി വന്നു അത് തുറക്കാൻ. ഋഷിയെ കണ്ടപാടെ ദേവയാനി ഈർഷ്യയോടെ തിരക്കി. അയ്യോ, ഞാൻ കേട്ടില്ല അമ്മായി. ഋഷി നേരിയ പരിഭ്രമത്തോടെ അവരോട് പറഞ്ഞു. അതെന്തേ? നീ ഇവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നോ? ദേഷ്യത്തോടെ തന്നെയായിരുന്നു ദേവയാനിയുടെ ആ ചോദ്യം. അത് പിന്നെ അമ്മായി, എനിക്ക് ചെറിയൊരു പനി പോലെ ദേഹമൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് കാരണം ഞാനൊന്ന് ചെറുതായി ഉറങ്ങിപ്പോയി. ദയനീയ ഭാവത്തിൽ ഋഷി പറഞ്ഞു. അയ്യോ, എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട് ഋഷി? ഹോസ്പിറ്റലിൽ പോണോ? ഋഷി പറഞ്ഞത് കേട്ട് അവൾ അവന്റെ കഴുത്തിലും നെറ്റിയിലുമൊക്കെ കൈവച്ച് നോക്കിക്കൊണ്ട് ശ്രീലക്ഷ്മി ചോദിച്ചു. ഹേയ്, ഇല്ലടാ, ഇപ്പൊ കുഴപ്പമില്ല. അധിക നേരം അവിടെ നിൽക്കാതെ ദേവയാനി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയി. അവർ നേരെ ചെന്നത് അടുക്കളയിലേക്കായിരുന്നു. അവിടെ എത്തി മൂടി വെച്ച ഓരോ പാത്രങ്ങളും തുറന്നു നോക്കി. പക്ഷേ എല്ലാം കാലിയായിരുന്നു. എന്റെ പൊന്നു ദൈവങ്ങളെ, എന്തൊരു കഷ്ടമാണിത്! കഴിക്കാൻ പോലും ഉണ്ടാക്കാതെയാണോ ഋഷി നീ പോത്തുപോലെ കിടന്നുറങ്ങിയത്? ഞാൻ പറഞ്ഞില്ലേ അമ്മായി, എനിക്ക് വയ്യായിരുന്നു എന്ന്. അതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് നമുക്ക് പുറത്തുനിന്ന് കഴിച്ചൂടെ പ്ലീസ്? ഋഷി അവരെ നോക്കി ദയനീയതയോടെ ചോദിച്ചു. അത് കേട്ട് മറുപടിയായി ദേവയാനി എന്തോ പറയാൻ തുടങ്ങിയിരുന്നു. പക്ഷേ അതിനു മുൻപേ ശ്രീലക്ഷ്മി അവർക്കിടയിൽ കയറി. നിനക്ക് സുഖമില്ലെങ്കിൽ നേരത്തെ വിളിച്ച് പറഞ്ഞൂടായിരുന്നു ഋഷി. ഫുഡ് ഞങ്ങൾ പാഴ്സൽ വാങ്ങി വന്നേനല്ലോ. സാരില്ല, ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഏതായാലും എല്ലാവരും പെട്ടെന്ന് ചെന്ന് ചേഞ്ച് ചെയ്യ്, നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാം. ശ്രീലക്ഷ്മി പെട്ടെന്ന് പറഞ്ഞത് കേട്ട് ദേവയാനി ഒരു നിമിഷം ആശ്ചര്യപ്പെട്ടുപോയി. ഓ, ഇങ്ങനെ ചുമ്മാ നിൽക്കാതെ പെട്ടെന്ന് പോയി റെഡിയാവമ്മേ. നേരത്തെ പുറത്തുപോയി വന്നതിന്റെ ക്ഷീണമൊക്കെ മുഖത്ത് ഇപ്പോഴും അപ്പടി തന്നെ കിടക്കുക. ചെല്ല് ഋഷി, നീ വാ, ഡ്രസ്സ് മാറാൻ നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ശ്രീലക്ഷ്മി അതും പറഞ്ഞ് ഋഷിയെ വലിച്ച് നേരെ റൂമിലേക്ക് പോയി. റൂമിലെത്തിയതും അവൾ അവന്റെ കൈവിട്ടു. റൂമിന്റെ ഡോറ് ലോക്ക് ചെയ്തു. നോക്ക് ഋഷി, അമ്മയുടെ അടുത്തുനിന്ന് ചുമ്മാ ഇങ്ങനെ ചീത്ത കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല. ദയവ് ചെയ്ത് ഇതുപോലെ വല്ലതും പറ്റിയ താൻ അമ്മയ്ക്ക് മുൻപ് എന്നോട് പറയണം, കേട്ടല്ലോ?
പ്ലീസ്. ശ്രീലക്ഷ്മി കരുതലോടെ അവനോട് പറഞ്ഞു. ഋഷി അവളോടൊന്ന് പുഞ്ചിരിച്ചു. സോറി, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ശ്രീലു. ഋഷി നിഷ്കളങ്കമായി പറഞ്ഞു. ശ്രീലക്ഷ്മി അവനെ ഒന്ന് ഹഗ് ചെയ്തു. താൻ ഇത്ര പാവാമത ഋഷി. ശ്രീലക്ഷ്മി അതുപോലെ അവനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു. ഋഷി മറുപടി എന്നോണം അവളോടൊന്ന് മൂളി. ഏയ്, ഞാനൊരു കാര്യം പറയാൻ മറന്നു. 2 ദിവസം കഴിഞ്ഞ് മഹാദേവി മുത്തശ്ശിയുടെ ബർത്ത്ഡേ ആണ്. ഓർമ്മ വന്ന പോലെ ശ്രീലക്ഷ്മി പറഞ്ഞു. അവനിൽ നിന്നും വിട്ടുമാറിക്കൊണ്ട് അവൾ പറഞ്ഞത് കേട്ട് ഋഷി സംശയത്തോടെ അവളെ നോക്കി. ഋഷിയുടെയും മഹാദേവിയുടെയും ബർത്ത്ഡേ ഒരേ ദിവസമായിരുന്നു. പക്ഷേ ശ്രീലക്ഷ്മി ആകെ ഓർത്തത് മഹാദേവിയുടെ പിറന്നാൾ മാത്രമായിരുന്നു. താൻ എന്റെ ബർത്ത്ഡേ മറന്നു ശ്രീലു. ഋഷി അത് മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് ശ്രീലക്ഷ്മിയെ നോക്കി. പക്ഷേ അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ മഹാദേവിയുടെ ബർത്ത്ഡേയെ പറ്റി വാചാലയാവുകയായിരുന്നു. 2 വർഷമായി ഞങ്ങൾ നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പിലാണ്. പിരിയാതെ ഇത്ര കാലം പോയില്ലേ, അത് തന്നെ വലിയ കാര്യമാണ്. ആ പോയ 2 വർഷവും ശ്രീലു എന്റെ 2 ബർത്ത്ഡേയും മറക്കാതെ ഓർത്ത് എന്നെ വിഷ് ചെയ്തിട്ടുണ്ട്. അത് മതി. ഋഷി തന്നെ തന്നെ ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണം പിറുപിറുത്തു. ഋഷി, നീ കേൾക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ച കാര്യത്തെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? ശ്രീലക്ഷ്മി അല്പം ഉറക്കെ ചോദിച്ചത് കേട്ടപ്പോൾ ഋഷി അവളെ നോക്കി. എന്താ ശ്രീലു? ഋഷി സംശയത്തോടെ അവളോട് ചോദിച്ചു. താനപ്പ ഞാൻ പറഞ്ഞ ഒന്നും കേട്ടില്ലേ? ശ്രീലക്ഷ്മി ചോദിച്ചു. താൻ പറഞ്ഞത് മുത്തശ്ശിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റിനെ പറ്റിയല്ലേ? ഋഷി എന്തോ കേട്ട ഓർമ്മയിൽ സംശയത്തോടെ അവളോട് ചോദിച്ചു. ആ, എനിക്കാണെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഗിഫ്റ്റിന്റെ കാര്യം ഓർത്തിട്ട്. ശ്രീലക്ഷ്മി അതും പറഞ്ഞ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഹേയ്, അതോർത്ത് താൻ ടെൻഷൻ അടിക്കുകയേ വേണ്ട. ആ കാര്യം ഞാൻ നോക്കിക്കോളാം. ഋഷി ഒരു ചിരിയോടെ പറഞ്ഞു. ഋഷി, ഇത് മുത്തശ്ശിയുടെ കാര്യമാണ്. എന്തേലും പ്രശ്നം പറ്റിയാൽ അത് വലിയ സീനാവും. അവരുടെ ആ ഓഫർ തന്നെ ഞാൻ സ്വീകരിക്കില്ലെന്ന് ഓൾറെഡി പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഒരു റീസൺ കിട്ടിയാൽ അവരെന്നെ പൊരിക്കും, കൂടെ നിന്നെയും. ശ്രീലക്ഷ്മി ചെറിയ ഭയത്തിൽ പറഞ്ഞു. ഏഹ്, എന്താ ശ്രീലു ഇത്? ഞാൻ സീരിയസ് ആയി പറഞ്ഞതാ. എന്റെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ട്. അതെന്തായാലും നിന്റെ മുത്തശ്ശി അത്ഭുതപ്പെടുത്തും. അതിന്റെ ഇടയ്ക്ക് നിനക്ക് പണി തരാനുള്ള ഗ്യാപ്പ് ഒന്നും അവർക്ക് കിട്ടില്ല. ഐ പ്രോമിസ്. ഋഷി പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു. അത് കേട്ട് ശ്രീലക്ഷ്മി ഒന്ന് ചിരിച്ചു. ശരി, നിന്റെ ഐഡിയ തന്നെ ഫോളോ ചെയ്തോ. നല്ലപോലെ ശ്രദ്ധിക്കണം. ആ ഗിഫ്റ്റ് കൊടുത്ത കാരണം നിനക്കോ എനിക്കോ ഒരു പ്രശ്നം ഉണ്ടാവരുത്. താൻ മണ്ടത്തരമൊന്നും ചെയ്യില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഒഫീഷ്യലിൽ തന്നെ വിശ്വസിച്ച് ഞാൻ ഈ ഗിഫ്റ്റിന്റെ കാര്യം തനിക്ക് വിട്ടു തരുക. ശ്രീലക്ഷ്മി പറഞ്ഞത് കേട്ട് ഋഷി ചിരിയോടെ തലയാട്ടി. 2 ദിവസം പെട്ടെന്ന് കടന്നുപോയി. അങ്ങനെ ആ ബർത്ത്ഡേ വന്നെത്തി. പാർട്ടി അറേഞ്ച് ചെയ്തത് തറവാട്ടിൽ വെച്ചായിരുന്നു. പാർട്ടിക്കായി ദേവയാനി അമ്മയും ശ്രീലക്ഷ്മിയും ആദ്യം മുൻപിൽ പോയി. ശേഷം പറഞ്ഞുറപ്പിച്ച പോലെ ഋഷി മഹാദേവിക്കുള്ള ഗിഫ്റ്റ് വാങ്ങി പുറകെ വരാമെന്ന് പറഞ്ഞു. ഋഷി, മുത്തശ്ശിക്ക് ഒരു നല്ല ഗിഫ്റ്റ് തന്നെ വാങ്ങി വരണേ ദൈവമേ. ഇത്രയും തവണ അത്രയും റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിട്ടും കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്. അതുപോലെ തന്നെ ആയിരിക്കണേ കാര്യങ്ങള്. പൊട്ടിത്തെറിക്കാനായി ഒരു വലിയ പ്രശ്നം കാത്തിരിക്കുന്നുവെന്ന് അറിയാതെ ശ്രീലക്ഷ്മി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏറെ വൈകാതെ പാർട്ടിയിൽ ഋഷിയും ജോയിൻ ചെയ്തു. അവന്റെ കയ്യിൽ ഗിഫ്റ്റുള്ള ഒരു ബാഗും ഉണ്ടായിരുന്നു. ഈ ബാഗ് കുറച്ച് ചെറുതായി പോയോ? ശേ, ടെൻഷൻ കാരണം എനിക്കാണെങ്കിൽ ഒന്നും പറയാനും മനസ്സിലാക്കാനും പറ്റുന്നില്ലല്ലോ. ഋഷിയുടെ കയ്യിലെ ബാഗ് നോക്കി ദേവയാനി പിറുപിറുത്തു. ശ്രീലമോളെ, എനിക്ക് തോന്നുന്നത് ഏറ്റവും വേസ്റ്റ് സമ്മാനം ഋഷി കൊണ്ടുവന്നതാകൂ എന്നാണ്. അതുകൊണ്ട് നിന്റെ ഹസ്ബൻഡിനോട് ആള് കൂടും മുൻപേ അത് കൊടുത്തിങ്ങ് വരാൻ പറ. മെല്ലെ ശ്രീലക്ഷ്മിയുടെ അരികിൽ വന്ന് ദേവയാനിയമ്മ പല്ല് റുമ്മിക്കൊണ്ട് പറഞ്ഞു. അമ്മായി, എന്താ സ്നാക്സ് കഴിക്കും പോലെ ആ പല്ല് കടിക്കാതെ നോർമലായി ഇരിക്കേ. മുത്തശ്ശി ചിന്തിക്കാൻ പോലും ചാൻസ് ഇല്ലാത്ത ഒരു ഗിഫ്റ്റാണിത്. അവർക്കടുത്തേക്ക് വന്ന ഋഷി പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. അവസാനം അത് കണ്ടാ മതി. ദേവയാനിയമ്മ പിറുപിറുത്തു. അവർക്ക് അന്ന് ഋഷി തന്നോട് പോയി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് മുതൽ ഋഷിയോട് ദേഷ്യമായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ ശ്രീലക്ഷ്മി പണ്ടത്തെ പോലെ തന്റെ വാക്കുകളൊന്നും കേൾക്കുന്നുമില്ല. അതിന് കാരണക്കാരൻ ഋഷിയാണെന്ന് അവർ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. സമയം കടന്നുപോയി. എല്ലാവരും മുത്തശ്ശിക്ക് തങ്ങൾ കരുതിയ ഗിഫ്റ്റ്സ് ഓരോന്നായി കൊടുക്കാൻ തുടങ്ങി. മുത്തശ്ശിക്ക് ഏറ്റവും എക്സ്പെൻസീവ് ഗിഫ്റ്റ് ആരാണ് കൊടുക്കുകയെന്ന് എല്ലാവർക്കും ഇടയിൽ ഒരു ചെറിയ ചർച്ചയായി മാറിയിരുന്നു. ഫാമിലിയിലെ പ്രാർത്ഥന നൽകിയ ഡയമണ്ട് ബ്രൂച്ച് ആയിരുന്നു
ഇതുവരെ എല്ലാവരുടെയും ലിസ്റ്റിൽ മുന്നിട്ട് നിന്നത്. കൂടെ തന്നെ സിദ്ധാർത്ഥ് ഗിഫ്റ്റ് ചെയ്ത സ്വർണത്തിൽ തീർത്ത കൃഷ്ണന്റെ പ്രതിമയും. പ്രാർത്ഥന, നീ എനിക്ക് എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റേ തരാറുള്ളൂ. പക്ഷേ അതിൽ തന്നെ ദ ബെസ്റ്റ് വൺ ഈസ് ദിസ്. പ്രാർത്ഥന കൊടുത്ത ഡയമണ്ട് ബ്രൂച്ച് കാണിച്ച് മുത്തശ്ശി പറഞ്ഞു. താങ്ക്സ് മുത്തശ്ശി. മഹാദേവിയുടെ സന്തോഷം കണ്ട് പ്രാർത്ഥന ചിരിയോടെ പറഞ്ഞു. ശേഷം പ്രാർത്ഥന ഋഷി ഇരുന്നതിന് തൊട്ടടുത്ത് ഒഴിഞ്ഞ സീറ്റിൽ വന്നിരുന്നു. ഉയ്, നിങ്ങൾ കൊടുത്ത ആ ഗിഫ്റ്റ് ശരിക്കും ഒരു അടിപൊളി സെലക്ഷൻ ആയിരുന്നു. ആ ബ്രൂച്ച് ഒരു അപൂർവ സെലക്ഷൻ ആണെന്ന് മനസ്സിലാക്കിയ ഋഷി അവരോടായി പറഞ്ഞു. അവന്റെ ആ സംസാര ശൈലി കേട്ടപ്പോൾ തന്നെ പ്രാർത്ഥനയ്ക്ക് അല്പം ഇഷ്ടം തോന്നി. പക്ഷേ കുടുംബത്തിൽ ആരും വലിയ വില കൽപ്പിക്കാത്ത വ്യക്തിയാണ് ഋഷിനെന്ന് അവൾ ഓർത്തു. അതോടെ പ്രാർത്ഥന ഋഷി പറഞ്ഞതിനുള്ള മറുപടി ഒരു ചിരിയിൽ ഒതുക്കി. എന്റെ ഗസ് ശരിയാണെങ്കിൽ ഇത് പണ്ട് ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു പ്രത്യേക മുഗൾ രാജവംശത്തിൻ്റെതാണ്, അല്ലെ? ആ രാജവംശത്തിന്റെ പേര് ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് ഋഷി പറഞ്ഞു. പ്രാർത്ഥന ഒന്ന് ഞെട്ടി. അവിടെ ഉണ്ടായിരുന്ന ആർക്കും വലിയ ധാരണ പോലും ഇല്ലായിരുന്ന കാര്യമായിരുന്നു ഋഷിയ ചോദിച്ചത്. അതെങ്ങനെ തനിക്ക് മനസ്സിലായി? ഈ പുരാതനങ്ങളായ ആഭരണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വേറെ എന്തെല്ലാം അറിയാം? പ്രാർത്ഥന കൗതുകത്തോടെ ഋഷിയോട് ചോദിച്ചു. അതിന് മറുപടി പറയാതെ ഋഷി അവളോട് പുഞ്ചിരിച്ചു. മൈൻഡ് യുവർ വേർഡ്സ് ശരത്. നാവുണ്ടെന്ന് കരുതി എന്ത് വിളിച്ചു പറയാനാണോ നിന്റെ വിചാരം? ശ്രീലക്ഷ്മി ദേഷ്യത്തിൽ ചോദിച്ചത് കേട്ട് ശരത് ചിരിച്ചു. നോട്ട് ഓൺലി താങ്ക്, എന്റെ കയ്യിൽ പണവും ഉണ്ട്. ബിലീവ് മീ ആൻഡ് മാരി മീ ലക്ഷ്മി. നിർത്തിക്കോ ശരത്, ഞാൻ ഓൾറെഡി കല്യാണം കഴിച്ചു കഴിഞ്ഞു. ഇനിയും ഇതുപോലെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വന്നാ ഇനി ഞാൻ ക്ഷമിച്ചെന്ന് വരില്ല. ശ്രീലക്ഷ്മി ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. അവളുടെ ഹസ്ബൻഡായ ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്ത് ധൈര്യത്തിലാ നീ അങ്ങനെയൊക്കെ സംസാരിച്ചത്? ശരത്തിന്റെ ഷർട്ടിൽ പിടിച്ച് ദേഷ്യത്തിൽ ഋഷി ചോദിച്ചു. ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? 10 പൈസയ്ക്ക് ഗതിയില്ലാത്ത ഫെയിലിയർ. എന്തിനാടാ നീ എന്റെ ലക്ഷ്മിയെ ഓരോന്ന് പറഞ്ഞ് മയക്ക് തട്ടിയെടുത്തത്? എന്താടാ നീ പറഞ്ഞ? ശരത്തിനേക്കാൾ ഏറെ ദേഷ്യം ഋഷിയുടെ വാക്കുകൾ നിറഞ്ഞിരുന്നു. എന്റെ ലക്ഷ്മി എന്ന് ശരത്ത് പറഞ്ഞത് കേട്ട് ഋഷി അവനെ അടിക്കാനായി ദേഷ്യത്തോടെ കൈയുയർത്തി. പക്ഷേ ആ അടി ശരത്തിന്റെ മേൽ വീഴും മുൻപേ ആരോ ഋഷിയുടെ കയ്യിൽ പിടിച്ചിരുന്നു. ഈർഷ്യയോടെ തിരിഞ്ഞു നോക്കിയ ഋഷി കാണുന്നത് തന്റെ കയ്യിൽ പിടുത്തമിട്ട് നിൽക്കുന്ന സിദ്ധാർത്ഥിനെയായിരുന്നു. ശരത്ത് ഈ തറവാട്ടിലെ മെമ്പറാണ്. ബട്ട് ഹൂ ദ ഹെൽ ആർ യു ടു ഹിറ്റ് ഹിം? അവൻ പറഞ്ഞാൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. നിന്റെ ലെവല് വെച്ച് അവൻ ആ പറഞ്ഞത് കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ, പിച്ചക്കാരാ. സിദ്ധാർത്ഥ് ഋഷിയെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ശ്രീലക്ഷ്മി ദേഷ്യത്തോടെ മുന്നോട്ട് വരാൻ ശ്രമിച്ചെങ്കിലും ദേവയാനി അവളെ തടഞ്ഞു. അമ്മേ, എന്റെ കയ്യിന്ന് വിട്. അവൻ എന്റെ ഭർത്താവിനെ പറ്റി എന്റെ മുമ്പിൽ വെച്ച് അത്രയും മോശമായിട്ട് സംസാരിച്ചിട്ട് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ എനിക്കാവില്ല. വിടന്നെ, ശ്രീലക്ഷ്മി കുതറിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ ദേവയാനിയുടെ പിടി അവളുടെ കയ്യിൽ കൂടുതൽ മുറുകി എന്നല്ലാതെ അയഞ്ഞില്ല. ഞാനാണോ? അതോ ഒരു ഹോട്ടലിൽ ബില്ല് പേ ചെയ്യാൻ പോലും ആവാതെ യാചിച്ച നീയാണോ പിച്ചക്കാരൻ? ഋഷി പരിഹാസത്തോടെ സിദ്ധാർത്ഥിനോട് മറുചോദ്യം ചോദിച്ചു. അത് കേട്ടതും സിദ്ധാർത്ഥിന് തന്റെ ദേഷ്യം അടക്കാനായില്ല. എന്തായി നീ പറഞ്ഞത്? ദേഷ്യത്തോടെ സിദ്ധാർത്ഥ് ഋഷിയെ തല്ലാൻ കൈയുയർത്തി. പക്ഷേ അതിനു മുൻപേ ഋഷി അവന്റെ ആ നീക്കം മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് വേഗത്തിൽ ഋഷി സിദ്ധാർത്ഥിന്റെ കൈ തന്റെ കൈപ്പിടിയിൽ ഒതുക്കി. ശേഷം അവന്റെ മുഖത്താഞ്ഞടിച്ചു. ആ അടിയുടെ ആഘാതത്തിൽ സിദ്ധാർത്ഥ് തറയിൽ വീണുപോയി. എന്റെ അമ്മോ, ഋഷി ശരിക്കും നല്ല ധൈര്യശാലിയാണ്. മുത്തശ്ശിയുടെ പെറ്റായ പേരക്കുട്ടിയുടെ മേൽ അവൻ കൈവച്ചില്ലേ? സിദ്ധാർത്ഥിന്റെ ആ വീഴ്ച കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. നാണക്കേടോടെ സിദ്ധാർത്ഥ തറയിൽ നിന്നും എഴുന്നേറ്റു. ശേഷം മുഷ്ടി ചുരുട്ടി ഋഷിയുടെ മുഖത്തിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ തന്റെ മുഖത്തിന് നേരെ വന്ന സിദ്ധാർത്ഥിന്റെ കൈ വേഗത്തിൽ ഋഷി പിടിച്ചു. എന്നിട്ട് ആദിൽ നേരത്തെ പഠിപ്പിച്ച ഒരു വിദ്യ പ്രകാരം ആ കൈ ഇടത്തോട്ട് വളച്ചു. ഉള്ളിൽ എന്തോ പൊട്ടിയ പോലെ ശബ്ദം കേട്ടപ്പോഴേക്കും സിദ്ധാർത്ഥ് വേദന സഹിക്കാനാവാതെ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ഋഷിൻ, വിടവനെ! ദേവയാനി അലറി. അതോടെ ഋഷി അവന്റെ കയ്യിലെ പിടി പതിയെ വിട്ടു. ആ പിടി അയഞ്ഞതും തളർന്ന പോലെ സിദ്ധാർത്ഥ് തറയിൽ വീണിരുന്നു. നിനക്ക് അല്പം പോലും ബോധമില്ല ഋഷിൻ.
ഇത്രയും പ്രധാനപ്പെട്ട ഒരു പരിപാടി ഇവിടെ നടക്കുമ്പോ നീ ഇവിടെ ഒരു റൗഡിയെ പോലെ എല്ലാവരെയും അടിച്ചിരുന്നോ? ഛേ, നിന്നെ എപ്പോ എന്തെങ്കിലും പരിപാടിക്ക് കൊണ്ടുവന്നാൽ ഇതാണല്ലോ അവസ്ഥ. നാശം. ദേ, നിനക്ക് എന്റെ മോളെ ഒത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇപ്പൊ ഇവിടുന്ന് പുറത്തു പോ. അവർ ആക്രോശത്തോടെ അലറി. എന്താ അമ്മ ഈ പറയുന്നേ? ദേവയാനി അമ്മയുടെ പെട്ടെന്നുള്ള മാറ്റം മനസ്സിലാവാതെ ശ്രീലക്ഷ്മി അവർക്കടുത്തേക്ക് വരാൻ ശ്രമിച്ചതും ഋഷി അവളെ കൈ കാണിച്ച് അവളെ തടഞ്ഞു. സംഭവിച്ചതെല്ലാം അമ്മയും കണ്ടതല്ലേ, എന്നിട്ടും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എന്തിനാ? അടക്കി പിടിച്ച ദേഷ്യത്തോടെ ഋഷി ദേവയാനിയോട് ചോദിച്ചു. കാരണം നീയാണ് തെറ്റുകാരൻ. ഞങ്ങളുടെ ഈ ഫാമിലിയിലെ ആരും അല്ലാത്ത നീ മാത്രമാണ് തെറ്റുകാരൻ. ദേവയാനി അമ്മ അലറിയത് കേട്ട് ഋഷി പല്ലുറുമി. ഒക്കെ ഞാൻ സമ്മതിച്ചു, ഞാൻ തെറ്റുകാരനാണ്. ഈ ഫാമിലിയിലുള്ള ആരുമല്ല. പക്ഷേ നിങ്ങൾ ഫാമിലി എന്ന് പിന്നെയും പറയുന്നോണ്ട് ചോദിക്കുക, ഈ ഫാമിലി നിങ്ങൾക്ക് എന്തെങ്കിലും റെസ്പെക്റ്റും വാല്യൂം തന്നിട്ടുണ്ടോ? ഋഷി ദേഷ്യത്തോടെ അവരോട് ചോദിച്ചു. അത് ചോദിക്കാൻ നീ ആരാ? ഉറക്കെയുള്ള ആ ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ദേഷ്യത്തോടെ നിൽക്കുന്ന മഹാദേവിയായിരുന്നു. നിനക്ക് എത്ര ധൈര്യം ഉണ്ടടാ എന്റെ കൺമുമ്പിലിട്ട് എന്റെ കുഞ്ഞിനെ തല്ലി ചതയ്ക്കാൻ? മഹാദേവിയുടെ കനത്ത ശബ്ദത്തിൽ അവിടെ മാകെ നിശ്ചലമായി. നിങ്ങൾ എന്റെ നേർക്കല്ല ചാടേണ്ടത്, കൊച്ചുമോനെ ഒന്ന് അടക്കി നിർത്താൻ നോക്ക്. ഋഷിയുടെ ദേഷ്യം നിറഞ്ഞ ആ മറുപടി കേട്ട് മഹാദേവി വിറച്ചു. പട്ടിയെ തല്ലും പോലെ എന്റെ പേരക്കുട്ടിയെ എന്റെ മുമ്പിലിട്ട് തല്ലിയിട്ട് ഇപ്പോ എന്റെ നേരെ ശബ്ദം ഉയർത്താൻ മാത്രം ആരാ നീ എന്നാ അത്രയും വലിയ ആളായത്? അവന്റെ അടുത്ത് തെറ്റ് പറ്റിയെന്ന് കരുതി അവനെ തല്ലാനും അപമാനിക്കാനുള്ള റൈറ്റ്സ് നിനക്കാരാ തന്നത്? അതും എന്റെ കൺമുമ്പിൽ വെച്ച്. മുത്തശ്ശി ദേഷ്യത്തിൽ അലറിക്കൊണ്ടിരുന്നു. കണ്ണുരുട്ടി പഠിപ്പിക്കുന്നോ? എടാ, ഞങ്ങളുടെ കുടുംബത്തിൽ വെറും ഒരു ആശ്രിതനെ പോലെ കഴിഞ്ഞ നിനക്ക് എത്ര ധൈര്യമുണ്ട് എനിക്ക് നേരെ കണ്ണുരുട്ടാൻ? ഞാൻ നിൽക്കേ എന്റെ കുഞ്ഞിനെ തല്ലി ചതച്ചത് ചോദിച്ച എന്നോട് കണ്ണുരുട്ടാൻ മാത്രം അഹങ്കാരിയായോ നീ? സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും പുറത്താക്കിയ നിന്നെ ഇത്രയും കാലം നോക്കിയതിന് തന്ന കൂലിയാവും അല്ലേ? ഏതായാലും കൊള്ളാം. തന്നെ തുറച്ചു നോക്കി നിന്ന ഋഷിയോട് മഹാദേവി പറഞ്ഞു. എക്സ്ക്യൂസ് മീ, കണ്ണുരുട്ടിയത് അവിടെ നിൽക്കട്ടെ, ബട്ട് അത് കഴിഞ്ഞെന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ ചെലവിലായിരുന്നോ? മിസ്സിസ് മഹാദേവി, നിങ്ങൾ ആരാണെന്നാ നിങ്ങളുടെ വിചാരം? നിങ്ങൾ എല്ലാവരും ഭയക്കുന്നുണ്ടാകാം, പക്ഷേ എനിക്കാ പേടിയില്ല. ഇത് എന്റെ ഭാര്യയോ അമ്മായിയാണ് പറയുന്നതെങ്കിൽ ഞാൻ കേൾക്കാം. ഋഷി ഉറക്കെ പറഞ്ഞ മറുപടി കേട്ട് പെട്ടെന്ന് മഹാദേവിക്ക് ഒന്നും മറുത്തു പറയാനില്ലാത്ത അവസ്ഥയായിരുന്നു. ഉറച്ച ഋഷിയുടെ സംസാരം കേട്ട ശ്രീലക്ഷ്മിക്ക് താൻ 2 വർഷം മുൻപ് കണ്ട ഋഷിയെ വീണ്ടും കണ്ടതുപോലെ തോന്നി. ഇങ്ങനെയായിരുന്നു അവൻ. എപ്പോഴും മാന്യനായിരുന്നെങ്കിലും ന്യായമായ കാര്യങ്ങൾ മാത്രം സംസാരിച്ചിരുന്ന വ്യക്തി. കുറെ കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ അവൻ ധൈര്യത്തോടെ പറയുന്നത് കേൾക്കെ ശ്രീലക്ഷ്മിക്ക് എന്തോ വല്ലാത്ത സന്തോഷം തോന്നി. 10 പൈസയ്ക്ക് ഗതിയില്ലെങ്കിലും നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവില്ലല്ലോടാ, നാണമില്ലാത്തവനെ. എന്തിനാ നീ ഇപ്പൊ ഇവിടേക്ക് വലിഞ്ഞു കയറി വന്നത്? എന്നെ തല്ലാനോ? മഹാദേവി മിണ്ടുന്നില്ലെന്ന് കണ്ട് ഇടയ്ക്ക് കയറി സിദ്ധാർത്ഥ് സംസാരിച്ചു. അത് കേട്ട് ഋഷി പല്ലുറുമി ദേഷ്യത്തോടെ അവരെ നോക്കി. ഋഷിക്ക് വീണ്ടും അവനെ 2 പൊട്ടിക്കാൻ തോന്നി. പക്ഷേ ശ്രീലക്ഷ്മിയുടെ മുഖത്ത് നിഴലിച്ച പരിഭ്രമം കാണേ ഋഷി അത് വേണ്ടെന്ന് കരുതി. പല്ലെറുമുന്നത് കണ്ടോ? സിദ്ധു പറഞ്ഞ പോലെ നയാ പൈസയ്ക്ക് ഗതിയില്ലെങ്കിലും അവന്റെ അഹങ്കാരം നോക്കിക്കേ. മഹാദേവി ദേഷ്യത്തിൽ തന്നെ ഞൊടിഞ്ഞു. നിർത്തിക്കോ മിസ് മഹാദേവി, ഇങ്ങനെ ഗതിയില്ലാത്തവനെന്ന് നിങ്ങൾ ആവർത്തിച്ചെന്നെ വിളിക്കുന്നതിന് കാലം നിങ്ങളോട് ചോദിക്കും. ഐ സ്വയർ. ഋഷിയുടെ ആ ശബ്ദത്തിൽ വല്ലാത്തൊരു ആത്മവിശ്വാസം നിറഞ്ഞിരുന്നു. അവന്റെ ആ മറുപടി കേൾക്കെ എല്ലാവരുടെയും കണ്ണുതള്ളി. ആദ്യമായായിരുന്നു മഹാദേവിയോട് ഒരാൾ എതിർത്ത് പോലും സംസാരിക്കാൻ ധൈര്യം കാണിക്കുന്നത്. ഈ നിൽക്കുന്ന സിദ്ധാർത്ഥ് എത്ര തെറ്റ് ചെയ്താലും നിങ്ങളുടെ കൊച്ചുമോനായിട്ട് നിങ്ങൾ പൊറുക്കുമല്ലോ. എന്നിട്ടത് മറ്റാരുടെയെങ്കിലും തലയിലോട്ട് വെക്കുന്നതിനാ? അതെല്ലാം പോട്ടെ, നിങ്ങൾ എന്റെ തെറ്റ് മുഴുവൻ എണ്ണിപ്പറക്കി പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ചെയ്യുന്ന എല്ലാം ശരിയാണോ? ഒരേ കുടുംബത്തിൽപ്പെട്ടവരെ പല കണ്ണുകളിലൂടെ കാണുന്ന ഈ സ്വഭാവം നല്ലതാണോ? ചിലരെ തലയിലും ഒക്കത്തും കയറ്റി വയ്ക്കും, മറ്റുള്ളവരെ തറയിലിട്ട് ചവിട്ടി തേക്കും. ഋഷി അത് പറഞ്ഞു കേട്ടപ്പോൾ മഹാദേവി ആകെ ദേഷ്യം കൊണ്ട് വിറച്ചു. അവൻ പറയുന്നതെല്ലാം ശരിയാണെങ്കിലും അത് അംഗീകരിക്കാൻ അവരുടെ ഈഗോ അവരെ അനുവദിച്ചില്ല. നിർത്ത് ഋഷി! ഇത്തവണ
മഹാദേവിക്ക് പകരം ഉയർന്നത് ദേവയാനിയുടെ ശബ്ദമായിരുന്നു. മുത്തശ്ശിയോട് നീ എന്തിനാ എതിർത്ത് സംസാരിക്കുന്നത്? അവര് പറയുന്നത് എന്തോ അത് കേൾക്കാൻ നീ ബാധ്യസ്ഥനാണ്. ദേവയാനി ഗൗരവം വിടാതെ പറഞ്ഞു. അമ്മേ. അതുവരെ നിശബ്ദയായി നിന്ന ശ്രീലക്ഷ്മി ദേവയാനിയുടെ സംസാരം കേട്ട് അവരെ വിളിച്ചു. അവൾ ദയനീയമായി ഋഷിയെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ദേവയാനി അവളെ വകവയ്ക്കാതെ തുടർന്നു. അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ എന്നെങ്കിലും നീ എന്റെ മോളുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്നിട്ടുണ്ടോ? അവള് നിന്നെ സംരക്ഷിക്കേണ്ട അവസ്ഥയായിരുന്നില്ലേ അന്ന് തൊട്ട് ഇന്ന് വരെ? ഇത്രയൊക്കെ ആയിട്ട് നിനക്ക് ഇനിയും മതിയായില്ലേ? ദയവ് ചെയ്ത് ഇനിയെങ്കിലും അവളെ ഒന്ന് വെറുതെ വിട്ടേക്ക്. നീ പോയാലും ഞങ്ങൾ ജീവിക്കും. ഇത്രയും കാലം നീ ഉണ്ടായിട്ട് വലിയ മെച്ചമൊന്നുമില്ലായിരുന്നല്ലോ. നീ ഒന്ന് ഒഴിഞ്ഞു പോയാ ആ ഒരു ഭാരം കൂടി എന്റെ കുട്ടി അനുഭവിക്കേണ്ടി വരില്ല. ദേവയാനി ഉറക്കെ തന്നെ ഋഷിയോട് പറഞ്ഞു. അത് കേൾക്കെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് നിന്ന ശരത്ത് മെല്ലെ പുറത്തേക്ക് വന്നു. അവൻ ഋഷിയെ നോക്കി ചുണ്ടുകൂട്ടി ചിരിച്ചു. അമ്മേ, ഒന്ന് നിർത്ത് പ്ലീസ്. അല്ലെങ്കിൽ തന്നെ സിദ്ധാർത്ഥ് പറഞ്ഞതിൽ എന്താ തെറ്റ്? നീ ഈ ഒരു ഗതിയില്ലാത്ത ഇവന്റെ കൂടെ കഴിയുന്നതിന് നല്ലത് ഡിവോഴ്സായി വേറെ ഒരു ജീവിതം തുടങ്ങുന്നതാ. ദേവയാനി വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. കേട്ടല്ലോ നിന്റെ അമ്മായി പറഞ്ഞത്. ഈ നിമിഷം നീ എന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിക്കോണം. മഹാദേവി ഉറക്കെ അവനോട് ആജ്ഞാപിച്ചു. അതിനാര് നിൽക്കുന്നു നിങ്ങളുടെ കുടുംബത്തില്? ദേവയാനി പറഞ്ഞതെല്ലാം കേട്ട് ആകെ തകർന്നു പോയിരുന്നു ഋഷി. ബിസിനസ്സിലെ ചില കള്ളക്കളികൾ ചെയ്യാൻ സിദ്ധാർത്ഥ് കൂടെ കൂട്ടിയ കൂലിത്തല്ലുകാരായിരുന്നു ആ ഗുണ്ടാസംഘം. അകത്ത് കടന്ന ആ സംഘത്തിലെ ഓരോ ആളുകളെയും കണ്ട ശ്രീലക്ഷ്മിക്ക് എല്ലാം കൈവിട്ടു പോകുന്ന പോലെ തോന്നി. ഋഷിക്ക് ഈ ആവശ്യമില്ലാത്ത പണി വാങ്ങിക്കൂട്ടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇപ്പൊ നോക്കിയേ, കുറെ തടിമാടന്മാരുടെ അടികൊണ്ട് മരിക്കാൻ പോവാ മണ്ടൻ. അവിടെയുള്ളവർ പിറുപിറുത്തു. പക്ഷേ അവർക്കിടയിൽ നിന്ന ഋഷിയുടെ കണ്ണുകളിൽ ഒരു തുള്ളി പേടിയും ഉണ്ടായിരുന്നില്ല. ഇയാളെയാണ് നിങ്ങളോട് അടിച്ചൊതുക്കാൻ പറഞ്ഞത്, സിദ്ധാർത്ഥ് ഋഷിയെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു. പക്ഷേ അപ്പോഴും ആ ഗുണ്ടകൾ ഋഷിയെ കണ്ടതും ഒരു നിമിഷം നിന്നു. ശേഷം അവർ സിദ്ധാർത്ഥിന് നേരെ തിരിഞ്ഞു. കാര്യം മനസ്സിലാവാതെ പകച്ചു നിന്നു പോയിരുന്നു സിദ്ധാർത്ഥ്. ഏറെ വൈകാതെ തന്നെ ഋഷിനെ തല്ലാൻ വേണ്ടി സിദ്ധാർത്ഥ് വിളിച്ചു വരുത്തിയവർ സിദ്ധാർത്ഥിനെ ആക്രമിക്കാൻ തുടങ്ങി. പ്രതീക്ഷിക്കാത്ത കാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടെ എല്ലാവരും ഞെട്ടിത്തരിച്ചുപോയി. അയ്യോ, എന്റെ കുഞ്ഞ്, ആരെങ്കിലും അവരെ പിടിച്ചു മാറ്റ്! മഹാദേവി ഒരലർച്ച പോലെ പറഞ്ഞു. പക്ഷേ വന്ന ഗുണ്ടകളെ കണ്ട് അവിടെയുള്ളവർ ഭയന്ന് മാറി നിന്നതല്ലാതെ സിദ്ധാർത്ഥിനെ രക്ഷിച്ചില്ല. ഋഷിൻ പുച്ഛത്തോടെ അവിടെ നിന്നും പോയി. ഋഷി പോയ ശേഷവും തങ്ങളുടെ ദേഷ്യം അടങ്ങുന്നത് വരെയും സിദ്ധാർത്ഥിനെ ആ ഗുണ്ടകൾ മർദ്ദിച്ചു. ഒട്ടും കുറയ്ക്കണ്ട, നല്ലത് കൊടുക്കണ്ട അവന്. അവന്റെ ഒടുക്കത്തെ ഒരു കൊട്ടേഷൻ. ഗുണ്ടകളുടെ കൂട്ടത്തിൽ ഒരുവൻ ഉറക്കെ പറഞ്ഞു. ദാ, ഇനി ഇതുപോലെ കൊട്ടേഷൻ ഏൽപ്പിക്കുമ്പോ ആളാരാണ്, എങ്ങനെയുള്ള ആളാണ് എന്നൊക്കെ കൃത്യമായി അന്വേഷിക്ക്. എന്നിട്ട് മാത്രമേ ഞങ്ങളെയൊക്കെ വിളിച്ചു വരുത്താൻ പാടുള്ളൂ. കേട്ടടാ മണ്ട. ഇന്ന് നിന്നെ ജീവനോടെ ബാക്കി വയ്ക്കുക. പക്ഷേ അടുത്ത തവണ ഈ അവസരം നിനക്ക് കിട്ടില്ല. വരണടാ. അത്രയും പറഞ്ഞുകൊണ്ട് അതിലെ നേതാവ് തന്റെ ആളുകളെയും കൂട്ടി അവിടെ നിന്നും തിരികെ പോയി. അവർ പോയതിനു ശേഷം മഹാദേവി തന്റെ പ്രായം പോലും മറന്ന് അവനടുത്തേക്ക് ഓടി വന്നു. അയ്യോ സിദ്ധു മോനെ, എന്റെ മോനെ, മുത്തശ്ശി വല്ലാതെ വേദനിക്കുന്നു. സിദ്ധാർത്ഥ് വേദന സഹിക്കാനാവാതെ കരഞ്ഞു. അവന്റെ ഇടറിയ ശബ്ദവും വേദന നിറഞ്ഞ മുഖവും കാണെ മഹാദേവിയുടെ കണ്ണുകളും നിറഞ്ഞു. എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥ് വിളിച്ചു വരുത്തിയ ഗുണ്ടകൾ ഋഷിനെ തല്ലാത്തത്? സിദ്ധാർത്ഥിനെ ഇത്രയധികം തല്ലിച്ചതച്ചതെന്തിന്? അവിടെ കൂടിയിരുന്നവരുടെ മനസ്സിലെല്ലാം ആ ചോദ്യങ്ങൾ ഉയർന്നു. ആർക്കും അതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. എക്സ്ക്യൂസ് മീ. ഇതുവരെ അവിടെ കേട്ടിട്ടില്ലാത്തൊരു പുരുഷ ശബ്ദം കേട്ടതും അവിടെ ഉണ്ടായിരുന്ന സർവരും പെട്ടെന്ന് നിശബ്ദരായി. എല്ലാവരുടെയും ശ്രദ്ധ വാതിലിനരികിലേക്ക് അപ്രതീക്ഷിതമായി കേട്ട ആ ശബ്ദത്തിലേക്ക് നീണ്ടു. അപ്പോഴേക്കും വാതിൽ കടന്ന് ബ്ലാക്ക് കളർ സ്യൂട്ടിൽ ലക്ഷ്മൺ അവിടേക്ക് വന്നു. അവന്റെ ഇരുവശത്തുമായി അംഗരക്ഷകരായും സഹായികളായും 4-5 പേരുണ്ടായിരുന്നു. അവനെ കണ്ടതും മഹാദേവി ശരിക്കും ഒന്ന് അത്ഭുതപ്പെട്ടുപോയി. ഇങ്ങനെ പെട്ടെന്ന് ലക്ഷ്മണനെ പോലുള്ളവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്തിനായിരിക്കും? ഞെട്ടലിനിടയിലും എത്ര ആലോചിച്ചിട്ടും അവന്റെ വരവിന് പിന്നിലുള്ള കാരണം മാത്രം മഹാദേവിക്ക് മനസ്സിലായില്ല. ലക്ഷ്മൺ മഹാദേവിയുടെ അരികിലേക്ക് നടക്കുമ്പോൾ അവന്റെ അംഗരക്ഷകർ ഒരല്പം അകലെയായി നിന്നു.
ഹായ് മാഡം, സുഖാണോ? അല്ല, ഋഷിൻ എവിടെ? ഇവിടെ കാണുമെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. എവിടെ പോയി? ഇവിടെ ഇല്ലേ? ലക്ഷ്മൺ ചെറുചിരിയോടെ ചോദിച്ചു. സോറി ലക്ഷ്മൺ, ഋഷിൻ ഇവിടെ ഇല്ല. അവൻ പുറത്തേക്ക് പോയി. ദേവയാനി ആശ്ചര്യം മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ, ആണോ? ഇനിയിപ്പോ ഋഷിൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ആരുടെയും സമയം വെറുതെ കളയുന്നില്ല. ഞാനും എന്ന് ഇറങ്ങാം. ദേ, ഇത് മിസസ് മഹാദേവിയുടെ പിറന്നാളിന് എന്റെ വകയൊരു ചെറിയ സമ്മാനമാണ്. ഹാപ്പി ബർത്ത്ഡേ. ലക്ഷ്മൺ താൻ കൊണ്ടുവന്ന സമ്മാനം മഹാദേവിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവിടെ നിന്നും വന്നതിലും വേഗത്തിൽ തിരിച്ചുപോയി. അയാൾ പെട്ടെന്ന് വന്നു, ഋഷിനെ പറ്റി ചോദിച്ചു, ഒരു ഗിഫ്റ്റും കൊടുത്തു, തിരിച്ചുപോയി. പരസ്പരം പുലമ്പുന്നത് പോലെ ആരൊക്കെയോ പറഞ്ഞു. അല്പം മുമ്പ് വരെ നിശബ്ദമായ വർമ്മ കുടുംബം വീണ്ടും അവിടെ നടന്ന സംഭവങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി. ഇതെല്ലാം അവിടെ സംഭവിക്കുമ്പോഴും ശ്രീലക്ഷ്മി ഋഷിൻ പോയതിന്റെ വിഷമത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്നതൊന്നും അവൾ അറിഞ്ഞില്ല. അപ്പോഴേക്കും ഒരു കുട്ടി അങ്ങോട്ടേക്ക് പെട്ടെന്ന് ഓടി വന്ന് പറഞ്ഞു, മുത്തശ്ശി, മൾട്ടിനാഷണൽ കമ്പനിയുടെ ഉടമ ഒലിവിയ മാഡം വന്നിട്ടുണ്ട്. വീണ്ടും ഒരു ഞെട്ടലോടെ എല്ലാവരും പരസ്പരം നോക്കി. അവിടെ പലരും ആ കമ്പനിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അത്രയും വലിയൊരു VIP എന്താ പെട്ടെന്ന് വന്നതെന്ന് അറിയേ അവർക്കെല്ലാവർക്കും ആശ്ചര്യം തോന്നി. ഇപ്പോ മിസ്റ്റർ ലക്ഷ്മൺ രവി വന്നു പോയതേ ഉള്ളൂ. അപ്പോഴേക്കും അടുത്തയാളെത്തി, അതും ഒലിവിയ മാഡത്തെ പോലൊരാൾ. നമ്മുടെ മുത്തശ്ശി ശരിക്കും സ്റ്റാർ ആയോ? അതോ മുത്തശ്ശിയുടെ ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായോ? വിളിക്കാതെ പോലും എത്രയെത്ര ആളുകളാ ഇവിടേക്ക് വരുന്നത്. കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് അവിടെ അരങ്ങേറുന്ന സംഭവങ്ങൾ ഒന്നും അവർക്കാർക്കും വിശ്വസിക്കാനായില്ല. എല്ലാം വളരെ പെട്ടെന്ന് സംഭവിക്കുകയായിരുന്നു. മഹാദേവി വർമ്മ ഒരിക്കലും ഒലിവിയെ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ അവൾ തന്നെ തേടി വരുന്നതറിയേ അവർ ശരിക്കും അത്ഭുതപ്പെട്ടു. ഹലോ മാഡം. ഒലിവിയ അകത്തേക്ക് പ്രവേശിച്ച് മഹാദേവിക്ക് അടുത്തേക്ക് നടന്നുകൊണ്ട് വിളിച്ചു. ഒരു ഡസനിലധികം അംഗരക്ഷകരും അവർക്ക് പിന്നാലെയുണ്ടായിരുന്നു. അയ്യോ, അത് കണ്ടില്ലേ? ഒരുപാട് ബോഡി ഗാർഡ്സ് ഉണ്ട്. ശരിക്കും വലിയ പുള്ളി തന്നെയായി ഈ ഒലിവിയ. വർമാസ് ഫാമിലിയുടെ കൂട്ടത്തിൽ ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു, ഓ, താങ്കളെന്റെ പിറന്നാളിന് ഇവിടെ എത്തിയതും എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഒലിവിയ. നിങ്ങളെപ്പറ്റി ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒലിവിയയുടെ സ്ഥാനവും സാമ്പത്തികവും അറിഞ്ഞു വെച്ചുകൊണ്ട് മഹാദേവി അവളോട് വളരെ സ്നേഹത്തോടെ സംസാരിച്ചു. ഓ, സന്തോഷം മുത്തശ്ശി. അല്ല, ഋഷിൻ എവിടെ? അവനിവിടെ ഉണ്ടോ? മുത്തശ്ശി പറയുന്നതിൽ പകുതിയും ശ്രദ്ധ കൊടുക്കാതെ അവൾ ചുറ്റും തിരഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് കേട്ടതും ശ്രീലക്ഷ്മി തന്റെ ചിന്തകളിൽ നിന്നും ഉണർന്നുകൊണ്ട് പുരികം ചുളിച്ചുകൊണ്ട് മുത്തശ്ശിയോട് സംസാരിക്കുന്ന ഒലിവിയെ നോക്കി. ഋഷിനോ? അതെന്താ ഇവിടെ വരുന്നവരെല്ലാം അവനെക്കുറിച്ച് ചോദിക്കുന്നത്? ഇവിടെ ശരിക്കും എന്താ നടക്കുന്നത്? ആകെ അമ്പരപ്പോടെ മുത്തശ്ശി ആരോടൊന്നില്ലാതെ പതിയെ പറഞ്ഞു, സോറി ഒലിവിയ, ഋഷിൻ ഇവിടെ നിന്നും പോയിട്ട് കുറച്ചു നേരമായി. അവർ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അവളെ നോക്കി ഒരു ചിരി വരുത്താൻ ശ്രമിച്ചു. ഓ, ഋഷിൻ പോയോ? അവനിവിടെ ഇല്ലെങ്കിൽ പിന്നെ ഞാനായി നിങ്ങളുടെ ആരുടെയും സമയം പാഴാക്കി കളയുന്നില്ല. ബൈ ദ ബേ, ഹാപ്പി ബർത്ത്ഡേ. അത് പറയുന്നതിനൊപ്പം തന്നെ അവൾ അവരുടെ കയ്യിലേക്ക് ഒരു സമ്മാന പൊതി വെച്ചു കൊടുത്തു. എങ്കിൽ ഞാൻ ഉറങ്ങട്ടെ, അവനെ ഞാൻ പിന്നെ വിളിച്ചോളാം. ഓൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ. ലക്ഷ്മണിനെ പോലെ തന്നെ ഋഷിൻ അവിടെ ഇല്ലെന്നറിഞ്ഞതും സമ്മാനവും അവർക്ക് കൊടുത്ത് മിന്നൽ വേഗത്തിൽ അവളും പോയി. അയ്യോ, എനിക്ക് വയ്യ. എനിക്കിങ്ങനെ ഇതൊക്കെ കാണാൻ വയ്യ. എന്തിനാ ഈ VIP-കളൊക്കെ ഋഷിനെ തിരക്കുന്നത്? കൂട്ടത്തിൽ ആരോ സംശയത്തോടെ ചോദിച്ചു. അവന് മാത്രമല്ല, അവിടെയുണ്ടായിരുന്ന കുടുംബാംഗങ്ങൾക്കെല്ലാം അതേ ചോദ്യം തന്നെയേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഉഫ്, ഒന്നും മിണ്ടാതിരിക്കാവല്ല. സിദ്ധാർത്ഥിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കൂടെ ആ ഋഷിൻ എവിടെയാണെങ്കിലും അവനെ അന്വേഷിച്ച് ഇവിടെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കണം. മഹാദേവി ആജ്ഞാപിച്ചു. ശ്രീലക്ഷ്മി ഒരു നിമിഷം പോലും പാഴാക്കാതെ ആദ്യം തന്നെ പുറത്തേക്കിറങ്ങി. ശേഷം അവൾ വേഗം ഫോൺ എടുത്ത് ഋഷിന്റെ നമ്പർ ഡയൽ ചെയ്തു. നേരത്തെ നടന്ന സംഭവങ്ങൾ കാരണം തന്റെ കോൾ കാണുമ്പോൾ ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്യുമോ എന്ന് അവൾ ഭയന്നു. എന്നാൽ 4ാമത്തെ റിംഗിൽ ഋഷിൻ ഫോൺ എടുത്തു. ഋഷി എവിടെയാ? ശ്രീലക്ഷ്മി വെപ്രാളത്തോടെ ചോദിച്ചു. ആ ശ്രീലക്ഷ്മി, ഞാൻ വീട്ടിലേക്ക് പോവാ. നീ ഒന്നും ഓർത്തും വിഷമിക്കണ്ട. ഇനി ഞാൻ അവിടെ ഒരു ശല്യം ആവില്ല. എന്റെ സാധനങ്ങളെടുത്ത് ഞാൻ ഉടനെ ഇവിടെ നിന്ന് പോവും. അവന്റെ ശബ്ദത്തിൽ വല്ലാത്ത നിർവികാരത അനുഭവപ്പെട്ടു. ഇല്ല, നീ എങ്ങോട്ടും പോകണ്ട. പ്ലീസ് ഋഷി, എനിക്ക് വേണ്ടി കുറച്ചു നേരം വെയിറ്റ് ചെയ്യ്, അവൾ അപേക്ഷിക്കുന്നത് പോലെ ചോദിച്ചു. കാർ എടുക്കാത്തത് കൊണ്ട്
അവനോട് സംസാരിക്കുമ്പോൾ തന്നെ അവൾ ഒരു ടാക്സി നിർത്തി അതിൽ കയറിയിരുന്നു. അതേസമയം കാർ പാർക്കിങ്ങിൽ അവളെ കാത്തു നിന്ന ശരത്ത് അവൾ ടാക്സിയിൽ കയറുന്നത് കണ്ടു. അത് കണ്ടതും അവൻ ഒന്നും മിണ്ടാതെ അവളെ പിന്തുടരാൻ തുടങ്ങി. അവന്റെ മുഖത്ത് അപ്പോൾ ഒരു ക്രൂരമായ പുഞ്ചിരിയുണ്ടായിരുന്നു. നേരെ തന്റെ വീട്ടിലേക്ക് പോയ ശ്രീലക്ഷ്മി അവിടെ കിടക്കുന്ന ശരത്തിന്റെ കാറ് കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. ഇന്ന് നടന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇവൻ ഒറ്റ ഒരുത്തനാ. പക്ഷേ അവസാനം എല്ലാവരും ഋഷിയെ കുറ്റപ്പെടുത്തി. പാവൻ ഋഷി എന്ത് വിഷമിച്ചു കാണും. എല്ലാവരും കൂടെ ആ പാവത്തിനെ എപ്പോഴും ഇങ്ങനെ. തന്റെ ചിന്തകൾ പൂർത്തിയാക്കാതെ ദേഷ്യത്തോടെ ശ്രീലക്ഷ്മി ടാക്സിയിൽ നിന്നും അവനെ തുറച്ചു നോക്കിക്കൊണ്ടിറങ്ങി. അവൾ ടാക്സി ഡ്രൈവർക്ക് പണം കൊടുത്ത് തിരിഞ്ഞതും ശരത്ത് വേഗം അവളുടെ അരികിലേക്ക് വന്ന് കയ്യിൽ പിടിച്ചു. എന്ത് പറ്റി ലക്ഷ്മി? നീ എന്താ ഇവിടെ ചെയ്യുന്നത്? നീ ഇവിടെ എന്തേലും മറന്നോ? അതോ വീട്ടിൽ ഒളിപ്പിച്ചത് വല്ലതും എടുക്കാൻ വന്നതാണോ? അവന്റെ ആ ചോദ്യം കേൾക്കേ അവൾ ആകെ അമ്പരന്നു. ശരത്തിന്റെ വിചിത്രമായ പെരുമാറ്റത്തെ അവൾ അത്ഭുതത്തോടെയും ഞെട്ടലോടെയും നോക്കിക്കണ്ടു. തന്റെ കൈകളിൽ ഒന്ന് തൊടാൻ പോലും അവൾ ഇന്ന് വരെ അവൻ അനുവദിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് അവൻ അനുവാദം പോലും ഇല്ലാതെ തന്റെ കയ്യിൽ ബലമായി പിടിച്ചു. അവന്റെ വികാരങ്ങളെ മറയ്ക്കാൻ ശ്രമിക്കുന്ന മുഖവും അവളുടെ ശരീരത്തെ ആകമാനം ഒഴിയുന്ന അവന്റെ കണ്ണുകളും അവൾക്ക് അരോചകമായി തോന്നി. ഈ കാറിന്റെ ലോക്ക് തുറക്ക് ശരത്ത്. അപ്പോഴേക്കും കാർ സ്റ്റാർട്ട് ചെയ്ത ശരത്ത് അകത്ത് നിന്ന് കാറിന്റെ വാതിൽ ആരും തുറക്കാതിരിക്കാൻ സെന്റർ ലോക്ക് ഇട്ടു. സോറി മോളെ, എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ ഇപ്പോൾ ഉള്ള ഒരേ ഒരു തുറുപ്പ് ചീട്ട് നീയാ. അങ്ങനെയുള്ളപ്പോ നിന്നെ ഇങ്ങനെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ വെറുതെ കളയുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ കളി ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. എത്ര വർഷമായി ഞാൻ നിന്റെ പിന്നാലെ നടക്കുക. നീ എന്നെ എപ്പോഴെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയോ? എത്ര നാളാണ് ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ച് ഉറക്കമില്ലാത്ത രാത്രികൾ കഴിച്ചു കൂട്ടിയത് അറിയോ നിനക്ക്? ഏതായാലും കഴിഞ്ഞതൊന്നും പറഞ്ഞിട്ട് ഇനി കാര്യമില്ലല്ലോ. ഞാൻ ശരിക്കും എന്താണെന്നും ആരാണെന്നും നീയൊക്കെ അറിയാൻ പോണതേ ഉള്ളൂ. അവൻ ഒരു വക്രമായ പുഞ്ചിരിയോടെ പറഞ്ഞു. അപ്പോഴാണ് ദേവയാനിക്ക് തനിക്ക് തെറ്റുപറ്റിയോ എന്ന ചിന്ത വന്നത്. എന്താ ശരത് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നല്ലവനെ പോലെ ഇത്രയും നാളും ഞങ്ങളുടെ മുമ്പിൽ നിന്നത് വെറുതെ ആയിരുന്നോ? എന്റെ മോള് നിനക്ക് തുറുപ്പ് ചീട്ടാണെന്നോ? എന്റെ കൺമുമ്പിൽ വെച്ച് എന്നെ എന്റെ മോള് നീ ഭീഷണിപ്പെടുത്തുന്നോ? ദേവയാനിയുടെ വാക്കുകൾ കേട്ട് ശരത്ത് പുറകിലേക്ക് തിരിഞ്ഞ് അവരോട് ക്രൂരമായി പുഞ്ചിരിച്ചു. അയ്യോ ആന്റി, ഇനിയും എന്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സത്യത്തിൽ എന്റെ പ്ലാൻ എല്ലാം നടക്കാൻ ഇപ്പോ എനിക്ക് സഹായമായത് നിങ്ങളാണ്. അതിന് എനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. വെറുതെ ഇരുന്നാൽ ഇനി ഒന്നും നടക്കില്ലെന്ന് എനിക്ക് ഉറപ്പായി. അതാ ഞാൻ തന്നെ ഇനി കാര്യങ്ങൾ സ്പീഡായി ചെയ്യാമെന്ന് കരുതിയത്. ശരത്ത് അതേ ഭാവത്തിൽ പറഞ്ഞു. ശേഷം അവൻ പതിയെ കാറിന്റെ സ്പീഡ് കൂട്ടി. അതോടെ ശരത്തിന്റെ വിചിത്രമായ പ്രവൃത്തികൾ കണ്ട് ശ്രീലക്ഷ്മിയും ദേവയാനിയും തീർത്തും ഞെട്ടി. പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ ശ്രീലക്ഷ്മി അവളുടെ ഫോണിനായി കൈയെത്തി. അത് കണ്ടതും ശരത്ത് പിന്നിലേക്ക് തിരിഞ്ഞ് മിന്നൽ വേഗത്തിൽ അത് അവളുടെ കയ്യിൽ നിന്നും തട്ടിത്തെറിപ്പിച്ചു. അതോടെ അവർ ഇനിയും രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്ന് അവൻ ഉറപ്പായി. അതുകൊണ്ട് അവൻ ഒട്ടും സമയം കളയാതെ വേഗം തിരിഞ്ഞ് ദേവയാനിയുടെ ബാഗും പിടിച്ചു വലിച്ച് ജനലിലൂടെ പുറത്തേക്കെറിഞ്ഞു. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. അത് കാണേ ശ്രീലക്ഷ്മിക്കും ദേവയാനിക്കും അവനെ നോക്കാൻ പോലും ഭയം തോന്നി. കാരണം അത്രയും ക്രൂരമായ അവന്റെ ഭാവം അവരെ വല്ലാതെ പേടിപ്പിച്ചു. ശരത് പ്ലീസ് ഒന്ന് കാർ നിർത്തോ, എന്നെ വെറുതെ വിട്ടേക്ക്. എനിക്ക് എന്റെ ഋഷിയുടെ അടുത്തേക്ക് പോണം. പ്ലീസ് ഒന്ന് നിർത്തോ. ശ്രീലക്ഷ്മി കരച്ചിലിന്റെ വക്കിലെത്തി. ഇല്ല, അങ്ങനെ പറ്റില്ലല്ലോ. എന്റെ ലക്ഷ്മി, നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് കുടുക്കിയത് ഇങ്ങനെ ഈസിയായി പറഞ്ഞുവിടാൻ വേണ്ടിയാണോ? നിന്നെ എന്റെ ആക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ആ വാക്കുകൾ കേട്ട് ശ്രീലക്ഷ്മി ഒരു നടുക്കത്തോടെ അവനെ നോക്കി. എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന ചിന്തയിൽ അവൾ വേഗം കാറിന്റെ ഡോർ തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊന്ന് അനക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. അവൾ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് ശരത്തിന്റെ ഷർട്ടിൽ പിടിച്ചു. അവന്റെ കഴുത്തിൽ പിടിച്ചും അവനെ കയ്യിലടിച്ചും അവൾ കാർ നിർത്താൻ ശ്രമിച്ചു. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ട് മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നു ശരത്ത്. പൊതുവെ ഇനി ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവർക്ക് ലഭിക്കുന്ന ഒരുതരം കരുത്തുണ്ടല്ലോ, അത് ശരത്തിനുണ്ടായിരുന്നു. തന്നെ പിന്നിൽ നിന്നും ആക്രമിക്കുന്ന ശ്രീലക്ഷ്മിയെ അവൻ നിമിഷ നേരത്തിൽ തന്നെ കൈകാര്യം ചെയ്തു. അവളെ നിഷ്പ്രയാസം അവൻ പിന്നിലേക്ക് ആഞ്ഞു തള്ളി. അതിന്റെ ആഘാതത്തിൽ അവൾ അറിയാതെ തന്നെ സീറ്റിലേക്ക് തലയിടിച്ച് വീണു. ദേഷ്യം തീരാതെ
അവൻ പെട്ടെന്നൊരു സ്ഥലത്ത് കാറ് നിർത്തി. തന്റെ സീറ്റിൽ നിന്നും ഉയർന്ന് പിന്നിലെ സീറ്റിലേക്ക് വീണുപോയ ശ്രീലക്ഷ്മിയുടെ കവളിൽ ആഞ്ഞടിച്ചു. അതുവരെ കാറിന്റെ ഒരറ്റത്തായി ഭയന്നിരുന്ന ദേവയാനി അതോടെ പേടിച്ച് കരയാൻ തുടങ്ങി. ദേവയാനി പുറമേ ധൈര്യശാലിയായി തോന്നുമെങ്കിലും അവർ ശരിക്കും വെറും ഒരു ഭീരുവായിരുന്നു. മോളെ, ലച്ചു, വേണ്ട, നീ ഒന്നും മിണ്ടല്ലേ. അവൻ എന്താ ചെയ്യുന്നെന്ന് അവന് തന്നെ അറിയില്ല. ഇങ്ങനെ ദേഷ്യത്തിൽ ഓരോന്ന് ചെയ്തു കൂട്ടുന്ന അവനെ നീ ഇനിയും പ്രതികരിച്ച് പ്രകോപിപ്പിക്കല്ലേ. മോൾ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ അവനെ ഉപദ്രവിക്കുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്താ ഈ വണ്ടിയുടെ ബാലൻസ് തെറ്റി ഇത് എവിടെയെങ്കിലും മറിഞ്ഞു പോയാലോ? നമ്മുടെ ജീവനും കൂടെ പോവില്ലേ? ഒന്ന് സമാധാനായിട്ടിരിക്കും മോളെ. അമ്മയുടെ അപേക്ഷയായെങ്കിലും എടുക്ക്, പ്ലീസ് മോളെ. അവർ ഭയന്നുകൊണ്ട് ശ്രീലക്ഷ്മിക്ക് മുന്നറിയിപ്പ് കൊടുത്തു. അതോടെ നിറഞ്ഞ കണ്ണുകളാൽ ശ്രീലക്ഷ്മി മൗനമായത് കണ്ടതും ദേവയാനിയുടെ കണ്ണുകൾ അവളിൽ നിന്നും ശരത്തിലേക്ക് എത്തി നിന്നു. ശരത്തെ, നിന്നെ ഞാൻ കണ്ണുമടച്ച് വിശ്വസിച്ചതല്ലേ? എന്നിട്ട് നീ ഞങ്ങളോട്... ഞാൻ എന്റെ മോളെ ഒരു തവണ പോലും തല്ലിയിട്ടില്ല, അറിയോ നിനക്ക്? ആ മോളെയാ നീ എന്റെ മുമ്പിൽ വെച്ച് അടിച്ചത്. ഒരു ഭർത്താവുള്ള കുഞ്ഞ എന്റെ മോള്, അവളെയാ നീ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോവാൻ നോക്കുന്നത്. അവർ ദേഷ്യത്തോട് അവനെ നോക്കി പറഞ്ഞു. ഹലോ അമ്മായിയമ്മേ, അവളെ തൊടാൻ പോലും എനിക്ക് അവളുടെ അനുവാദം വേണ്ട. കാരണം ഈ കാറിൽ കേറിയപ്പോൾ മുതൽ അവൾ എന്റെയായി. ഇനി അവൾക്കൊരു തിരിച്ചു പോക്കുണ്ടാവില്ല. ഞാൻ ചിലപ്പോ അവളെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തല്ലും, ചിലപ്പോ ഇവളെ ഞാൻ നല്ലതുപോലെ അങ്ങ് സ്നേഹിക്കും. അതൊന്നും നിങ്ങൾ അറിയണ്ട കേട്ടോ, പെണ്ണുമ്പിള്ളെ. ശരത്തിന്റെ വാക്കുകൾ കേട്ടതും ശ്രീലക്ഷ്മിക്ക് വല്ലാത്ത വെറുപ്പ് തോന്നി. ഛീ, നിനക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? എങ്ങനെയാ നീ ഇത്രയും നാള് നല്ലവനെ പോലെ എന്റെ മുന്നിൽ നടിച്ചത്? എന്റെ ഒരു നല്ല സുഹൃത്തായിട്ടാ ഞാൻ നിന്നെ കണ്ടത്. എന്നിട്ട് നീ എന്നെ കൂടെ നിന്ന് ചതിക്കുമായിരുന്നോ? നിന്നോടുണ്ടായിരുന്ന വിശ്വാസവും സ്നേഹവും ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് നീ തന്നെ ഇല്ലാതാക്കിയില്ലേ? നിന്നെ എനിക്ക് വെറുപ്പ് നിറഞ്ഞ മുഖത്തോടെ അവനെ നോക്കി ശ്രീലക്ഷ്മി പറഞ്ഞു. ഒന്ന് പോടി. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും. ഞാൻ നല്ലവനാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇനി ഈ ശരത്തിനെ ആർക്കും തടയാൻ കഴിയില്ല. ഇനി എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. എനിക്ക് എന്റേതെന്ന് പറയാൻ ഉണ്ടായിരുന്നവയൊക്കെ നഷ്ടപ്പെട്ടു. എന്റെ ബിസിനസ്, എന്റെ വീട്, സ്വത്ത് എല്ലാം ഒറ്റ രാത്രി കൊണ്ട് എന്നെ വിട്ടുപോയി. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഞാൻ ഇനി എന്തിനാ നല്ലവനായിട്ട് തുടർന്ന് അഭിനയിക്കുന്നേ? ഇനി എന്റെ യഥാർത്ഥ മുഖവുമായി ജീവിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഇതാടി ശരിക്കുള്ള ഞാൻ. എന്തേ, നിനക്ക് ഇഷ്ടമായില്ലേ? നിനക്ക് ഇഷ്ടമായാലും ഇല്ലേലും ഇതാ ഞാൻ ഇനി എനിക്ക് വേണ്ടതെല്ലാം നേടിയെടുക്കും, നിന്നെ ഉൾപ്പെടെ. എന്റെ ഇനിയുള്ള വിജയം, അതിനുള്ള എന്റെ ആദ്യ പടി തന്നെ നീയാ. ശരത്ത് ഒരു ക്രൂരമായ ചിരിയോടെ പറഞ്ഞു. അവന്റെ യഥാർത്ഥ മുഖം അപ്പോൾ തെളിഞ്ഞു കാണുകയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാം കേട്ടുനിന്ന ശ്രീലക്ഷ്മി പൊട്ടിക്കരഞ്ഞു. ഋഷി, എവിടെയാ നീ? ഇവൻ എന്നെ തൊട്ടാ പിന്നെ ഞാൻ ജീവനോടെ കാണില്ല. ഋഷി, നീ എവിടെയാ? ഏകദേശം 1 മണിക്കൂറോളം വേഗത്തിൽ കാർ ഓടിച്ചാണ് ശരത്ത് ടൗണിന്റെ പുറം ഭാഗത്തെത്തിയത്. ശബ്ദമുണ്ടാക്കാതെ ഉള്ളിൽ നിന്നും ഇറങ്ങി ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ അവൻ ചുറ്റും നോക്കി. അധികം ആൾതാമസവും ഒച്ചയുമില്ലാത്ത ഒരു സ്ഥലം. അവിടെ ഒരു വീട് ശരത്ത് തനിക്കായി നേരത്തെ തന്നെ കണ്ടുപിടിച്ചിരുന്നു. ശ്രീലക്ഷ്മിയെയും ദേവയാനിയെയും ആ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് കയറെടുക്കാമെന്ന് കരുതി അവൻ കാറിന്റെ ഡോർ ശ്രദ്ധാപൂർവം ലോക്ക് ചെയ്തു. സോറി മോളെ, ഞാൻ കാരണമാണ് മോളി പ്രശ്നത്തിൽ അകപ്പെട്ടത്. ദേവയാനി നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ കവിളിൽ തലയോടി. ഞാൻ പറഞ്ഞതല്ലേ അവനെ വിശ്വസിക്കരുതെന്ന്. അവൻ അഭിനയിക്കുകയാണെന്ന്. ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാതെയല്ലേ അമ്മ ഇങ്ങനെ ചെയ്തേ? അവൾ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമായ ദേവയാനിയോട് സങ്കടത്തോടെയും ദേഷ്യത്തോടെയും കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ശരത്ത് കയറുമായി തിരികെ വന്ന് കാറിൽ കയറി ഇരുവരുടെയും കൈകൾ പിന്നിലേക്ക് വലിച്ച് ബലമായി ബന്ധിച്ചു. മാനസികമായി തളർന്നുപോയ ശ്രീലക്ഷ്മിക്ക് അവനോട് കൂടുതൽ പോരാടാൻ കഴിഞ്ഞില്ല. അവൾ അവന്റെ ബലത്തിനു മുൻപിൽ പോരാടാൻ പോലും കഴിയാതെ ഒരു പാവയെ പോലെ ഇരുന്നു. അയ്യോ രക്ഷിക്കണേ! അയ്യോ നാട്ടുകാരെ, ഓടി വരണേ! ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ! ദേവയാനി നിലവിളിക്കാൻ തുടങ്ങിയെങ്കിലും അധിക നേരം വേണ്ടി വന്നില്ല. അവന് വീടിന്റെ വാതിൽ തുറന്ന് അവരെ ഇരുട്ടുമുറിയിലേക്ക് വലിച്ചിഴച്ച് വാതിലടയ്ക്കാൻ വേണ്ടി. ഈ ഭാഗത്ത് 1-2 വീടുകളേ ഉള്ളൂ. പിന്നെ ഈ വീടിന്റെ എതിർവശത്തുള്ള വീട് കണ്ടിട്ടാണ് നിലവിളിച്ചതെങ്കിലും
വെറുതെ ആയിപ്പോയി അമ്മായിയമ്മേ. അവിടെ ഇപ്പോ ആരും താമസിക്കുന്നില്ല. നിങ്ങളെ രക്ഷിക്കാൻ ഇവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും വരില്ല. ഞാൻ തീരുമാനിക്കുന്നത് വരെ നിങ്ങൾ 2 പേർക്കും ഇവിടെ നിന്ന് ഇനി ഒന്ന് അനങ്ങാൻ പോലും കഴിയില്ല. ശരത്ത് ശ്രീലക്ഷ്മിയെ അടിമുടി നോക്കി വശ്യമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്പം മുൻപ് വരെ ശരത്തിനെ ശ്രീലക്ഷ്മിയെ കൊണ്ട് കെട്ടിക്കാമെന്ന് കരുതിയിരുന്നു ദേവയാനി. ഇപ്പോ ശരത്തിനെ നോക്കി ഭയത്തോടെ വിറയ്ക്കുകയാണ്. ശരത്തെ, നീ ഈ ചെയ്യുന്നതൊക്കെ മണ്ടത്തരമാണ്. നീ ഇനി എന്ത് ചെയ്താലും ശ്രീലക്ഷ്മി അവനെ ഡിവോഴ്സ് ചെയ്യില്ല. അതുകൊണ്ട് നീ ഇനി എന്ത് ചെയ്താലും പ്രയോജനമില്ല. അവൾ ഇപ്പോഴും ഋഷിയുടെ ഭാര്യയാണ്. ദേവയാനി അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് കേട്ടതും അവന്റെ ഭാവം തന്നെ മാറി. അവന് നല്ല ദേഷ്യം വന്നു. മിണ്ടിപ്പോരുത്, അവൻ അവരോടായി അലറി. നിങ്ങളെന്താ എന്നെ പഠിപ്പിക്കാൻ വരുവാണോ? ഇനി നിന്റെ ശബ്ദം ഇവിടെ കേട്ടുപോരുത്. അവൻ അവരെ നോക്കി ചൂണ്ടുവിരൽ കൊണ്ട് മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചു. ഇപ്പൊ തന്നെ ഞാൻ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാ. അപ്പോഴാ അവരുടെ കോപ്പിലൊരു ക്ലാസ്. ഞാനും ഇങ്ങനെയൊക്കെ ആവണമെന്ന് ആഗ്രഹിച്ചല്ലോ. പക്ഷെ ഒന്നും എന്റെ വഴിക്ക് വന്നില്ല. ഞാനും നിങ്ങളെപ്പോലെ സാധാരണ ഒരു കല്യാണം ആഗ്രഹിച്ചതാ. പക്ഷേ ഞാൻ സ്നേഹിച്ച പെണ്ണ് വേറൊരുത്തനെ കെട്ടിയില്ലേ? നീ ശരിക്കും പോലീസിനെ അറിയിച്ച് അവരെയും കൂട്ടിക്കൊണ്ടു വന്നോ? ശരത്ത് അല്പം പതർച്ചയോടെ ചോദിച്ചു. നിന്നെ പോലുള്ള പൊട്ടന്മാർക്ക് അവരാണ് നല്ലത്. ഋഷിയുടെ മറുപടി പുച്ഛം നിറഞ്ഞതായിരുന്നു. ഇനി നീ മര്യാദയ്ക്ക് 2 പേരെയും വിട്ടയച്ചില്ലെങ്കിൽ ജീവിതാവസാനം വരെ നിനക്ക് ജയിലിൽ കിടക്കാം. പറഞ്ഞില്ലെന്ന് വേണ്ട. എനിക്കറിയാം നീ കള്ളം പറയാണെന്ന്. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ പേടിക്കൊന്നും നീ വിചാരിക്കണ്ട. എനിക്ക് ഈസിയായി ഇതിൽ നിന്നൊക്കെ ഊരിപ്പോരാം. ശരത്ത് ഭയം മറച്ചുകൊണ്ട് അവനോട് വീരവാദം മുഴക്കി. നിന്നെ ഇവിടുന്ന് രക്ഷപ്പെടാൻ ഞാൻ സഹായിക്കാം. പക്ഷേ അവരെ വെറുതെ വിടണം. 2 പേരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലും ഭേദം ഒരാളെ കത്തി ഭീഷണിപ്പെടുത്തുന്നതല്ലേ നല്ലത്. അപ്പോ നീ അവരെ വിട്ടേക്ക്. അവർക്ക് പകരം നീ എന്നെ ബന്ദിയാക്കിക്കോ. എന്നെ കൊല്ലുമെന്ന് കാണിച്ച് നീ അവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടോ. ഋഷി അങ്ങനെ ഒരു ആശയം മുന്നിൽ വെച്ചതും ആകെ പതറി നിന്ന ശരത്ത് അതിനോട് അല്പം ചായ്വ് കാണിച്ചു. അതേസമയം ഋഷി പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി ആകെ ഞെട്ടി. ഋഷി, നീ എന്താ ഈ പറയുന്നേ? അതൊന്നും വേണ്ട. നീ ആദ്യം ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്, അവൾ പരിഭ്രമത്തോടെ പറഞ്ഞു. പക്ഷേ ദേവയാനി ഉടനെ അവളെ തടഞ്ഞു. ശ്ശേ ലച്ചു, നീ എന്തൊക്കെയായി പറയുന്നേ? നമ്മൾക്ക് രക്ഷപ്പെടണമെങ്കിൽ അവൻ പറയുന്ന പോലെ ചെയ്യണം. അവൻ നമ്മളെ രക്ഷിക്കട്ടെ. ഋഷി പറയുന്ന ശരി. സ്വന്തം ജീവൻ മാത്രം രക്ഷിക്കാൻ ശ്രമിക്കുന്ന തന്റെ അമ്മയെ അവൾ ദേഷ്യത്തോടെ നോക്കി. നീ അവിടെ എന്ത് നോക്കി നിൽക്കുക? പറഞ്ഞതുപോലെ ചെയ്യടാ. വേഗം ഞങ്ങളെ രക്ഷിച്ചിട്ട് നീ ഇവിടെ ഞങ്ങൾക്ക് പകരം ഇരിക്ക്. ഋഷിയോട് ദേവയാനി അമ്മ ആജ്ഞാപിച്ചു. ശരത് ഇതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോഴും അവന്റെ ഉള്ളിൽ മുഴുവൻ വീടിന് ചുറ്റും പോലീസ് ഉണ്ടെന്നുള്ള ഭീതിയായിരുന്നു. പോലീസ് അവിടെ വരുമ്പോൾ വർമാസ് കുടുംബത്തെയും വിവരം അറിയിച്ചിട്ടാണ് വന്നത്. ഒരു ലേഡി അസിസ്റ്റന്റ് കമ്മീഷണർ മുന്നോട്ട് വന്നു. അവളുടെ കീഴിൽ ഒരു ചെറിയ പോലീസ് സേന തന്നെ ഉണ്ടായിരുന്നു. ഏറെ വൈകാതെ മഹാദേവി വർമ്മയും കുടുംബത്തിലെ ചില പ്രധാന അംഗങ്ങളും അവിടേക്ക് വന്നു. ACP മാഡം, എന്താ ശരിക്കും സംഭവിച്ചത്? അവരിൽ ഒരാൾ ചോദിച്ചു. ശരത്തിന്റെ വീടിന് എതിർവശത്തുള്ള ഒഴിഞ്ഞ വീട്ടിൽ നിന്നും ബൈനോക്കുലറിലൂടെ നിരീക്ഷിക്കുകയായിരുന്നു പോലീസ്. ആ കിഡ്നാപ്പറിനോട് ഋഷി സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കുന്നതെന്ന് അറിയാൻ വയ്യ. പോലീസുകാരൻ ആ ദൃശ്യം നോക്കിക്കൊണ്ട് പറഞ്ഞു. അവരെ തട്ടിക്കൊണ്ടുപോയ ആൾ ആരാണെന്ന് പറയാമോ? മഹാദേവി സംശയത്തോടെ ചോദിച്ചു. ആ തട്ടിക്കൊണ്ടുപോയ ആളുടെ പേര് ശരത് എന്നാ ഞങ്ങൾ അറിഞ്ഞത്. അവൻ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആണല്ലേ? ACP മാഡം അവരോടായി ചോദിച്ചു. എന്താ? ശരത്തിന്റെ പേര് കേട്ടതും അവരെല്ലാവരും ഒന്നടങ്കം ഞെട്ടി. മാഡം, നിങ്ങൾ ഈ പറയുന്നത് സത്യമാണോ? ശരത്ത് വളരെ നല്ല ചെറുക്കനാ. അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മഹാദേവി ഉറപ്പിച്ചു പറഞ്ഞു. ഇത് നിങ്ങൾക്ക് പുതിയതായിരിക്കും, പക്ഷെ സത്യമാണ്. എപ്പോഴും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ കൂടുതലും വിക്ടിംസിനും ഫാമിലിക്കും അടുത്തറിയാവുന്നവരോ നല്ലവരെന്ന് കരുതുന്നവരോ ആയിരിക്കും. മാഡം, അവർ ബന്ദികളെ കൈമാറുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഋഷി അവിടെ അവർക്ക് പകരം ബന്ദിയാവും. പകരമായി ആ അമ്മയെയും മകളെയും പുറത്തുവിടാനാണ് പ്ലാൻ എന്ന് തോന്നുന്നു. ബൈനോക്കുലറിലൂടെ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന പോലീസ് അവരുടെ ചുണ്ടുകൾ അനങ്ങുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് അറിയിച്ചു. അത് നന്നായി. ഈയൊരു പ്രാവശ്യമെങ്കിലും ആ ഋഷിയെ കൊണ്ട് കുടുംബത്തിന് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ. മഹാദേവി അല്പം പോലും മനുഷ്യത്വമില്ലാതെ പറഞ്ഞു.
ശ്രീലക്ഷ്മി ഋഷിനെ അവിടെ വിട്ടു പോകാൻ സമ്മതിക്കാതെ കരയുകയും ബലം പിടിക്കുകയും ചെയ്യുകയായിരുന്നു. പക്ഷേ ദേവയാനി തന്റെ സകല ബലവും ഉപയോഗിച്ച് അവളെ പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കുകയാണ്. മിനിറ്റുകൾ പിന്നിട്ടും ഋഷിയും ശരത്തും സംസാരിക്കുന്നത് പോലീസ് ബൈനോക്കുലറിലൂടെ നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വന്നു. ദൈവമേ! അവരെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നയാൾ അറിയാതെ നിലവിളിച്ചു പോയി. ഓ, നീ വലിയ ഹീറോയാണെന്നാവും നിന്റെ വിചാരം. ഇവരെയൊക്കെ നീ ഇങ്ങനെ രക്ഷിക്കാൻ ശുഷ്കാന്തി കാണിക്കുമ്പോ നീ ഒരു കാര്യം മറക്കരുത്. നീ എന്റെ അടുത്ത് പെട്ടുപോവുകയാണെന്നുള്ള കാര്യം. ആ, എന്തായാലും നിന്റെ ആഗ്രഹം ഞാൻ നടത്തിത്തരാം. നീ ഇങ്ങോട്ട് വാടാ. ഋഷിയുടെ പ്ലാൻ വർക്കൗട്ട് ആയതുപോലെ ശരത്ത് അവനെ ബന്ദിയാക്കി അവരെ പുറത്തുവിടാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. ഋഷി ഒരു മടിയും കൂടാതെ വേഗം അവന്റെ അരികിലേക്ക് ചെന്ന് 2 കൈയും പൊക്കിപ്പിടിച്ചു. ഋഷിയുടെ കഴുത്തിനടുത്തേക്ക് കത്തി പിടിച്ചുകൊണ്ട് ശരത്ത് ശ്രീലക്ഷ്മിയെ തന്റെ പിടിയിൽ നിന്നും മോചിതയാക്കി. ദേവയാനിയുടെ കൈകൾ രണ്ടും സ്വതന്ത്രമാക്കപ്പെട്ടിരുന്നു. അതോടെ അവർ ശ്രീലക്ഷ്മിയെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ശ്രീലക്ഷ്മിയുടെ കവിളിൽ സിഗരറ്റിന്റെ പൊടി പറ്റിയ ഒരു കൈയടയാളം ഋഷി കാണുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ശരത്ത് ചെയ്തതാണ് അതെന്ന് അവന് മനസ്സിലായി. ആ നിമിഷം ഋഷിയുടെ ഉള്ളിൽ നിറഞ്ഞ ദേഷ്യം ആരും കണ്ടില്ല. അമ്മേ, പ്ലീസ് വിടന്നെ, എനിക്ക് പോണ്ട. നമ്മളെ രക്ഷിച്ചതുകൊണ്ടാ ഋഷി ഇപ്പോ ഈ ഭ്രാന്തന്റെ മുമ്പിൽ പെട്ടത്. ഋഷി അവിടെ വിട്ട് എനിക്ക് വരാൻ പറ്റില്ല. എന്റെ കൈ വിടമ്മ. ഋഷിയെ അവൻ വല്ലതും ചെയ്താലോ? ശ്രീലക്ഷ്മി കണ്ണീരോടെ പറഞ്ഞു. എന്നാൽ അതൊന്നും ദേവയാനിയെ ഒരു തരത്തിലും ബാധിച്ചില്ല. അതിനല്ലേ ഇവിടെ പോലീസ് നിൽക്കുന്നത്. അവരവനെ രക്ഷിച്ചോളും. നീ വെറുതെ ഒക്കാത്ത പണിക്ക് പോവരുത്. അവന് കുഴപ്പമൊന്നും വരില്ല. നീ ഇങ്ങോട്ട് വന്നേ. ദേവയാനി അതും പറഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മിയെ ബലമായി തന്നെ ആ വീട്ടിനുള്ളിൽ നിന്നും പിടിച്ചു വലിച്ച് പുറത്തേക്കിറക്കി. പുറത്തിറങ്ങിയപ്പോൾ മഹാദേവിയും മറ്റ് ബന്ധുക്കളും ചുറ്റും നിൽക്കുന്നത് അവർ കണ്ടു. ദേവയാനി, ശ്രീലക്ഷ്മി, നിങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? മഹാദേവി ആശങ്കയോടെ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ലമ്മേ. ദേവയാനി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ വാ, നമുക്ക് പോവാം. ഈ സ്ഥലം അത്ര സേഫ് അല്ല. നമുക്ക് പെട്ടെന്ന് പോവാം. മുത്തശ്ശി അവരോടായി അത് പറയുമ്പോഴേക്കും ഒരു കാർ അവർക്ക് മുമ്പിലേക്ക് വന്നിരുന്നു. മുത്തശ്ശി, ഋഷി അവൻ അകത്തുണ്ട്. അവനെ രക്ഷിക്കണം, എന്റെ ഋഷി. ശ്രീലക്ഷ്മി മനസ്സ് കൈവിട്ടവരെ പോലെ കരഞ്ഞുകൊണ്ട് പുലമ്പി. പക്ഷേ മഹാദേവി അത് കേൾക്കാത്തതുപോലെ അവിടെ നിന്നു. മിണ്ടാതിരിക്കില്ലച്ചു. അവൻ മുത്തശ്ശിയോട് എങ്ങനെയാ പെരുമാറിയതെന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഈ നിൽക്കുന്ന പോലീസുകാർ പോലും മുത്തശ്ശിയുടെ ബഹുമാനത്തോടെ മാത്രമേ സംസാരിക്കൂ. അവൻ ഒരുത്തനാ അവിടെ മുത്തശ്ശിക്ക് അത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. ദേവയാനി അടക്കി പിടിച്ച് സംസാരിച്ചുകൊണ്ട് ശ്രീലക്ഷ്മിയെ തടഞ്ഞു. പക്ഷെ അമ്മേ, ശ്രീലക്ഷ്മി എന്തോ പറഞ്ഞു തുടങ്ങിയെങ്കിലും അവളെ മുഴുവൻ പറയാൻ അനുവദിക്കാതെ ദേവയാനി മുന്നിൽ വന്ന കാറിനുള്ളിലേക്ക് അവളെ പഴന്തുണി കെട്ടുപോലെ വലിച്ചിട്ടു. സ്വന്തം കാര്യം നോക്കടി, ദേവയാനി പറഞ്ഞു. അവിടെ അടുത്തുണ്ടായിരുന്ന അസിസ്റ്റന്റ് കമ്മീഷണറെ നോക്കി മഹാദേവി തങ്ങൾ പോവുകയാണെന്ന കാര്യം അറിയിച്ചു. അകത്ത് ബന്ദിയാക്കപ്പെട്ട വ്യക്തി നിങ്ങളുടെ കുടുംബത്തിലെ അംഗമല്ലേ? ACP ചോദിച്ചു. ഹേയ്, അല്ല, അവന് ഞങ്ങളുമായി ഒരു ബന്ധവുമില്ല, മഹാദേവി കടുത്ത സ്വരത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു. രാവിലെ മുതൽ ഈ നിമിഷം വരെ ഉണ്ടായിരുന്ന സമ്മർദ്ദം കാരണം അത്രയും നേരം അടക്കി നിർത്തിയിരുന്ന കരച്ചിലൊക്കെ ആ നിമിഷം ശ്രീലക്ഷ്മിയിൽ നിന്നും പുറത്തേക്ക് വന്നു. തന്റെ നിസ്സഹായത ഓർത്ത് അവൾ പൊട്ടിക്കരഞ്ഞു. എന്താടാ, നിന്റെ ഭാര്യ സുരക്ഷിതമായി അങ്ങ് പുറത്തിറങ്ങിയത് കണ്ടാണോ ഇപ്പൊ നിന്റെ മുഖത്ത് ഈ അഹങ്കാരം? പക്ഷേ എന്റെ കയ്യിലെ കത്തി നിന്റെ കഴുത്തിലുണ്ടെന്നുള്ളത് നീ മറന്നു. ശരത്തിന്റെ ഭീഷണി കേൾക്കെ ഋഷി അവനെ നോക്കി ഒരു ചെറു പുഞ്ചിരി നൽകി. മുകളിലായി ഉയർത്തിയ കൈകൾ താഴ്ത്തിയിട്ടുകൊണ്ട് ഋഷി പെട്ടെന്ന് ശരത്തിന്റെ മുഖത്തേക്ക് നോക്കി തിരിഞ്ഞുകൊണ്ട് തന്റെ 2 കൈകളും നീട്ടി. എടാ, നീ എന്തായി കാണിക്കുന്നേ? പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ ഞെട്ടിക്കൊണ്ട് ശരത്ത് ഒരടി പിന്നോട്ട് പോയി. പക്ഷേ ഋഷി അവന് ഒന്നും ചെയ്തില്ല. പകരം അവനെ നോക്കി ചിരിച്ചുകൊണ്ട് തന്റെ ഫുൾ കൈ ഷർട്ട് കൈമുട്ടുവരെ സ്റ്റൈലിഷായിട്ട് മടക്കാൻ തുടങ്ങി. അവന്റെ ആ പ്രവൃത്തിയോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ശരത്തിന് അറിയില്ലായിരുന്നു. അവൻ ടെൻഷനോടെ കത്തി കൈയിൽ മുറുകെ പിടിച്ചു. ഋഷി ചുറ്റും നോക്കി. തൊട്ടടുത്ത് ഒരു കസേര കിടക്കുന്നു. അവൻ ഒരു കൈകൊണ്ട് അത് വലിച്ച് തന്റെ അടുത്തേക്കിട്ടുകൊണ്ട് കാലിന്മേൽ കാല് കയറ്റി അല്പം അഹങ്കാരത്തോടെ തന്നെ ഇരുന്നു. ഡാ, എന്താണ് നീ കാണിക്കുന്നത്? നീ ഇന്ന് ഇവിടുന്ന് ജീവനോടെ പോവില്ല. ധൈര്യം സംഭരിച്ചുകൊണ്ട് ശരത്ത് കത്തിയെടുത്ത് ഋഷിയെ കുത്താൻ പോയി. ഒറ്റ രാത്രി കൊണ്ട് നിന്റെ ബിസിനസ് എല്ലാം പൊളിഞ്ഞ്
നീ എങ്ങനെ ഒന്നുമില്ലാത്തവനായെന്ന് നീ ചിന്തിച്ചില്ലേ ശരത്തെ? ഋഷിയുടെ ചോദ്യം മുന്നോട്ടേക്ക് കത്തിയും കൊണ്ടുവന്ന ശരത്തിനെ പിടിച്ചു നിർത്തിയതുപോലെ നിശ്ചലമാക്കി. നീ നീ അതെങ്ങനെ അറിഞ്ഞു? അവൻ ശബ്ദമിടറിയതുപോലെ ചോദിച്ചു. ശരത്ത് ആരോടും അക്കാര്യം പറഞ്ഞിരുന്നില്ല. അല്പം മുമ്പ് ദേഷ്യം വന്നപ്പോൾ അവൻ ശ്രീലക്ഷ്മിയോട് അക്കാര്യം വിളിച്ചു പറഞ്ഞിരുന്നു. അതല്ലാതെ ഇത് മറ്റൊരാൾ പോലും അറിഞ്ഞിരുന്നില്ല. ശരത്ത് ആശയക്കുഴപ്പത്തോടെ അവനെ നോക്കി. ഇന്ദ്രപ്രസ്ഥ നിന്നോട് പറഞ്ഞിരുന്നോ ഇനി നീയുമായി ഒരു ബിസിനസ് ഉണ്ടാകില്ലെന്ന്? പകച്ചു നിൽക്കുന്ന അവനോട് അടുത്ത ചോദ്യം കൂടി ഋഷി ചോദിച്ചു. അതോടെ കത്തി പിടിച്ച ശരത്തിന്റെ കൈ താനേ താഴ്ന്നു. അങ്ങനെ പെട്ടെന്ന് നിന്നോട് ഇത് പറയണമെങ്കിൽ ആ കുടുംബത്തിൽ ആരെയോ നീ വെറുപ്പിച്ചെന്ന് തോന്നുന്നല്ലോ. ഋഷി ചോദിച്ചത് കേട്ട് ശരത്ത് ഒന്നും മിണ്ടിയില്ല. അതാരാണെന്ന് നിനക്ക് ഇപ്പോഴും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? വീണ്ടും ഋഷിയുടെ ചോദ്യം ശരത്തിന്റെ തല കുനിപ്പിച്ചു. അതേസമയം എതിർ കെട്ടിടത്തിൽ നിൽക്കുന്ന ACP ഈ കാഴ്ചയൊക്കെ കണ്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു. അവിടെ നടക്കുന്നതൊക്കെ കണ്ടിട്ട് തട്ടിക്കൊണ്ടുപോയയാൾ ഇപ്പൊ ബോധം കെട്ട് വീഴുമെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾ ഓൺ പൊസിഷനിൽ നിൽക്കണം, ജാഗ്രതയോടെ. എന്തെങ്കിലും പ്രൊവോക്കേഷൻ ഉണ്ടായാൽ മുട്ടിന് താഴെ വെടിവെക്കുക. പക്ഷേ കത്തിമുനയിൽ നിന്ന ആൾ ഇപ്പോ എങ്ങനെയാ കസേരയിലിരിക്കുന്നത്? അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ACPക്കും വളരെ ആകാംക്ഷയുണ്ടായിരുന്നു. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? ശരത്ത് തീർത്തും പരിഭ്രമത്തോടെ ഋഷിയെ നോക്കി ചോദിച്ചു. ഞാൻ അറിഞ്ഞില്ലെങ്കിൽ വേറെ ആരാ ശരത്തെ അറിയുന്നേ? കാരണം നിന്നെ ദ്രോഹിക്കുന്ന ഇന്ദ്രപ്രസ്ഥത്തിലെ ആൾ ഞാനാണല്ലോ. ഋഷി ഗൗരവത്തോടെ പറഞ്ഞു. ശരത്തിന്റെ കയ്യിൽ നിന്നും കത്തി തെന്നി താഴെ വീണു. കുടുംബത്തിൽ നിന്നും ഇറക്കി വിട്ടത് കാരണം സ്വന്തമായി തന്റെ പേരിൽ അറിയപ്പെടാതെ അവന്റെ വീട്ടുപേരും കാര്യങ്ങളും വെളിപ്പെടുത്തില്ലെന്ന് ശബ്ദം ചെയ്തിരുന്ന ഋഷി അവന്റെ പ്രതിജ്ഞ പൂർത്തീകരിച്ച ശേഷം ഇന്ന് ആദ്യമായി തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തി. ഹായ് സർ, നിങ്ങൾക്ക് എന്ത് ഫ്ലാറ്റാണ് വേണ്ടത്? 3 BHK വേണോ അതോ 4 BHK വേണോ? ചിരിയോടെ അതും പറഞ്ഞവർ ഒരു കാറ്റലോഗ് അവന് കൊടുത്തു. ഋഷി അതിൽ നോക്കി നിൽക്കെ എൻട്രൻസിൽ ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്ന് 2 പേർ ഇറങ്ങി. അതോടെ ഋഷിയുടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീയുടെ ശ്രദ്ധ അവരിലേക്ക് പോയി. സാർ അതൊന്ന് നോക്കൂ, ഞാൻ അപ്പോഴേക്കും വരാം. ഋഷിയോട് അതും പറഞ്ഞ് ആ സ്ത്രീ പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങിയവരുടെ അടുത്തേക്ക് നടന്നു. ഋഷി, താനെന്താ ഇവിടെ? പിന്നിൽ നിന്നും ആവേശം നിറഞ്ഞ ശബ്ദം കേട്ട് ഋഷി തലയുയർത്തി നോക്കി. തന്റെ പിന്നിലായി നിന്ന ശ്രീലക്ഷ്മിയെ കണ്ട് അവന്റെ കണ്ണൊന്ന് വിടർന്നു. ദൈവമേ, ശ്രീലു പെട്ടെന്ന് ഇതെങ്ങനെ ഇവിടെ വന്നേ? ഇതിനിപ്പോ എന്തെങ്കിലും പറഞ്ഞ് ഡീല് ചെയ്യണമല്ലോ. ശ്രീലക്ഷ്മിയെ നോക്കി ഋഷി മനസ്സിലോർത്തു. ഞാൻ ഇവിടെ ഒരു ജോബ് നോക്കാൻ വന്നതായിരുന്നു. പരിഭ്രമം നിറഞ്ഞ ചിരിയോടെ അതും പറഞ്ഞ് ഋഷി ശ്രീലക്ഷ്മിയുടെ അടുത്ത് നിന്ന ആളെ സംശയത്തോടെ നോക്കി. ആഹാ, എന്നിട്ട് ഇന്ന് നമ്മൾ ഫോണിൽ സംസാരിച്ചപ്പോഴും താൻ ഇങ്ങനെ ഒരു ജോബിന്റെ കാര്യത്തിന് ഇവിടെ വരുമെന്ന് പറഞ്ഞില്ലല്ലോ. ശ്രീലക്ഷ്മി പെട്ടെന്ന് ഓർത്ത പോലെ ഋഷിയോട് തിരക്കി. ജോലി കിട്ടുമെന്ന് അത്രയും ഉറപ്പ് തോന്നിയില്ല ശ്രീലു. പിന്നെ കിട്ടുവാണെങ്കിൽ തനിക്കൊരു സർപ്രൈസ് തരാമല്ലോ എന്നും ഓർത്തു. ഋഷി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അതൊക്കെ വിധിയുള്ളതാണെങ്കിൽ കിട്ടും ഋഷി. ശരി, അത് വിട്. എങ്ങനെയാ വന്നത്? ശ്രീലക്ഷ്മി സംശയത്തോടെ ചോദിച്ചു. തന്റെ വീട്ടിലേക്ക് വരില്ല എന്ന ഋഷിയുടെ തീരുമാനത്തിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കാൻ ശ്രീലക്ഷ്മിക്കായില്ല. അവന്റെ കാര്യമോർത്ത് അവൾക്ക് സങ്കടമായെങ്കിലും അവൻ ജോലി നോക്കാൻ പോവുകയാണെന്ന് പറഞ്ഞത് അവളിൽ പ്രതീക്ഷയുണ്ടാക്കി. 2 ദിവസമായി അവനെ കാണാത്തതിൽ അതിയായ വിഷമം തോന്നിയിരുന്നു അവൾക്ക്. ശ്രീലക്ഷ്മി, ഇതാരാണ്? ശ്രീലക്ഷ്മിക്ക് അരികിൽ നിന്നയാൾ ഋഷിയെ നോക്കി അവളോട് ചോദിച്ചു. സോറി ഗൗതം, ഞാൻ മറന്നു. ഇതാണ് ഋഷിൻ, എന്റെ ഹസ്ബൻഡ്. അവൾ പരിചയപ്പെടുത്തി. ഓ, മറ്റേ ഒന്നിനും കൊള്ളാത്ത, തന്റെ ഭർത്താവ്. അവൻ ഒരു തരം പരിഹാസ സ്വരത്തിൽ പറഞ്ഞു. ശ്രീലു, ഈ സാർ ആരാണാവോ? ഇത് ഗൗതം, മഹാദേവി മുത്തശ്ശിയെ അറിയുന്ന ആളാ. ആൻഡ് മുത്തശ്ശിക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങാൻ ആഗ്രഹമുണ്ട്. അപ്പോ അതിന് സഹായിക്കാൻ എന്നെയും ഇങ്ങോട്ട് അയക്കാൻ അമ്മ പറഞ്ഞു. അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്ന ഋഷിക്ക് അവൾ പറയാതെ തന്റെ അനിഷ്ടം പറഞ്ഞത് മനസ്സിലായി. ഇതിലെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ആന്റി മറ്റെന്തോ ഉദ്ദേശത്തോടെ ശ്രീലുവിന് അയച്ചതുപോലെ തോന്നുന്നല്ലോ. അല്ലാതെ ശ്രീലു അവരെ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ സഹായിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഋഷി ചിന്തിച്ചു. അല്ല ഋഷിൻ, നീയും ഇവിടെ ഫ്ലാറ്റ് വാങ്ങാൻ വന്നാണോ? ഗൗതം ചോദിച്ചു. അവരെ നോക്കി നിന്നിരുന്ന ജോലിക്കാരിൽ ഒരാൾ അത് കേട്ട് പറഞ്ഞു. അതെ സർ, അദ്ദേഹവും ഫ്ലാറ്റ് വാങ്ങാൻ വന്നതാ. ശ്രീലക്ഷ്മി അത്ഭുതത്തോടെ അവനെ നോക്കി. ഓ, പക്ഷെ ഋഷിൻ, ഇവിടെ മിനിമം റേറ്റ് എത്രയാണെന്ന് തനിക്കറിയോ? ഗൗതം
പുച്ഛത്തോടെ ചോദിച്ചു. ഋഷിക്ക് അവൻ ഉദ്ദേശിച്ച അർത്ഥം മനസ്സിലായി. അവനത് കേൾക്കെ ദേഷ്യം തോന്നിയെങ്കിലും അതെല്ലാം സമർത്ഥമായി മറച്ചുകൊണ്ട് ഋഷി പുഞ്ചിരിച്ചു. എല്ലാത്തിൻ്റെയും കൂടെ റേറ്റ് ആണോ താൻ ചോദിച്ചത്? ഋഷിയുടെ ആ ചോദ്യം കേട്ട് ഗൗതം സംശയിച്ചു. അപ്പോഴേക്കും ശ്രീലക്ഷ്മിയുടെ ഫോൺ റിങ് ചെയ്തു. അത് കാരണം അവൾ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് അവിടെ നിന്നും അല്പം മാറി നിന്നു. ദേവയാനി അമ്മയായിരുന്നു അവളെ വിളിച്ചത്. മോളെ ലച്ചു, വർക്ക് കഴിഞ്ഞോ? അപ്പാർട്ട്മെന്റ് നോക്കാൻ പോയോ നീ? ദേവയാനി അമ്മ താല്പര്യത്തോടെ ചോദിച്ചു. അമ്മേ, എനിക്ക് ഓഫീസിൽ എത്ര വർക്ക് ഇൻകംപ്ലീറ്റ് ആയി കിടക്കുവാന്ന് അമ്മയ്ക്കറിയോ? എന്നിട്ട് അതെല്ലാം വിട്ട് ഒരു സ്ട്രേഞ്ചറിന്റെ കൂടെ എന്തിനാ അപ്പാർട്ട്മെന്റ് നോക്കാനെന്ന് പറഞ്ഞ് ചുമ്മാ എന്നെ വിട്ടത്? ശരിക്കും എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൾ പല്ലുറുമിക്കൊണ്ട് പറഞ്ഞു. ഞാൻ നിന്നോട് ജസ്റ്റ് അപ്പാർട്ട്മെന്റ് നോക്കാൻ ഹെൽപ്പ് ചെയ്യാനല്ലേ പറഞ്ഞത്. അതിനെന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? മുത്തശ്ശിക്ക് കൂടെ വരാൻ പറ്റാത്തതുകൊണ്ടല്ലേ നിന്നോട് പോവാൻ പറഞ്ഞത്. നിനക്കെന്താ ഇതും ചെയ്യാൻ വയ്യേ? ദേവയാനിയും ദേഷ്യത്തോടെ ചോദിച്ചു. അമ്മേ, സഹായിക്കാൻ ഇത്ര ഉത്സാഹം ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് വന്നൂടായിരുന്നോ? ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത എന്നെ പുഷ് ചെയ്ത് അയക്കാൻ പാടില്ലായിരുന്നു, പ്രത്യേകിച്ച് അതുപോലെ ഒരാളുടെ കൂടെ. ഋഷിയോട് ഗൗതം സംസാരിച്ച രീതി മനസ്സിൽ വെച്ചുകൊണ്ട് ശ്രീലക്ഷ്മി പറഞ്ഞു. ഓഹ്, ഈ ഒറ്റ തവണയ്ക്കല്ലേ, ഒന്ന് ക്ഷമിക്ക് എന്ന് പറഞ്ഞ് ദേവയാനി ഫോൺ കട്ട് ചെയ്തു. അതേസമയം ശ്രീലക്ഷ്മി കോൾ വന്നു പോയപ്പോൾ ഗൗതം ഋഷിയെ കണ്ണുരുട്ടി നോക്കി. ശേഷം പുറകിലുള്ള ജോലിക്കാരുടെ നേരെ തിരിഞ്ഞു. ഇവിടെ ആരെങ്കിലും ഫ്ലാറ്റ് വാങ്ങാൻ വന്നാ അവൻ ആ യോഗ്യതയുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളെ ചെക്ക് ചെയ്യില്ലേ? എന്തിനാ ഇവനെ പോലുള്ള പൊട്ടന്മാർക്ക് വേണ്ടി സമയം കളയുന്ന? ഇവിടെ ഫ്ലാറ്റിന്റെ മിനിമം റേറ്റ് പറഞ്ഞിരുന്നെങ്കിൽ അവൻ ഓടിപ്പോയേനെ. ഇല്ല സർ, കസ്റ്റമറായി ആര് വന്നാലും ഉത്തരം പറയേണ്ടത് ഞങ്ങളുടെ കടമയാണ്. ഗൗതമിനെ നോക്കി അവർ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു. നിന്റെ പേര് ഋഷിനല്ലേ? മഹാദേവി മാം നിന്നെപ്പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് താനും ശ്രീലക്ഷ്മിയും വിവാഹം കഴിഞ്ഞിട്ടിപ്പോ 2 വർഷത്തിലേറെ ആയില്ലേ? ഗൗതം ചോദിച്ചു. അവൻ ഇനി ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് ഋഷിക്ക് ഏകദേശം മനസ്സിലായി. അതറിഞ്ഞിട്ട് തനിക്കെന്താ? ഇതൊക്കെ നീ എന്തിനാ ചോദിക്കുന്നേ? ഋഷി ചോദിച്ചു. എത്രയും പെട്ടെന്ന് നീ എല്ലാം അറിയും ഋഷി, പരിഹാസത്തോടെ ഗൗതം പറഞ്ഞു. ശരി, ഞാൻ അറിയുന്നത് വരെ കാത്തിരിക്കാം, ഋഷി കൂസലേതുമില്ലാതെ പറഞ്ഞു. ഇവിടുത്തെ ഫ്ലാറ്റ് വിൽക്കുന്നവയാണ്, അല്ലാതെ വാടകയ്ക്ക് കൊടുക്കുന്നവയല്ല. തനിക്ക് സ്ഥലം അറിയാൻ തോന്നുന്നു. ബട്ട് ഡോണ്ട് വറി, ഈ സിറ്റിയുടെ മൂലയിൽ വാടകയ്ക്ക് വീടെന്ന ബോർഡ് ഞാൻ കണ്ടു. അതൊരു ചെറിയ വീടാണ്, അതുകൊണ്ട് വാടക കുറവായിരിക്കും. പക്ഷേ അതും തനിക്ക് കൊടുക്കാൻ പറ്റുന്ന റേഞ്ചിൽ വരുന്ന റെന്റ് ആണോന്ന് അറിയില്ല. ഗൗതമിന്റെ പരിഹാസം നിറഞ്ഞ സംസാരം കേട്ടപ്പോൾ ഋഷി ദേഷ്യത്തോടെ അവനെ നോക്കി. താൻ ഇവിടുത്തെ ഓണറാണോ? മാനേജറോ അങ്ങനെ ആരെങ്കിലും ആണോ? ഋഷി ദേഷ്യത്തിൽ ചോദിച്ചു. അതെ, ഞാൻ ഇവിടുത്തെ മാനേജറാണ്, ഗൗതം അഭിമാനത്തോടെ പറഞ്ഞു. കൊള്ളാം, ഋഷി ചിരിയോടെ പറഞ്ഞു. അവനെ നന്നായി ഒന്ന് നോക്കിയ ശേഷം ഋഷി തന്റെ ഫോൺ എടുത്ത് ആർക്കോ ഡയൽ ചെയ്തു. ഹേയ് ശ്രീലു! പെട്ടെന്ന് മറ്റൊരു പുതിയ ശബ്ദം അവിടെ ഉയർന്നു. തന്റെ അമ്മയോട് ഫോണിൽ സംസാരിച്ചതിന് ശേഷം ഋഷിയുടെ അരികിലേക്ക് വന്ന ശ്രീലക്ഷ്മി അത് കേട്ടു. ആരാ ഇപ്പൊ വിളിച്ചത്? സ്വയം ചോദിച്ചുകൊണ്ട് തിരിഞ്ഞ ശ്രീലക്ഷ്മി മീനാക്ഷി അവിടെ നിൽക്കുന്നത് കണ്ടു. ആഹാ, മീനാക്ഷി, വാട്ട് എ സർപ്രൈസ്! ശ്രീലക്ഷ്മി അവളെ നോക്കി സന്തോഷത്തോടെ പറഞ്ഞു. ആരാ ശ്രീലക്ഷ്മി ഇത്? അത് കാണേ ഗൗതം ചോദിച്ചു. അവൻ ഇങ്ങനെ ചോദിക്കുന്നത് അവളെ ഒരു വിധത്തിൽ അലോത്സരപ്പെടുത്തിയെങ്കിലും ബഹുമാനത്തോടെ ശ്രീലക്ഷ്മി സംസാരിച്ചു. ഇതെന്റെ ഫ്രണ്ട് മീനാക്ഷി. ആ സമയം ഋഷി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഹലോ, ഞാൻ അവിടെ എത്തി. അപ്പോഴാണ് മീനാക്ഷിയെ ഋഷി കണ്ടത്. ഹായ് ഋഷി സാർ, താനിവിടെ ഉണ്ടായിരുന്നോ? അവനെ കണ്ടതും അവൾ വേഗം ചോദിച്ചു. ഋഷി അവളുടെ നേരെ ഒന്ന് ചിരിയോടെ തലയാട്ടി കാണിച്ച് ഫോണിൽ സംസാരം തുടർന്നു. മീനാക്ഷി പെട്ടെന്ന് ഋഷിയോട് മാന്യമായി സംസാരിക്കുന്നത് കണ്ട് ശ്രീലക്ഷ്മിക്ക് അത്ഭുതം തോന്നി. ഹായ് ഡിയർ, എന്നെ പ്രത്യേകം ഗ്രീറ്റ് ചെയ്യണം, കാരണം ഞാനാണ് ഇവിടെ മാനേജർ. അതിനിടയിൽ ഗൗതം തമാശ പോലെ പറഞ്ഞു. എന്നിട്ട് അവൻ ഷേക്ക് ഹാൻഡിനായി മീനാക്ഷിക്ക് നേരെ കൈനീട്ടി. പക്ഷേ അവൾക്ക് ഗൗതമിനെ ഇഷ്ടമായില്ല. അതുകൊണ്ട് അവൾ തന്റെ കൈ കൂപ്പി നമസ്കാരം പറഞ്ഞു. ശ്രീലക്ഷ്മിക്ക് അത് കണ്ട് ചിരി വന്നെങ്കിലും അപ്പോഴേക്കും അവളുടെ ഓഫീസിൽ നിന്ന് അവൾക്കൊരു എമർജൻസി കോൾ വന്നു. സോറി ഗൗതം, എനിക്കിപ്പോൾ അർജന്റായി ഓഫീസിൽ പോകണം, ഞാൻ വേറെ ദിവസം വന്ന് ഇത് നോക്കാം, ബൈ എന്നും പറഞ്ഞ് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഋഷിയോട് ആംഗ്യം കാണിച്ച് അവൾ അവിടെ നിന്നും പോയി. അവൾ പോയപ്പോൾ ഋഷിയും മീനാക്ഷിയും ഗൗതമിനെ നോക്കി. എന്താ, നിനക്കിതുവരെ പോവാനായില്ലേ?
ഇവിടുത്തെ ഫ്ലാറ്റുകൾ നിന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങില്ലെന്ന് നിന്നോട് പറഞ്ഞതല്ലേ? ശ്രീലക്ഷ്മി പോയപ്പോൾ ഗൗതം ഋഷിയെ നോക്കി പറഞ്ഞു, മിസ്റ്റർ ഗൗതം, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരിക്കലും എൻ്റെ ബഡ്ജറ്റ് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ ഇപ്പോഴും ഫ്ലാറ്റ് നിരക്ക് എന്നോട് പറഞ്ഞിട്ടില്ല. ഋഷി പുച്ഛത്തോട് അവനോട് പറഞ്ഞു. റേറ്റ് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് കേട്ടാ നീ ഇവിടെ തല കറങ്ങി വീഴും. പിന്നെ നിന്നെയും പൊക്കി ഹോസ്പിറ്റലിൽ പോവാനൊന്നും എനിക്ക് വയ്യ. ഗൗതം അതിലേറെ പുച്ഛത്തോടെ പറഞ്ഞു. ഓവർ എക്സാജറേഷൻസ് കൊടുക്കാതെ റേറ്റ് എന്താന്ന് വെച്ചാ പറ. അസ്വസ്ഥനായി ഋഷി പറഞ്ഞു. അതറിഞ്ഞിട്ട് നീ എവിടുന്ന് പൈസ കണ്ടെത്തി വാങ്ങുന്ന? നിന്റെ ഭാര്യയുടെ അടുത്തുനിന്ന് പണം മോഷ്ടിക്കാൻ പോവാണോ? വെയിറ്റ്, ബട്ട് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് ഞാൻ കേട്ടല്ലോ. ഗൗതമിന്റെ സ്വരത്തിൽ പരിഹാസം വ്യക്തമായിരുന്നു. അതുവരെ ക്ഷമയോടെ നിന്ന ഋഷിക്ക് അപ്പോൾ ശരിക്കും ദേഷ്യം വന്നു തുടങ്ങി. നീയാണ് ഇവിടുത്തെ മാനേജർ എങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കും, ആൻഡ് യു ഷുഡ് ആൻസർ മീ. ഇവിടുത്തെ ഏറ്റവും നല്ല ഫ്ലാറ്റ് ഏതാണ്? ഋഷി ചോദിച്ചു. ശേ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മഹാദേവി മുത്തശ്ശിയും ദേവയാനി ആന്റിയും പറഞ്ഞു നിനക്കൊരു കഴിവുമില്ലെന്ന്. ഗൗതം ദേവയാനിയെ ആന്റി എന്ന് വിളിച്ചതും എവിടെയോ ഒരു കെണി ഒരുങ്ങുന്ന പോലെ ഋഷിക്ക് തോന്നി. ഓ, അപ്പോ കഥ അങ്ങനെയാണ്. ഇത് ശ്രീലക്ഷ്മി അറിയാതെ നടത്തുന്ന ഒരു പ്ലാനാണെന്ന് മനസ്സിലാക്കി ഋഷി ഓർത്തു. അപ്പോഴേക്കും ഗൗതം ഹാളിന്റെ നടുവിൽ വെച്ചിരുന്ന ഒരു കെട്ടിട മാതൃക ചൂണ്ടിക്കാണിച്ചു. ഇത് SR അപ്പാർട്ട്മെന്റ് ആണ്. എല്ലാ ഹൈടെക് സൗകര്യങ്ങളും ഉണ്ട്. മുകളിലത്തെ നിലയിലെ 2 നിലകൾ വളരെ പ്രത്യേകമായി ചെയ്തതാണ്. അതാണ് ഈ കെട്ടിടത്തിന് ഇത്രയും വിലയുള്ളത്. 80 കോടി. നിനക്കതൊക്കെ സ്വപ്നം കാണാനെങ്കിലും പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അവൻ പരിഹാസത്തോടെ ഋഷിയോട് ചോദിച്ചു. അത് കേട്ട് ദേഷ്യം വന്ന മീനാക്ഷി എന്തോ പറയാൻ വന്നതും ഋഷി അവളെ തടഞ്ഞു. അതൊന്നും ശ്രദ്ധിക്കാതെ ഗൗതം വാതിലിന് നേരെ ചൂണ്ടി. ഞാൻ ആദ്യമേ പറഞ്ഞതാ നിനക്കിതൊന്നും വാങ്ങാൻ പറ്റില്ലെന്ന്. സോ ഇനിയും വെറുതെ ഇവിടെ നിന്ന് എന്റെ ടൈം കളയാതെ ആ ഡോർ കണ്ടോ, ആ വഴിക്കങ്ങ് ചെല്ല്. ഋഷി അവനെ നോക്കി ഒന്ന് ചിരിച്ചു. എപ്പോഴാണ് ഞാൻ അത് താങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞത്? ഋഷി ആ ചിരിയോടെ തന്നെ ചോദിച്ചു. ഹലോ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? 80 കോടിയാണ് ഇതിന്റെ റേറ്റ്, അല്ലാതെ 8 ലക്ഷം അല്ല. ആ 8 ലക്ഷം തന്നെ കിട്ടാൻ നീ എവിടെ നിന്നെല്ലാം കടം വാങ്ങണം? ഗൗതം ക്ഷമ നശിച്ച പോലെ പറഞ്ഞു. ഋഷി പക്ഷേ അവനെ ശ്രദ്ധിക്കാതെ തന്റെ പോക്കറ്റിൽ നിന്ന് ബ്ലാക്ക് കാർഡ് എടുത്തു. തന്റെ അടുത്ത് നിന്നിരുന്ന ലേഡി സ്റ്റാഫിന് കൊടുത്തു. ആ ലേഡി സ്റ്റാഫ് കാർഡ് വാങ്ങണോ വേണ്ടയോ എന്നറിയാതെ നിന്നുപോയി. ബ്ലാക്ക് കാർഡ്? ഇത് നിനക്കെങ്ങനെ? വെയിറ്റ്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? ആർ യു ട്രൈങ് ടു ഫൂൾ അസ്? സോറി സർ, നിങ്ങളെ വെയിറ്റ് ചെയ്യിച്ചതിന് സോറി. നിങ്ങൾ പറഞ്ഞതുപോലെ ബില്ല് സെറ്റിലായിട്ടുണ്ട്. ഇനി രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും എല്ലാം വേഗത്തിൽ ശരിയാക്കാം സർ. എങ്ങനെ പോയാലും എല്ലാം അല്പസമയത്തിനുള്ളിൽ തന്നെ റെഡിയാകും. അത് കഴിഞ്ഞാൽ ഇന്നു മുതൽ മുകളിലത്തെ 2 നിലകളുടെ ഉടമ താങ്കളായിരിക്കും. ആ ഫ്ലാറ്റ് വിറ്റാൽ സ്റ്റാഫിന് ഒരു ഭീകര തുക കമ്മീഷനായി ലഭിക്കുമായിരുന്നു. അതിനാൽ ആ ലേഡി സ്റ്റാഫ് വളരെ സന്തോഷത്തിലായിരുന്നു. പ്രത്യേകിച്ച് മാനേജർ ഇടപെട്ട് മുടക്കാൻ നോക്കിയ സംഭവം ആയതുകൊണ്ട് അയാൾക്കുള്ള കമ്മീഷൻ കൂടെ അവർക്ക് കിട്ടുമായിരുന്നു. വാട്ട്? നീ എന്താ ഇപ്പൊ പറഞ്ഞത്? കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ഗൗതം ആ സ്റ്റാഫ് ലേഡിയോട് ചോദിച്ചു. അദ്ദേഹം തന്ന കാർഡിൽ ആവശ്യത്തിന് പണമുണ്ടായിരുന്നു. അതുകൊണ്ട് ബില്ല് സെറ്റിൽ ചെയ്തു. ഇനി അദ്ദേഹത്തിന് വേണ്ടി ആ 2 നിലകളും രജിസ്റ്റർ ചെയ്യണം. ലേഡി സ്റ്റാഫ് സമാധാനത്തോടെ കാര്യം ഗൗതമിന് പറഞ്ഞു കൊടുത്തു. അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം നോക്കി നിന്നവരെല്ലാം അതോടെ ഗൗതമിനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. എന്തോ അത് കാണേ ഗൗതമിന് വല്ലാതെ നാണക്കേട് തോന്നി. ഓക്കെ മിസ്റ്റർ ഗൗതം, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്ലാറ്റ് വാങ്ങി. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഗൗതമിനെ നോക്കി ഋഷി പരിഹാസത്തോടെ ചോദിച്ചു. ഋഷി, ഈ ഗൗതം കുറച്ചു മുമ്പ് എന്തോ ഒരു കാര്യം ചോദിച്ചില്ലേ? തനിക്ക് നാണം മാനം ഇതൊക്കെ ഉണ്ടോന്ന് ഓർമ്മയില്ലേ? അവനെ വെറുതെ വിടാൻ മനസ്സില്ലാതെ മീനാക്ഷി ചോദിച്ചത് കേട്ട് ഋഷി ഉണ്ടെന്ന് ചിരിയോടെ തലയാട്ടി. അപ്പോ എനിക്കൊരു ഡൗട്ട്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോ അവനുണ്ടോ? അതിപ്പോ ഇല്ലാത്ത പോലുണ്ടല്ലോ. മീനാക്ഷി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. ഏയ്, നീ ഏതാടി? ഓവറായി സംസാരിക്കല്ലേ. ഇപ്പോഴും ഞാൻ ഈ ഫ്ലാറ്റിന്റെ മാനേജറാണ്. ഞാൻ വിചാരിച്ചാൽ. ഗൗതം എന്തോ പറയാൻ ഒരുങ്ങിയതും ആ കെട്ടിടത്തിന്റെ മുൻപിലെ ഡോർ തുറക്കുന്ന ശബ്ദം അവനെ തടഞ്ഞിരുന്നു. അകത്തേക്ക് വന്നയാൾ നേരെ പോയി ഗൗതമിന്റെ മുന്നിലായിരുന്നു ചെന്ന് നിന്നത്. ഹലോ മിസ്റ്റർ ഗൗതം, നിങ്ങൾക്കിനി ഈ ഫ്ലാറ്റിന്റെയോ അല്ലെങ്കിൽ
ഈ കമ്പനിയുടെ കീഴിലെ മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ ജോലിയില്ല. അതായത് ഇന്നു മുതൽ താൻ ഇവിടുത്തെ മാനേജർ അല്ല. സോ സാലറിയിൽ ബാക്കിയുള്ളത് വാങ്ങിച്ച് എത്രയും വേഗം ഇവിടം വിട്ടോളൂ. ആ ID കാർഡ് കൂടി തന്നേക്ക്. അയാൾ ഗൗരവം നിറഞ്ഞ ഭാവത്തിൽ ഗൗതമിനോടായി പറഞ്ഞു. GM സർ, നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഐ സെഡ് വാട്ട് ഐ സെഡ്. നിന്നെ ഇവിടുന്ന് സെക്യൂരിറ്റി കഴുത്തിന് പിടിച്ച് വെളിയിൽ കളയുന്നതിന് മുൻപേ പോകുന്നതാ നിനക്ക് നല്ലത്. നിന്റെ പണ്ടത്തെ ആ സ്വഭാവവും വ്യക്തിത്വവും ഓർത്ത് അല്പ സ്നേഹം ഇപ്പോഴും ഉള്ളത് കൊണ്ട് ഞാൻ പറയുക. ഇനിയും നിന്നെ ഇവിടെ നിർത്തിയാൽ അത് മുഴുവൻ കമ്പനിക്ക് എന്നെ ചീത്തപ്പേരാവും. ഇപ്പൊ തന്നെ കസ്റ്റമേഴ്സിനോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയാതെ നീ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് ഈ വന്ന VIP കസ്റ്റമർ ഇപ്പൊ പോയനെ. ഇനിയൊന്നും ഗൗതമിനോട് അയാൾക്ക് പറയാനില്ലായിരുന്നു. അയാൾ ചെന്ന് അവന്റെ ID കാർഡ് ഊരി വാങ്ങിച്ചു. പിന്നീട് ഋഷിയുടെ അടുത്തേക്ക് നടന്നു. സോറി സർ, ഞങ്ങളുടെ എംപ്ലോയി ഒട്ടും റെസ്പെക്ട് ഇല്ലാതെ പെരുമാറിയതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ആൻഡ് ഹീസ് നോ മോർ അവർ എംപ്ലോയി. അയാൾ ഭവ്യതയോടെ പറഞ്ഞു. കുറച്ചു നേരം ആശയക്കുഴപ്പത്തിൽ നിന്നുപോയ ഗൗതം പയ്യെ എന്തോ ഓർക്കെ തലയുയർത്തി. അവന്റെ ചുണ്ടിൽ ഒരുതരം പുച്ഛം നിറഞ്ഞിരുന്നു. ബാലചന്ദ്രൻ സാറേ, എന്നെ അങ്ങനെ ഇറക്കി വിടാനൊന്നും പറ്റില്ല. നിങ്ങൾ വിചാരിച്ച എന്നെ ഈ കമ്പനിയിൽ നിന്ന് മാറ്റാനും പറ്റത്തില്ല. ഈ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ബാഹുലയൻ എന്റെ അമ്മാവനാ. വെയിറ്റ്, ഞാൻ അമ്മാവനെ വിളിക്കാം. അഹങ്കാരത്തോടെ അതും പറഞ്ഞ് ഗൗതം അവന്റെ അമ്മാവന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്ത് ഫോൺ സ്പീക്കറിലിട്ടു. അങ്കിൾ, ഞാൻ ഗൗതമാണ്. അതെ, എനിക്കിനി ഇവിടെ ജോലിയില്ലെന്ന് GM ബാലചന്ദ്രൻ പറഞ്ഞു. അയാളോട് എന്താ കാര്യമെന്ന് ചോദിക്കാമോ അങ്കിൾ? ഗൗതം കെഞ്ചലോടെ അവന്റെ അമ്മാവനോട് സംസാരിച്ചു. മീനാക്ഷിക്ക് ആ നാടകം ശരിക്കും നന്നായി രസിച്ചു. അത് കാരണം അവൾ താൻ വന്ന കാര്യം പോലും മറന്ന് കൈകൾ കെട്ടി ഗൗതമനെ തന്നെ വീക്ഷിച്ചു. നീ എന്റെ അനന്തരവനാണെന്ന് പറഞ്ഞിട്ടും അവൻ അങ്ങനെ ചെയ്തോ? അവിടെ നിൽക്കും മോനെ, ഞാനിതാ വരുന്നു. ബാഹുലയൻ മറുപടി പറഞ്ഞതും ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്തു. അതോടെ ഗൗതം GMനെ നോക്കി ചുണ്ടുകൂട്ടി. എന്തോ നേടിയെടുത്തവനെ പോലെ അവിടെ നിന്നു. അല്പനിമിഷത്തിനകം GMന്റെ ഫോൺ റിങ് ചെയ്തു. ഹലോ ബാലചന്ദ്രൻ, ഞാൻ DS കൺസ്ട്രക്ഷനിലുണ്ട്. നിങ്ങൾ എത്രയും വേഗം ഇങ്ങോട്ട് വരൂ. ഞാൻ നിങ്ങളെ ഗൗതമിന്റെ ക്യാബിനിൽ മീറ്റ് ചെയ്യും. പെട്ടെന്ന് അവിടെ എത്തൂ. മറുപുറത്തു നിന്നും ആ വാക്കുകൾക്ക് GM ക്ഷമയോടെ മറുപടി പറഞ്ഞു. GM കോൾ ഡിസ്കണക്ട് ചെയ്ത് ഋഷിക്ക് നേരെ നോക്കി. സോറി സർ, നിങ്ങളുടെ ഇത്രയും വിലപ്പെട്ട സമയം ഇങ്ങനെ കളയുന്നതിൽ എന്നോട് ക്ഷമിക്കണം. ഇപ്പോ ഞാൻ ഓഫീസിൽ ഒന്ന് പോയി വരാം. അയാൾ തന്റെ ഉള്ളിലെ പരിഭ്രമം മറച്ച് ഭവ്യതയോടെ പറഞ്ഞു. അതിന് മറുപടിയായി എന്നോണം ഋഷി തലയാട്ടി. ഈ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആള് ബാഹുലയൻ പൂക്കാട്ട് പറമ്പിലാണോ? ചോദ്യഭാവത്തിൽ ഋഷി ബാലചന്ദ്രനെ നോക്കി. അതെ, അദ്ദേഹം തന്നെ. GM മറുപടി പറഞ്ഞു. ഓക്കെ, എന്നാ ഞാൻ തന്റെ കൂടെ വരാം. ഋഷി പെട്ടെന്ന് പറഞ്ഞത് കേട്ട് കാര്യം മനസ്സിലാവാതെ ബാലചന്ദ്രൻ അവനെ നോക്കി. അല്ല, എനിക്ക് മനസ്സിലായില്ല സർ. GM അവനോട് പറഞ്ഞു. ഞാൻ വന്നാൽ ഐ ക്യാൻ ഹെൽപ്പ് യു മിസ്റ്റർ. ബാലചന്ദ്രൻ വരൂ. ഋഷിയെയും കൂട്ടി ബാലചന്ദ്രൻ മുൻപിൽ നടന്നു. അവരുടെ പുറകെ തന്നെ പുച്ഛത്തോടെ ഗൗതമും വന്നിരുന്നു. അവൻ അവന്റെ അമ്മാവനെ നന്നായി അറിയാമായിരുന്നു. ഏത് മോശം സാഹചര്യമായാലും അവനെ അയാൾ കൈവിടില്ലായിരുന്നു. അതുകൊണ്ട് പോകും വഴി അവൻ ഒരു തരത്തിലും ഭയം തോന്നിയില്ല. അങ്ങനെ അവർ 3 പേരും ഗൗതമിന്റെ ഓഫീസ് മുറിയിലേക്ക് കയറി. കയറിയ പാടെ ഗൗതം തന്റെ കസേരയിൽ കയറി കാലുകൾ മേശയിൽ വെച്ച് പിന്നിലേക്ക് ചാരിയിരുന്നു. ബാലചന്ദ്രൻ, താൻ ഈ കമ്പനിയിലെ വെറും ഒരു GM മാത്രമാണ്. പണിഷ്മെന്റ് കൂടണ്ട എന്നുണ്ടെങ്കിൽ ആ ID കാർഡ് പെട്ടെന്ന് ഇങ്ങ് തന്നേക്ക്. അല്ല, അമ്മാവൻ വന്നിട്ടേ താൻ തരത്തുള്ളൂവെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അനുഭവിക്കേണ്ടതെല്ലാം താൻ ഒറ്റയ്ക്ക് അനുഭവിക്കും. ഗൗതം അയാളെ ഭീഷണിപ്പെടുത്തും പോലെ പറഞ്ഞു. ഗൗതം, നിന്റെ അമ്മാവൻ ശരിയുടെ ഭാഗം നിൽക്കാതെ നിന്റെ തോന്നിയാസങ്ങൾക്ക് കൂട്ടുനിൽക്കുമെന്ന് താൻ കരുതുന്നുണ്ടോ? ബാലചന്ദ്രൻ ഗൗതമനെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു. ഗൗതം ഒന്ന് അട്ടഹസിച്ചു. ബാലചന്ദ്രോ, അങ്ങേരെ എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. അതുകൊണ്ടാ എന്റെ അമ്മാവൻ പറയും മുമ്പേ എന്റെ ID കാർഡ് തിരിച്ചു തരാൻ തന്നോട് ഞാൻ പറഞ്ഞത്. പുള്ളി ഈ കമ്പനിയുടെ വൈസ് പ്രസിഡന്റാണ് ബാലചന്ദ്രൻ. പുള്ളിക്ക് തന്നെ എപ്പോ വേണമെങ്കിലും ഫയർ ചെയ്യാം. അറ്റ് ദി സെയിം ടൈം ഞാൻ പറഞ്ഞാൽ അദ്ദേഹം നിങ്ങൾക്കൊരു പ്രമോഷനും തരും. ഏതാണ് വേണ്ടതെന്ന് സ്വയം തീരുമാനിച്ചോളൂ. എന്നോട് സോറി പറഞ്ഞ് എന്റെ കാര്യങ്ങളിൽ തലയിടാതെ ഒതുങ്ങി നിന്നാൽ
പ്രമോഷൻ ദേ ആ കയ്യിൽ കിടക്കും. യു ഡിസൈഡ്. ഗൗതം അയാളോട് പറഞ്ഞു. ശേഷം ചുണ്ടുകൂട്ടി ഋഷിയെയും ഒന്ന് നോക്കി. ഓ, ബാഹുലേന് ഈ കമ്പനിയിൽ ഇത്രയൊക്കെ പവറുണ്ടോ? അത്രയും നേരം എല്ലാം കേട്ടിരുന്ന ഋഷി ചോദിച്ചു, എന്താ എന്റെ അമ്മാവനെ നിനക്കറിയോ? ഗൗതം അധികാരത്തോടെ അവനോട് ചോദിച്ചു. ആ ചോദ്യം കേട്ടെങ്കിലും ഋഷി കേൾക്കാത്ത മട്ടിൽ മറ്റെങ്ങോ നോക്കി എന്തോ ഓർത്തെന്ന പോലെ നിന്നു. എന്താടാ നീ ഒന്നും മിണ്ടാത്തത്? ആ സ്റ്റാഫിന്റെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചിട്ട് ഒന്നും ചെയ്യാത്ത പോലെ നിക്കണത് കണ്ടോ? നോക്കിക്കോ, എന്റെ അമ്മാവൻ വന്നാ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ നടന്നതിനൊക്കെ ചേർത്ത് കിട്ടും. ഗൗതം പുലമ്പിക്കൊണ്ടിരുന്നു. പക്ഷേ ഋഷിയോ ബാലചന്ദ്രനോ അത് ശ്രദ്ധിക്കാൻ പോയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ഓഫീസിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് 3 പേരും അങ്ങോട്ട് നോക്കി. ഗൗതമേ, മോനെ! പരുക്കൻ ശബ്ദത്തിൽ അതും വിളിച്ചുകൊണ്ട് ബാഹുലൻ അകത്തേക്ക് വന്നു. അയാളെ കണ്ടതും ഗൗതം സന്തോഷത്തോടെ എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് ഓടി. ഓ, അങ്കിൾ ഇത്ര പെട്ടെന്ന് വന്നോ? അയാളെ തിരികെ ഹഗ് ചെയ്തുകൊണ്ട് ഗൗതം ചോദിച്ചു, എന്താടാ മോനെ, എന്തിനാ അവൻ നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് പറഞ്ഞത്? ഗൗതമിനെ നോക്കി വാത്സല്യത്തോടെ അത് ചോദിച്ചുകൊണ്ട് ബാഹുലേയൻ GMന് നേരെ തിരിഞ്ഞു. ദേ, ഒരു കസ്റ്റമർ വന്ന് എന്നോട് അനാവശ്യമായി ബഹളം വെച്ചു അങ്കിൾ. കാര്യം എന്താന്ന് ഞാൻ അവനോട് ചോദിച്ചു. അതിന് ഈ GM കസ്റ്റമേഴ്സിനോട് എനിക്ക് ബിഹേവ് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ ജോലിയിൽ നിന്നും പിരിച്ചു വിട്ടൂന്നും പറഞ്ഞു. ഗൗതം നിഷ്കളങ്ക ഭാവത്തിൽ പറഞ്ഞു. ആര്? ഏത് കസ്റ്റമറാ നിന്റെ അടുത്ത് വന്ന് കുഴപ്പമുണ്ടാക്കിയത്? ബാഹുലേയൻ ദേഷ്യത്തോടെ ചോദിച്ചു. അത് കേൾക്കേണ്ട താമസം ഗൗതം സോഫയിൽ ഇരുന്ന ഋഷിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഋഷി ഇരുന്നിരുന്ന സോഫ മുറിയുടെ ഒരു സൈഡിലായിരുന്നതിനാൽ ബാഹുലേയന് അവന്റെ പിൻഭാഗം മാത്രമേ കാണാമായിരുന്നുള്ളൂ. ഓഹോ, എല്ലാം ചെയ്തു വെച്ച് ഇപ്പൊ ഇവിടെ വന്ന് പേടിയൊന്നുമില്ലാതെ ഇങ്ങനെ അങ്ങ് ഇരുന്നോ? താൻ ആരാടോ? ഇത്രയും ചെയ്തു വെച്ചിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ നടക്കാൻ തനിക്ക് എന്ത് ധൈര്യം ഉണ്ടോ? ആ വാക്കുകൾ വ്യക്തമായി കേട്ടെങ്കിലും ഋഷി ഒന്നും മിണ്ടാതെ നിന്നു. ബാഹുലേയന്റെ ദേഷ്യം കൂട്ടാൻ എന്ന പോലെ. എന്താടാ നിന്റെ വായിൽ നാക്കൂല്ലേ? ഞാൻ അങ്ങോട്ട് വന്നൊന്ന് പൊട്ടിച്ച ശരിയാകുമല്ല. ദേഷ്യത്തോടെ അതും പറഞ്ഞ് അയാൾ ഋഷിയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അത് കണ്ട് ഋഷിക്ക് പ്രശ്നമാകണ്ടെന്ന് കരുതി GM പെട്ടെന്ന് ബാഹുലേയന് മുന്നിലേക്ക് കയറി വന്നു. സർ, ഒരു നിമിഷം, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. അയാൾ ബാഹുലേയനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഓ ബാലചന്ദ്രൻ, താൻ എന്തിനാ ഇവന് വേണ്ടി ഇങ്ങനെ ഓരോ വിഡ്ഢിത്തം ചെയ്യുന്നത്? കാൽ പൈസയുടെ വിവരം ഇല്ലേ തനിക്ക്? ഇല്ല സർ, ഗൗതം പറഞ്ഞത് നുണയാണ്. അവിടെ നടന്നതിന്റെ CCTV വിഷ്വൽസ് ഞാൻ കണ്ടതാ സർ. തെറ്റ് ഗൗതമിന്റെ ഭാഗത്താണ്, അതെനിക്ക് വ്യക്തമായി അറിയാം, GM പറഞ്ഞു. നോ അങ്കിൾ, ഇയാള് കള്ളം പറയുക. ഞാൻ നല്ലപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കയറി വന്ന് എനിക്ക് ഇവിടെ ജോലിയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് പോവാൻ ഇയാള് പറഞ്ഞു. അത് പോട്ടേന്ന് വയ്ക്കാം, പക്ഷെ എന്റെ സ്റ്റാഫിന്റെ മുന്നിൽ വെച്ച് എന്നെ ഇയാൾ അസഭ്യം പറയുകയും എന്റെ ID കാർഡ് ഊരി വാങ്ങിക്കുകയും. ഗൗതം ഇല്ലാത്ത സംഭവങ്ങൾ കൂടെ കൂട്ടി പറഞ്ഞു. ഋഷി ബാഹുലേയനെ ഉറക്കെ വിളിച്ച അതേ നിമിഷം ആ ഓഫീസിന്റെ ഡോർ തുറന്ന് ഒരു ലേഡി അങ്ങോട്ട് കടന്നു വന്നു. ബാഹുലേയൻ ഞെട്ടലോടെ അകത്തേക്ക് വന്ന ആ പെൺകുട്ടിയെ നോക്കി. നിഹാരിക, നീ എന്താ ഇവിടെ? ഞെട്ടലോടെ അയാൾ ചോദിച്ചു. ബാഹുലേയൻ, ഇവിടെ വിളിച്ചിട്ട് താനെന്താടോ അവിടെ നോയിക്കൊണ്ട് നിൽക്കുന്നത്? പിന്നിൽ നിന്നും ഋഷിയുടെ ശബ്ദം വീണ്ടും ഉയർന്നു. അത് കേട്ടപാടെ ദേഷ്യം വന്ന ബാഹുലേയൻ അവനെ തിരിഞ്ഞു നോക്കി. പക്ഷേ തിരിഞ്ഞു നോക്കി അയാൾ ഋഷിയുടെ മുഖം കണ്ട് ഞെട്ടി. അയാളുടെ കാൽ ചുവട്ടിലെ ഭൂമി പിളർന്നു പോകുന്ന പോലെ തോന്നി. ഋഷി, ഇത് നീയായിരുന്നോ? നീ തിരിച്ചു വന്നോ? ബട്ട് എപ്പോ? അവനെ കണ്ടപ്പോൾ എന്ത് പറയണമെന്നറിയാതെ അയാൾ വലഞ്ഞു പോയിരുന്നു. അയാൾക്ക് തന്റെ ശരീരമാകെ തണുത്തു മരവിച്ച പോലെ തോന്നി. എന്താ, തനിക്കിപ്പോ സംസാരിക്കാനില്ലേ? എന്തിനാ ഇത്രയും പരിഭ്രമം? പേടിക്കാതെ, ഇത് ഞാനാണ്, ഋഷിൻ പ്രതാപ്. ഓ വെയിറ്റ്, ഞാൻ തിരിച്ചു വരുമെന്ന് കരുതിയില്ലല്ലേ? ഋഷി പുച്ഛച്ചിരിയോടെ അയാളെ നോക്കി ചോദിച്ചു. ബാഹുലേയന്റെ പെട്ടെന്നുള്ള മാറ്റത്തിന്റെ കാരണം മനസ്സിലാകാതിരുന്ന ഗൗതം അയാളെയും ഋഷിയെയും മാറി മാറി നോക്കി. അങ്കിളെ, എന്താ എന്താ പ്രശ്നം? എന്താ പറ്റിയത്? അവന്റെ കയ്യിലെ ആ ബ്ലാക്ക് കാർഡ് അങ്കിൾ കണ്ടോ? അതാണോ? അതൊന്നും കണ്ട് പേടിക്കാതെ അങ്ങളെ, അത് ജസ്റ്റ് ഒരു ഡമ്മി കാർഡാണ് അങ്കിൾ. കയ്യില് സത്യം പറഞ്ഞ 10 പൈസ പോലും ഉണ്ടാവില്ല.
എക്സ്ക്യൂസ് മീ, താൻ ഈ പറയുന്നത് ആരെക്കുറിച്ചാണെന്ന് തനിക്ക് ബോധമുണ്ടോ? ഋഷിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് നിഹാരിക ദേഷ്യത്തോടെ ഗൗതമിനെ നോക്കി ചോദിച്ചു. ഒരു കള്ളനെ കുറിച്ച് എന്താ അതുപോരെ? അതിൽ കൂടുതൽ എന്താ അവനെക്കുറിച്ച് അറിയാനുള്ളത്? പുച്ഛത്തോടെ ഗൗതം പറഞ്ഞു. വാട്ട്? ഗൗതം പറഞ്ഞത് കേട്ട് ആകെ ആശ്ചര്യപ്പെട്ടു പോയ നിഹാരിക ചോദിച്ചു. എന്താ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അവൻ കള്ളനാണ്, കാട്ടുകള്ളൻ. കുറച്ചു മുമ്പേ അവൻ ഫ്ലാറ്റ് വാങ്ങാൻ പോവാണെന്ന് കള്ളം പറഞ്ഞ് ഇവിടെ വലിഞ്ഞു കയറി. ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ മാത്രം വന്ന കള്ളൻ. ഗൗതം ഋഷിയെ നോക്കി പറഞ്ഞു. മിസ്റ്റർ ബാഹുലേൻ, ആരാ ഇത്? എന്താ ഇയാളി സംസാരിക്കുന്നത്? വാട്ട് എവർ, പെട്ടെന്ന് പുറത്താക്കണം അയാളെ. ആൻഡ് ഋഷിൻ സാർ തിരികെ വന്നു. ത്രൈ മീഡിയയുടെ പുതിയ ചെയർമാനാണ് അദ്ദേഹം ഇപ്പോൾ, നിഹാരിക ഗൗരവത്തിൽ പറഞ്ഞു. ബാഹുലേയന്റെ അവശേഷിച്ച ധൈര്യം കൂടി ഉരുകി അപ്രത്യക്ഷമായി. അയാൾ അവനെ കണ്ട് ഭയന്നിരുന്നു. അന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട അതേ ഋഷിയാണെന്നോർത്ത് അയാളിൽ അല്പം പുച്ഛം എവിടെയോ ഋഷിയോട് തോന്നിയിരുന്നു. ത്രൈ മീഡിയ എന്തിനാ അവന് കൊടുത്തത്? അവൻ എപ്പോഴാ തിരിച്ചെത്തിയത്? ഇതൊന്നും ഞാൻ എന്തേ അറിയാതെ പോയത്? എല്ലാം ചിന്തിച്ചു കൂട്ടിയ ബാഹുലേന് അങ്ങനെ വട്ടായി തുടങ്ങിയിരുന്നു. ഏയ്, നീ എന്താടി അമ്മാവനെ ഭീഷണിപ്പെടുത്തുന്നേ? ഇവനേതോ കോപ്പിലെ ചെയർമാനാണെന്ന് കേൾക്കുമ്പോഴേക്ക് ഞങ്ങളൊക്കെ എന്താ തലകുത്തി നിൽക്കണോ? വൺ മോർ തിങ്, ഇവനെപ്പറ്റി വിശദമായി എനിക്കറിയാം. ഇനിയിപ്പോ അവൻ ഏതെങ്കിലും കമ്പനിയുടെ ചെയർമാൻ ആണെങ്കിലും അവന്റെ ഒരടവ് ഇവിടെ നടക്കില്ല. അതൊക്കെ അവിടെ അങ്ങ് അവന്റെ കമ്പനിയിൽ. ഇത് ഇവിടെ എന്റെ അമ്മാവൻ റൂൾ ചെയ്യുന്ന കമ്പനിയാ. ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കുന്നതും നടപ്പിലാക്കുന്നതും അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ മുൻപിൽ ഇവനൊന്നും ആരുമല്ല. ഗൗതം അഹങ്കാരത്തോടെ പറഞ്ഞു. അവനത് പറഞ്ഞു തീർന്നപ്പോഴേക്കും അവന്റെ ചെകിടത്തൊരടി വീണിരുന്നു. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ആയത് കാരണം അടിക്ക് ശക്തി താങ്ങാനാവാതെ ഗൗതം താഴെ വീണു. അങ്കിൾ, നിങ്ങൾ എന്നെ അടിച്ചോ? എന്താ സംഭവിച്ചതെന്ന് വിശ്വസിക്കാനാവാതെ ഗൗതം ചോദിച്ചു. അടിച്ചതിന് ശേഷം സ്വയം പഴിച്ചും ഗൗതമിനെ പഴിച്ചും ബാഹുലേൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മാവൻ എന്താ പെട്ടെന്ന് ഭ്രാന്തായോ? എന്തൊക്കെയായി പറയുന്നേ? ഗൗതം തനിക്ക് മുൻപിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും വിശ്വാസം വരാതെ ബാഹുലേനെ നോക്കി ചോദിച്ചു. മിണ്ടരുത്. മിണ്ടിയ എന്റെ തനി സ്വഭാവം നീ അറിയും, വിവരം കെട്ടവനെ. ദേഷ്യത്തോടെ ബാഹുലേൻ പറഞ്ഞു. സോറി സർ, ട്രാഫിക് കാരണം ഞാൻ എത്താൻ അല്പം ലേറ്റായിപ്പോയി. അതുകൊണ്ടായിരുന്നു ആദ്യം GM ബാലചന്ദ്രനെ വിവരം അറിയിച്ചതും എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാൻ പറഞ്ഞതും. നിഹാരിക ഋഷിയെ നോക്കി നേരിയ കുറ്റബോധത്തോടെ പറഞ്ഞു. മിസ്റ്റർ ബാഹുലേൻ, തനിക്ക് ആരാണ് ഈ വക അവകാശങ്ങളൊക്കെ തന്നത്? ഇത്രയും കാലമായിട്ടും തനിക്ക് അല്പം പോലും മാറ്റമില്ലല്ലോ. ശേ, ഞാൻ എന്തു പറയാനാ? ഏതായാലും ഇതോടെ ഇവിടെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ മാറാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈ സംഭവങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഈ കാര്യം ഞാൻ തിരിച്ചറിയുക പോലും ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് താങ്ക് യു. ഋഷി നാടകീയ ഭാവത്തിൽ പറഞ്ഞത് കേട്ട് ബാഹുലേന്റെ ഉള്ളാകെ വിഷമം കൊണ്ട് നിറഞ്ഞു. തിരിച്ചെന്തെങ്കിലും ഒരു വാക്ക് പോലും പറയാൻ കഴിയാതെ അയാൾ തല കുനിച്ച് നിന്നുപോയിരുന്നു. ബാഹുലേനെയും നോക്കി മുൻപിലേക്ക് വന്ന ഋഷിയുടെ ശ്രദ്ധ പോയത് അവിടെ ഒരു മൂലയ്ക്ക് നിൽക്കുന്ന ബാലചന്ദ്രന്റെ നേരെയായിരുന്നു. സോറി, എന്റെ സൈഡിൽ നിന്നതിന് അവർ പറയണതൊക്കെ കേൾക്കേണ്ടി വന്നില്ലേ? ഐ എം സോറി, റിയലി സോറി. അവർ ശരിക്കും ഇത്രയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നോ സർ, എന്നോട് മാപ്പ് പറയരുത് പ്ലീസ്. ഇതിൽ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, ബാലചന്ദ്രൻ കരുതലോടെ പറഞ്ഞു. ഋഷി മെല്ലെ തിരിഞ്ഞ് ബാഹുലേനെ നോക്കി. എന്ത് നോക്കി നിൽക്കുവാടോ? ഇയാളോട് പറഞ്ഞതിന് മാപ്പ് ചോദിക്കാൻ ഇനി തന്റെ PA വല്ലതും വരുമോ? ഋഷിയുടെ ആ ചോദ്യം കേട്ട് ബാഹുലേൻ തിടുക്കത്തിൽ ബാലചന്ദ്രന്റെ അടുത്തേക്ക് വന്നു. ബാലചന്ദ്ര, എന്നോട് ക്ഷമിക്കണം, അറിയാതെ പറ്റിപ്പോയതാ. ഇനി ഇങ്ങനെ സംഭവിക്കില്ല. ബാഹുലേൻ അയാളെ നോക്കി തല താഴ്ത്തി പറഞ്ഞു. ഏയ്, അതൊന്നും കുഴപ്പമില്ല സർ, സൗമ്യമായി ബാലചന്ദ്രൻ പറഞ്ഞു. സർ, താങ്കളും പ്ലീസ് എന്നോടും ക്ഷമിക്കണം. ഞാൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. എല്ലാം എന്റെ അറിവില്ലായ്മ. ഗൗതം പറഞ്ഞത് കേട്ട് അപ്പടി വിശ്വസിച്ച് CCTV പോലും പരിശോധിക്കാൻ ശ്രമിക്കാതെ എന്തോ പ്രശ്നമുണ്ടെന്ന് കരുതി ഞാൻ നിങ്ങളോടെല്ലാം ദേഷ്യപ്പെട്ടു. ഐ എം സോറി, റിയലി സോറി ഫോർ ദാറ്റ്. ഓ, ഇതിപ്പോ ഞാനല്ലായിരുന്നെങ്കിലോ? ഫ്ലാറ്റ് വാങ്ങാൻ വന്ന കസ്റ്റമേഴ്സിനെ ഒക്കെ നിങ്ങൾ കയറി തല്ലുമായിരുന്നല്ലേ? ഞാനൊന്ന് ചോദിച്ചോട്ടെ,
ന്യായമായി പെരുമാറിയാൽ ഈ കമ്പനിക്ക് ഇഷ്ടം പോലെ കസ്റ്റമേഴ്സിനെ കിട്ടില്ലായിരുന്നോ? ഋഷി സംശയത്തോടെ ചോദിച്ചു. ബാഹുലേയൻ തന്റെ പൊട്ടബുദ്ധിയെയും എടുത്തുചാട്ടത്തെയും ഓർത്ത് വല്ലാതെ വിഷമിച്ചു. തന്റെ അനന്തരവന്റെ മുന്നിൽ താൻ എത്രമാത്രം നാണം കെട്ടെന്ന് ആലോചിച്ച് അയാൾക്ക് ടെൻഷൻ നിയന്ത്രിക്കാനായില്ല. അങ്കിളെ, എന്താ ഈ നടക്കുന്നത്? ശരിക്കും എന്താ പ്രശ്നം? നിങ്ങൾ അവന്റെ കാലിൽ വീണൊക്കെ ക്ഷമ ചോദിച്ച എന്തിനാ? അവൻ ഈർഷ്യയോടെ ചോദിച്ചു തിരിയും മുമ്പേ ബാഹുലേയൻ അവനെ ഒന്നുകൂടി അടിച്ചു. മിണ്ടാതിരിക്കണം അവിടെ. ഇതിനെല്ലാം കാരണം നീയാ. അവൻ ആരാണെന്ന് നിനക്കറിയോ? ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.